യെസ് ഗുഡ് ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്. യെസ്, അപ്പൊ ഇന്നത്തെ എക്സാം എല്ലാവരും തകർത്തു വാരി അടിച്ചു പൊളിച്ച് എഴുതിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അനക്ക മാം. യെസ്, വരൂ. യെസ്, അപ്പൊ അതെ, എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് തോന്നുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം മക്കളെ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റുമോ? നിങ്ങൾ എങ്ങനെയാണ് എഴുതിണ്ടായിരുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്നുള്ളത് വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ഓരോരുത്തരായിട്ട് വേഗം പെട്ടെന്ന് പറയാ. യെസ്, ഗുഡ് ഈവനിങ് എവ്രിവൺ. എവിടെയാണ്? അതെ, എക്സാം എഴുതിയ സന്തോഷത്തിൽ ഇനി ചിലപ്പോ ആഘോഷിക്കാൻ പോയോ? അതെ, ആക്ച്വലി ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എനിക്ക് കുറേ പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രി ഒക്കെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ ഇന്നലെ ചെയ്ത നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ അത് കണ്ടു. അതെ, സെയിം ക്വസ്റ്റ്യൻസ്. വാല്യൂസ് പോലും ചേഞ്ച് ചെയ്യാണ്ട് സെയിം ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഫിസിക്സിൽ നോക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന കുറെ ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. യെസ്, ഓക്കെ. ഞങ്ങൾ എല്ലാരും ഇവിടെ ഭയങ്കര തിരക്കിലാണ്. ടീമുണ്ട്. യെസ്, നമ്മള് അതെ, തെലുങ്കു, കന്നഡ, തമിഴ് എല്ലാ ടീമും നമ്മള് എല്ലാരും ഒന്നിച്ചിരുന്ന് സോൾവ് ചെയ്യണ ഒരു തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നു. ഫുൾ വന്നതും എന്താ സംഭവിച്ചെന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയതും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല ഗൈസ്. നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതെ, ഫുൾ ഓൺ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായി. എക്സാക്ട്ലി അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് വന്നിരിക്കുന്നത്. യെസ്, നമ്മൾ ചെയ്തിട്ടുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കും ആക്ച്വലി ഭയങ്കര സന്തോഷമായിരുന്നു. യെസ്, നമ്മൾ പറഞ്ഞുള്ള അതേ സെയിം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അല്ലേ? നമുക്ക് ചാറ്റ് എന്തോ കാണാൻ ലൈവ് ചാറ്റ് തന്നെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. മകളെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് നിങ്ങൾ വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാട്ടോ. നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാ, പെട്ടെന്ന് നമ്മുടെ ലൈവ് ചാറ്റിൽ ഒന്ന് പറയാ. എനിക്കൊന്ന് വളരെ എളുപ്പമായിട്ടുള്ള എക്സാം ആയിരുന്നു. എളുപ്പമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത്രയും വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് സന്തോഷമായി സത്യം പറഞ്ഞാൽ. ഞാൻ മിസ്സിനടുത്ത് പറഞ്ഞു ആക്ച്വലി, മിസ് നമുക്കും പോയിട്ട് എക്സാം എഴുതായിരുന്നു, ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആവുന്ന വിചാരിച്ചില്ല. മിസ് ബട്ട് റോൾ നമ്പർ ബബിൾ ചെയ്തപ്പോ തെറ്റിപ്പോയി. അയ്യോ, റോൾ നമ്പർ പബ്ലിഷ് ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാ മോളെ പിന്നെ നമ്മള് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റോൾ നമ്പർ നോക്കിയിട്ടല്ലേ ഇവാലുവേഷൻ. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങളുടെ അടുത്ത്. സാരല്ല, ഭയങ്കര ഡെസ്പാവല്ലേ, എന്തെങ്കിലും നമ്പർ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്യാനായിട്ട് ഓൾറെഡി അവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളത് നോക്കരുത് അല്ലേ? എക്സാം എഴുതാൻ പോയോടത്ത് അവരുടെ അടുത്ത് ഇൻവിജിലേറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. അവർ ഇൻവിജിലേറ്ററിന്റെ അടുത്ത് പറയാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? എപ്പോഴാണ് നിനക്ക് മനസ്സിലായ ഇങ്ങനെ റോൾ നമ്പർ തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത്? മക്കളെ, റോൾ നമ്പർ തെറ്റിപ്പോന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്ക് മാറാന്നുള്ളതല്ല, നമ്മള് പേരുകൊണ്ടല്ലോ. എന്താ മക്കളെ അത് ആലോചിച്ചിട്ട് അതെ, എന്തായാലും ഉണ്ടാവും കേട്ടോ. നോക്കാം, ഇതില് ഭയങ്കര ടെൻഷനായിട്ട് പോവരുത്. അപ്പൊ NEET 2026 ഫൈനലി അങ്ങനെ കഴിഞ്ഞു സക്സസ്ഫുള്ളി. സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരിയിലല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മാർച്ചിലാണ് എക്സാം കഴിഞ്ഞ് മാർച്ചിലങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റെ പൊന്നി ആലോചിക്കാൻ വയ്യ. ഒരു പുക എന്തൊക്കെ ഉണ്ടായേ ആ ഒരു അവസ്ഥയായിരുന്നു. ഹാപ്പി ആയിരുന്നു അല്ലെ? നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി ഇന്നാണ് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ എഫേർട്ടിന്റെ റിസൾട്ടും നിങ്ങളുടെ എഫേർട്ട് റിസൾട്ടും കൂടെ യെസ് അവിടെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്തല്ലോ, നമ്മൾ കൊടുത്തിട്ടുള്ള എഫേർട്ടിന് റിസൾട്ട് കിട്ടുന്ന സമയത്ത് ഇത്രയും നാള് നിങ്ങളുടെ ഒപ്പം തന്നെ അല്ലെ? യെസ്, കഷ്ടപ്പെട്ടവരുടെ പറഞ്ഞു. ബട്ട് OMR വേറെ ഇല്ല എന്ന് പറഞ്ഞു. OMR അപ്പൊ താൻ സ്റ്റാർട്ടിംഗിൽ തന്നെ തനിക്ക് അറിയാമായിരുന്നു. മേ ബി എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആ സമയത്ത് പറ്റുണ്ടാവില്ല അല്ലെ? നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു സാരല്ല പൂജ, സാരല്ല കേട്ടോ, സാരല്ല, കുഴപ്പമില്ല, പോട്ടടാ. ഇനിയിപ്പോ അതില് ടെൻഷൻ അടിക്കണം. അവർ ഈ പറഞ്ഞിട്ട് അവർ ചിലപ്പോ നോട്ട് ചെയ്ത് വെച്ചാൽ അവർ മാറ്റാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അത് ആക്ച്വലി എന്താന്നുള്ളത് അന്വേഷിച്ച് അറിഞ്ഞാലാണ് പറ്റുള്ളൂ. അപ്പൊ സാരല്ല,
പറഞ്ഞു കുഴപ്പമില്ല അവർ നോക്കും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ സാരില്ലടാ, നോക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു എങ്ങനെയുണ്ടായിരുന്നു പൂജ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? റിപ്പീറ്റർ ആയിട്ട് എക്സാം എങ്ങനെയായിരുന്നു? റിപ്പീറ്റേഴ്സിന് എക്സാം ഭയങ്കര എളുപ്പമാവാനുള്ള ചാൻസ്. റിപ്പീറ്റേഴ്സിന് ഒന്നുമില്ല, നമ്മളിവിടെ PYQ നമ്മൾ 500 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, 500 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 500 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. ആ ക്വസ്റ്റ്യൻ ഓർത്താ പോലും കെമിസ്ട്രി 4-5 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഞാൻ ഇത് ഓപ്ഷൻസ് ആണെന്ന് ദൈവമേ വന്നിട്ടുണ്ട്. അത്രയും PYQs ആണ് കൊടുത്തിരിക്കുന്നത്. നന്നായി നിങ്ങൾ ഒന്നും ബേസിക് മാത്രം അറിഞ്ഞിട്ട് നിങ്ങൾ ഈ നമ്മുടെ PWന്റെ PYQ സെഷൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കിട്ടും. യെസ്, ഇൻവിജിലേറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ടാവും കേട്ടോ. യെസ്, ഓക്കെ. ഈ അൺസീൻ ടേൺ എല്ലാ ലൈവിലും വന്നിട്ട് മനസ്സിലാവുന്നില്ല. നമ്മള് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഓൺലൈനിൽ നമ്മള് എന്താ പറയാ കംപ്ലൈന്റ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. മനസ്സിലായോ? നമ്മൾ വിചാരിച്ചെങ്കിൽ നടക്കില്ല. അതൊന്നും മനസ്സിലാക്കിക്കോളാം. കാണുന്നവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു കാണുന്നവർക്ക് എക്സാം? എങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. എവിടെ രാവിലെ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്ന ആൻസർ കീയിലേക്ക് നമ്മൾ വരും. യെസ്, അതിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയണം. എന്നിട്ട് നമ്മൾ ആ ഒരു ഫുൾ സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആ ഫുൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ബിഫോർ ദാറ്റ് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഓരോ സബ്ജക്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റി എന്നുള്ളതൊന്നും നമ്മുടെ അടുത്തായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോളജി ആയിരിക്കും. ബയോളജി, ബോട്ടണി, സുവോളജി നമ്മുടെ ബ്ലസ്സി മിസ് സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ ലീവിലായതുകൊണ്ട് മിസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആരാ റേറ്റ്? അറിയില്ല. അവൻ അങ്ങനെയാണ്. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി ആദ്യം ബയോളജി ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക. പിന്നെ ഞങ്ങൾ കെമിസ്ട്രിക്ക് വരുന്ന കെമിസ്ട്രി സബ്ജക്ട് ഉണ്ടായിരിക്കും. പിന്നെ ഫിസിക്സ് ആയിരിക്കും ഉണ്ടാവുക. അതെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പൊ നിങ്ങൾ ആവേശം 2026ന്റെ റിസൾട്ട് ഇവിടെ കാണാനായിട്ട് പോവാണ് അല്ലെ. അപ്പൊ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് മക്കളെ നിങ്ങൾ ഒപ്പം സെറ്റ് ചെയ്ത് പോവാ. സോ നമ്മൾ അങ്ങോട്ട് മകമേനി ഫുള്ള് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരതി മാം അവിടെ ഉണ്ട്. യെസ്, Yes, on 2026. ഫാനാണ് അൺസീൻ ടേൺ. യെസ്, വന്ന് പറഞ്ഞായിരുന്നു. ആണല്ലേ, എല്ലാവരുടെ ലൈവിലും ഒരേ കമന്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, സോ നിങ്ങൾക്ക് ബയോളജി മിസ് വന്നിട്ടുണ്ട്. അതെ, അപ്പൊ എന്താണ് ഫുൾ ആൻസേഴ്സും ഇവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. കെമിസ്ട്രി റെഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ബയോളജിയിലെ പേപ്പർ മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് PYQ ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് വന്നിട്ടുണ്ട്. യെസ്, ബ്ലസ്സി മാം കാലിക്കറ്റ് ആണ് നമ്മളുടെ എക്സാം റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അതുകൊണ്ട് സുവോളജിയും ബോട്ടണിയും ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ആൻസർ കീ തരുന്നുണ്ടാവുക. യെസ് AJ, റെഡി? നമുക്കിനി അധികം സമയമൊന്നും കളയണ്ട. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആൻസർ കീയുടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. ആൻസർ കീയുടെ ഡിസ്കഷൻ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ. അപ്പൊ ബയോളജിയുടെ പേപ്പർ പറയുന്ന സമയത്ത് ബയോളജി വളരെ മോഡറേറ്റ് ആയിട്ടുള്ള, സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതിലെനിക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് തന്നെ വന്നിട്ടുണ്ടാവുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാച്ച് ദ ഫോളോയിങ് വന്നു. വളരെ എളുപ്പത്തിലുള്ള ഒബ്ജക്റ്റീവ് MCQs വന്നിട്ടുണ്ട്. അല്ല, ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബയോളജിയിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, ഓരോന്നും നമുക്ക് നോക്കാം. ഒന്ന് നോക്കിക്കൊള്ളുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെ, ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ നോക്കുന്ന കോഡ് ഏതാണ്? കോഡ് 12 ആണ് കേട്ടോ. കോഡ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ 12ാമത്തെ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 12th ആണ് കേട്ടോ നമ്മുടെ കോഡ് നമ്പർ. ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് എന്ന് പറയുന്നത് 12th ആണ്. ഓക്കെ, 12th ആണ്. ക്ലിയർ അല്ലേ? 12ാമത്തെ കോഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ 91st ക്വസ്റ്റ്യൻ. ഓക്കെ, ബയോളജിയിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ബോട്ടണിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബോട്ടണിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കിക്കോളൂ. അത് ഈവിൾ ക്വാഡ്രേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഈവിൾ ക്വാഡ്രേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, എയർ പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റി. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ,
കോ എക്സ്റ്റിങ്ഷൻ, യെസ്, ഇത് 4 കറക്റ്റ് ആണ്. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, എയർ പൊല്യൂഷൻ ഇല്ല, വീണ്ടും ഇതെന്താണ്, തെറ്റാണ്. ഇനി ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, സോയിൽ പൊല്യൂഷൻ, വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ കേട്ടോ, 91 നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലെ? 91st ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഈവൽ ക്വാഡ്രേറ്റിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. കോഡ് നമ്പർ 12. ഓക്കെ, കോഡ് നമ്പർ 12 ആണ് കേട്ടോ, ഓർത്തിരിക്കാം. അടുത്തത് നോക്കുക 92 അല്ലെ, ക്വസ്റ്റ്യൻ നമ്പർ 92 നോക്കുന്ന സമയത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സൈറ്റ് ഫോർ ആക്റ്റീവ്, ഇതും ബോട്ടണി ആണ് അല്ലെ, ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. RNA സിന്തസിസ്, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കൊന്ന് ഇന്നലത്തെ ലൈവിൽ, ഇന്നലെയല്ല മെനിനാളത്തെ ലൈവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഉത്തരം വരുന്നത്? RNA സിന്തസിസ് നടത്തുന്ന ആരാണ്? ന്യൂക്ലിയോലസ്. ഓപ്ഷൻ 1. ഓക്കെ, എന്താണ്? ന്യൂക്ലിയോലസ്. ക്ലിയർ അല്ലേ? ന്യൂക്ലിയോലസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, മാച്ച് ദ ഫോളോയിങ് ആണ്. സെയിം ക്വസ്റ്റ്യൻ PYQ ഉണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 250 ടോപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ആണ്. G1 ഫേസിൽ എന്താണ്, S ഫേസിൽ എന്താണ്, G2 ഫേസിൽ എന്താണ്, M ഫേസിൽ എന്താണ്? മാച്ച് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ B ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ B എന്താണ്, ഡിഫറെന്റ് ആയിട്ട് 4 ഓപ്ഷൻ ആണ്, 1 2 3 4 അല്ലെ. ഇനി ഇതിൽ നോക്കിക്കോളാം, S ഫേസ്, B മാത്രം നോക്കിയാൽ മതി. S ഫേസ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഈ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റുമായിരുന്നു. സെൽ metabolically active and continuously grows but does not replicate DNA. ഇതല്ല, നമ്മുടെ S ഫേസിൽ എന്താണ് വരിക? സിന്തസിസ് ആണ് വരിക. S4S അല്ലെ, സിന്തസിസ് ആണ്. അപ്പൊ B3 വരണം. B3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ നമ്പർ 1. 93rd ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് കേട്ടോ. യെസ് അമൃത, നമ്മുടെ കട്ട് ഓഫ് ഈസി പേപ്പർ ആയതുകൊണ്ട് എനിക്കൊന്ന് എല്ലാവരും പറയുന്നത് ഈസി ആണെന്നാണ്. ഫിസിക്സും ഈസിയാണ്, കെമിസ്ട്രിയും ഈസിയാണ്, ബയോളജിയും ഈസിയാണ്. എല്ലാം ഈസി ആണെങ്കിൽ എന്തായാലും കട്ട് ഓഫ് എന്താണ്, കൂടാനാണ് സാധ്യത. ക്ലിയർ അല്ലേ? ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ എളുപ്പമുള്ള, ഞാൻ പറഞ്ഞാൽ ഒരുപാട് PYQs ചോദിച്ചിട്ടുള്ള, ഡയറക്റ്റ് PYQ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. NTA നിങ്ങൾക്ക് ഒരുപാട് PYQs എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ചെയ്യാനൊക്കെ ആയിട്ട് ട്വീറ്റിലൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി അവർ ഉദ്ദേശിച്ചത് എന്താണ്, ഇതേപോലെയുള്ള എളുപ്പമുള്ള പേപ്പർ ആയിരിക്കും മക്കളെ എന്നാണ് NTA പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? റെഡി ആണല്ലോ? യെസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 94th ക്വസ്റ്റ്യൻ ആണ്. 94th ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇത് മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതും എന്താണ്, പ്രൊഡക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് പ്രൈമറി, ഗ്രോസ് പ്രൈമറി. ഗ്രോസ് പ്രൈമറി എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. ഗ്രോസ് പ്രൈമറി എന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടേം ഉണ്ടാവണം. B എന്താണ്? 4 ആണ്. B4 ആയിട്ടുള്ള ഓപ്ഷൻ നോക്കാം. B4 ആയിട്ടുള്ള, സോറി നെറ്റ് അല്ല അല്ലെ, നോക്കിക്കോളെ ഒന്ന് നോക്കുക. C4 ആയിരിക്കണം. C4 ആയിട്ടുള്ള ഓപ്ഷൻ, C4 ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി ബാക്കി കൂടെ നമുക്ക് നോക്കാം. ബാക്കി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. നോക്കിക്കോളുക നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെ. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ലോസ് ഉണ്ടാവണം. സോ B എന്താണ്? 1 ആണ്. B1 ആയിരിക്കണം. B1 ആണ്. സോ ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, 94ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ? ഓപ്ഷൻ നമ്പർ 2. ഇനി അടുത്തത് നോക്കിക്കോളാം. 95th ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. 95th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ബീയിങ് കട്ട് ആൻഡ് ക്ലിയർഡ് ഫോർ കൾട്ടിവേഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ബീയിങ് കട്ട് ആൻഡ് ക്ലിയർഡ് ഫോർ കൾട്ടിവേഷൻ ഫോർ സോയാബീൻസ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാബിറ്ററ്റ് ലോസിൽ അല്ലെ. അടുത്തത് നോക്കുക. സ്റ്റെല്ലാർ സീ കൗ ആൻഡ് പാസഞ്ചർ പീജൻ ബിക്കം എക്സ്റ്റിങ്ക്ട് ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻസ്. ഇതും ശരിയാണ്. The Nile perch introduced into Lake Victoria in East Africa helped in population growth അല്ല, ഡിക്ലൈൻ ആണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇത് തെറ്റാണ്. വാട്ടർ ഹയാസിൻത് is an invasive species. ഇതും ശരിയാണ്. ABD ശരിയാണ്. When a species become extinct, the plant and animal species associated with it are നോട്ട് എഫക്റ്റഡ് അല്ല. കോ എക്സ്റ്റിങ്ഷനിൽ എന്താണ്, അവർ എഫക്റ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾസോ റോങ്. എന്താണ് വരിക? A, B and D ആണ് വരിക കേട്ടോ. A, B and D ആണ് വരിക. ക്ലിയർ അല്ലേ? A, B and D. ഓപ്ഷൻ 2 ആണ് വരുന്നത്. അടുത്തത് നോക്കുക. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബയോമോളിക്യൂൾ ആണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബയോമോളിക്യൂൾ ആണ്. ലിപ്പിഡ്സ് ആർ ജനറലി വാട്ടർ സോല്യൂബിൾ. ലിപ്പിഡ് വാട്ടർ സോല്യൂബിൾ ആണോ? അല്ല. റൈറ്റ്, അല്ല. ഇനി പ്രോട്ടീൻസ് ആർ പോളിപെപ്റ്റൈഡ്സ്. അതെ, ശരിയാണ്. പോളിസാക്കറൈഡ്സ് ആർ ലോങ് ചെയിൻ ഓഫ് ഷുഗേഴ്സ്. ശരിയാണ്. എഡിനിൻ ആൻഡ് ഗ്വാനിൻ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരമിഡിൻസ് അല്ല, പ്യൂരിൻസ് ആണ്. തെറ്റാണ്. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. യെസ്, ഇതും ശരിയാണ് അല്ലെ, ഇതും ശരിയാണ്. അപ്പം എന്താണ്? എ, ബി, ഇ ശരിയാണ്. ഇവിടെ നമുക്ക് എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? സോറി, എ അല്ല, ബി, സി, ഇ ശരിയാണ്. ബി, സി, ഇ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 2. റൈറ്റ്. ഇപ്പൊ 96th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ് ഉത്തരം വരിക. ഓപ്ഷൻ 2. ഓക്കെ, 96th ഓപ്ഷൻ 2. അടുത്തത് നോക്കുക, ഹൗ മെനി ATP. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ചെയ്തത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിക്കോളൂ. ഹൗ മെനി ATP and NADPH molecules are required to make one molecule of glucose? One molecule of glucose through Calvin pathway. 97th question ആൻസർ എന്താണ് വരിക? 18 ATP, 12 NADPH. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, റൈറ്റ്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് true. Okay, not true regarding restriction endonuclease. Not true ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ് വരിക? They are called molecular scissors. ഇത് ശരിയല്ലേ? And these are the enzymes responsible for restricting the growth of bacteriophages in E. coli. Okay, they cut the DNA only at the center. ഇത് തെറ്റല്ലേ? Only at the center ആണോ? അല്ല. Right, only at the center ആണോ? അല്ല. ഇനി അടുത്ത നോക്കാം. They remove nucleotides. ഇതും ശരിയാണ് കേട്ടോ. They remove nucleotides only from the ends of DNA fragments. ഇതും എന്താണ്? ശരിയല്ല അല്ലെ, ഇതും തെറ്റാണ്. എൻഡിൽ നിന്ന് മാത്രമല്ല വിത്തിനും എന്താണ് റിമൂവ് ചെയ്യാറുണ്ട്. They recognize specific palindromic. ഇത് ശരിയാണ്. C and D ആണ് not true ആയിട്ട് വരുന്നത്. C and D എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ 3 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 3. 98 ഏതാണ്? ഓപ്ഷൻ നമ്പർ 3. അടുത്തത് നോക്കിക്കോളാം, മാച്ച് ലിസ്റ്റ് 1. 99 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ ഇൻടു ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആണ് അല്ലെ വരിക? ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. A3 ആണ് വരിക. A3 രണ്ട് ഓപ്ഷനിലുണ്ട്. അടുത്ത് നോക്കാം, ഡെട്രിറ്റസ് എന്താണ്? ഡെട്രിറ്റസ് എന്ന് പറഞ്ഞാൽ ഡെഡ് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഫീക്കൽ മാറ്റർ. B4 ആണ് വരിക അല്ലെ? B4. യെസ്, ഓപ്ഷൻ 3 ആണ് കേട്ടോ. 99 എന്താണ്? ഓപ്ഷൻ 3 ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇത്രയും കറക്റ്റ് ആണോ നിങ്ങളുടെയൊക്കെ? ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ മക്കളെ? ആണെങ്കിൽ ഒന്ന് പറയണേ നമ്മളുടെ ലൈവ് സെഷനിൽ. അടുത്ത നോക്കുക, 100th ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ദ ഓവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ എനി ഓവറി വാൾ? ആരാണ്? ജിംനോസ്പേമിന്റെ കാര്യമാണ് പറയുന്നത്. ജിംനോസ്പേമിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ സെലാജിനൽ ഇല്ല, ഫ്യൂണേറിയ ഇല്ല. യെസ്, ആരാണ്? പൈനസിന്റെ കേസാണ് പറയുന്നത് അല്ലെ? പൈനസ്. റൈറ്റ്. 100th ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വരിക? പൈനസ് ആണ് വരിക. പൈനസ്. വോൾഫി അല്ല. വോൾഫി എന്താണ്? ആൻജിയോസ്പോംസിൽ വരുന്നതാണ്. സോ ആൻസർ എന്താണ്? 100ന്റെ ആൻസർ 3 ആണ് വരുന്നത്. അടുത്തത് നോക്കാം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, ഇതും ഈസിയാണ്. നോക്കുക, മാർജിനൽ പ്ലാസന്റേഷൻ ആരിലാണ് കാണുന്നത്? പിയിലാണ് കാണുന്നത് അല്ലെ? എ എന്താണ്? എന്തായാലും 2 ആണ് വരിക. A2 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ 3. ഈസി. സോ 101 എന്താണ്? 101ന്റെ ആൻസർ 101ന്റെ ആൻസറും എന്ത് തന്നെയാണ്? 3 ആണ്. 3. ഓക്കെ, 101 കോഡ് നമ്പർ ഏതാണ്? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നമ്പർ നമ്മൾ 12 ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ കോഡ് 12 ആണ്. 12ൽ 101 എന്താണ്? 3 ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കുക, 102. ഓക്കെ, 102യുടെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻജിയോസ്പേംസ് റൂട്ട് ഹെയർസ് അറൈസ് ഫ്രം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഓഫ് ദ റൂട്ട്? ഏത് റീജിയനിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്? ഏതാണ്? റൂട്ട് ക്യാപ്പിലല്ല, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലല്ല, ഇലോങ്ങേഷനിലല്ല. ഏറ്റവും അവസാനത്തെ ലെയർ ആണ്. ഏതാണ്? റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ നിന്നാണ് റൂട്ട് ഹെയർസ് അറൈസ് ചെയ്യുന്നത്. അടുത്ത 103ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 103rd ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്? ഓക്കെ, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് plant cells in the phase of elongation. ഇലോങ്ങേഷന്റെ സമയത്ത് നമുക്ക് യെസ്, which one of the following is not characteristics of plant cells in the phase of elongation? ഏതാണ് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്? ഏതാണ് വരിക? ഓപ്ഷൻ 2 അല്ലെ? ലാർജ് കോൺസ്പിക്വസ് ന്യൂക്ലിയസ് ആണ് വരിക. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഒന്ന് ചോദിക്കാം കേട്ടോ. ഒന്ന് ചോദിക്കണേ. യെസ്, ഓക്കെ, റെഡി. Yes.
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണേ 104. ഓക്കെ, 104. അപ്പം എനിക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് മക്കളെ, ഒരു മിനിറ്റ്. 104th ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കുകയാണ്. 104 ഏതാണ് നോക്കിക്കോളാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റെഫറൻസ് ടു എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റുമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കോളാം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇൻ DNA ഇസ് ഡിഫൈൻഡ് primarily by 3 regions. ഏതാണ്? പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ. ഇത് ശരിയല്ലേ? മോളിക്കുലാറിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, ഇത് ശരിയാണ്. ഇനി ഇത് പ്രൊമോട്ടർ എവിടെയാണ്? 5' എൻഡിലാണ് കാണാനായിട്ട് പറ്റുക. പ്രൊമോട്ടർ ഇസ് എ DNA sequence that provide binding site. RNA polymerase വന്ന് ബൈൻഡ് ചെയ്യുന്നത് പ്രൊമോട്ടറിലോട്ടാണ്. The promoter defines the template and coding strands. Okay, the promoter defines the template and coding strands. Yes, it defines the template and coding strand. Okay, ഇനി അടുത്തത് നോക്കുക. The terminator is located towards the 3' end. Okay, 3' end of the coding strand, and it defines the end of the process of transcription. Okay, end of the process of transcription. ഇതും ശരിയാണല്ലോ, എല്ലാം ശരിയാണല്ലേ? All of them are true. Yes, അപ്പൊ എന്താണ്? A, B, C, D, E. Yes, എല്ലാം വരണം. 104 എന്താണ്? 1 ആണ് കേട്ടോ വരിക. 1 ആണ്. A, B, C, D and E. Okay, A, B, C, D and E ആണ് വരിക ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ആൽഫ ഹെലിക്സ് is found in which level of protein structure? ഏത് ലെവലിലാണ് നമുക്ക് ആൽഫ ഹെലിക്സ് കാണാനായിട്ട് സാധിക്കുക? ആൽഫ ഹെലിക്സ് കാണുന്നത് സെക്കൻഡറി സ്ട്രക്ചറിലാണ് അല്ലെ? സെക്കൻഡറി സ്ട്രക്ചർ ഓപ്ഷൻ 4 കേട്ടോ. 105 ഏതാണ് ആൻസർ? ഓപ്ഷൻ 4 ആണ്. യെസ് ശ്രീറാം. ലൈവ് മാത്രമല്ല, നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യക്കീൻ. ഓക്കെ, യക്കീൻ ബാച്ച് 2027 റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ യക്കീൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റേഴ്സ് ആൻഡ് +2 ഓൺഗോയിങ് സ്റ്റുഡൻസിന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യക്കീൻ. ഓക്കെ, യെസ്, റെഡി. അടുത്ത നോക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ 106 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് എമിനോ ആസിഡ്സ്? കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീത്തേൻ. ശരിയാണ്. സെറീൻ ഇസ് എൻ ആരോമാറ്റിക് എമിനോ ആസിഡ്. തെറ്റാണ് അല്ലെ? സെറീൻ ആരോമാറ്റിക് അല്ല. ഇനി നോക്കുക, വാലിൻ എന്താണ്? ന്യൂട്രൽ ആണ്. ദിസ് ഇസ് കറക്റ്റ്. ലൈസിൻ അസിഡിക് ആണ്. ലൈസിൻ ബേസിക് ആണ്. സോ ദിസ് ഇസ് ഓൾസോ റോങ്. അപ്പൊ എന്താണ്? A and C ആണ് കറക്റ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറക്റ്റ് തന്നെയാണ്. സോ 106ന്റെ ആൻസർ എന്താ മക്കളെ വരിക? എയും സിയും ആണ് വരേണ്ടത്. എയും സിയും ഉള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ് അല്ലെ? 106 ഓപ്ഷൻ 3 ആണ്. അടുത്തത് നോക്കുക. The main function of bulliform cells. The main function of bulliform cells എന്താണ്? To make the leaf impermeable to fungal spore. ആണോ? അല്ല. ലീഫ് കേളിംഗ് ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ? ലീഫ് കേളിംഗ്. അടുത്ത നോക്കുക. ടു പെർഫോം ഫോട്ടോസിന്തസിസ് ആണോ? അല്ല, അത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ടു മിനിമൈസ് അല്ലെങ്കിൽ അത് മീസോഫിൽ സെൽസ് ആണ് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. ടു മിനിമൈസ് വാട്ടർ ലോസ്. യെസ്, വാട്ടർ സ്ട്രെസ്സിലാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. 107 എന്താണ്? ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരിക കേട്ടോ. ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ അല്ല. 107 ഓപ്ഷൻ നമ്പർ 3 ആണ്. ഇനി ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫോട്ടോസിന്തസിസ് ഫ്രം ദ ഫോളോയിങ്. ദ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്? PS1 ആണോ? അല്ല, PS2 ആണ്. അത് തെറ്റാണ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. C4 plants use the C3 pathway. C4 plants use the C3 pathway of CO2 fixation as the main biosynthetic. Yes, C4ലും C3 pathway നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. എവിടെയാണ് നടക്കുന്നത്? നമ്മളുടെ ബണ്ടിൽ ഷേപ്പ് സെല്ലിൽ അല്ലെ? ഇനി നോക്കുക. ഇൻ C4 plants photo respiration does not occur. ഇതും ശരിയാണ്. C3 plants exhibit Kranz anatomy. ഇതും ശരിയാണല്ലോ അല്ലെ? സോറി C3 plants does not exhibit. C4 plant ആണ്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ? തെറ്റാണ്. അടുത്ത നോക്കുക. ATP synthesis in chloroplast occurs through chemiosmosis. ഇതും കറക്റ്റ് ആണ്. സോ എന്താണ് ഉത്തരം വരിക? എയും വരണം. ഇൻകറക്റ്റ് ആ ചോദിച്ചിരിക്കുന്നത്. എയും വരണം, ഡിയും വരണം അല്ലെ? A and D വരണം. A and D വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 2 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. 108 ഓപ്ഷൻ നമ്പർ 2 ആണ്. അടുത്തത് നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇനി നമ്മളിത് നോക്കുന്ന സമയത്ത് എളുപ്പം എന്താണ്? വേറെ ഓപ്ഷൻസ് ഉണ്ടോ ഇവിടെ? നമുക്ക്
യെസ്, എല്ലാം എന്താണ് സിമിലർ ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഓരോന്നായിട്ട് ചെയ്തിട്ട് പോകാം കേട്ടോ. നോക്കിക്കോളാം. 109 എന്ന് പറയുന്നത് കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ബിറ്റ്വീൻ എന്താണ് സൈലം ആൻഡ് ഫ്ലോയം, അതല്ലേ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ എ എന്തായിരിക്കണം? 3 ആയിരിക്കണം. A3 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത നോക്കുക, ബി 2ലും 4 ആയതുകൊണ്ട് ബി ചെക്ക് ചെയ്യേണ്ട, സി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സബ്സിഡിയറി സെൽ എന്താണ്? ഗാർഡ് സെല്ലിന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. സോ C1 ആണ്. C1 ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3. സോ 109ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഇനി 110ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, 110th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഏതാണ്? BT കോട്ടൺ ആണ് അല്ലെ. A2 വരണം. A2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അടുത്തത് തെർമോസ്റ്റേബിൾ DNA പോളിമറേസ് ഏതാണ്? തെർമസ് എക്വാട്ടിക്കസ് ആണ്. B3 വരണം. B3 വരണം. ഓപ്ഷൻ നമ്പർ 3 ആയിരിക്കും അപ്പൊ ഉത്തരം വരിക. 110 എന്താണ്? ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത് അല്ലെ. ഓപ്ഷൻ നമ്പർ 3 ആണ്. ഇനി ഹെറ്ററോഫിലസ് development in the response to environment is an example of which of the following phenomenon? എന്താണ് ഹെറ്ററോഫില്ലി? എന്തിന്റെ എക്സാമ്പിൾ ആണ്? പ്ലാസ്റ്റിസിറ്റിയുടെ എക്സാമ്പിൾ ആണ്. 111. ഓക്കെ, 111ന്റെ ആൻസർ എന്താണ്? 4 ആണ്. 4 റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 112 ആണ്. റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് വരിക? ദ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ അല്ല, ഇതാണ് സൈമോസ് ആണ്. ദ ഗ്രോത്ത് ഇസ് ലിമിറ്റഡ്, തെറ്റാണ്. ഗ്രോത്ത് എന്താണ്? ഇൻഡെഫിനിറ്റ് ആണ് റെസിമോസിന്റെ കേസിൽ അല്ലെ. ഇനി നോക്കുക, ഫ്ലവേഴ്സ് ആർ ബോൺ ഇൻ ആൻ ആക്രോപെറ്റൽ സക്സഷൻ വിച്ച് ഇസ് കറക്റ്റ്. അടുത്തത് ഫ്ലവേഴ്സ് ആർ എന്താണ്? സോളിറ്ററി അല്ല. സോ ഇതും തെറ്റാണ്. സോ ഉത്തരം എന്താണ് വരിക? ഓപ്ഷൻ 3 ആണ് കേട്ടോ. 112 ഓപ്ഷൻ നമ്പർ 3. ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസോർഡേഴ്സ് ഇസ് കോസ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ? ഏതായിരുന്നു ആ ഡിസീസ്? ഗ്ലൂട്ടാമിക് ആസിഡ് മാറിയിട്ട് അവിടെ വാലിൻ വരിക അല്ലെ. ഹീമോഗ്ലോബിന്റെ ബീറ്റാ ഗ്ലോബിൻ ചെയിനില് ഏതാണ് ആ അസുഖം? സിക്കിൾ സെൽ അനീമിയ. ഈസി അല്ലേ? സിക്കിൾ സെൽ അനീമിയ അതൊക്കെ മിസ് ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ. എന്താണ് ഉത്തരം വരുന്നത്? സിക്കിൾ സെൽ അനീമിയ ആണ് കേട്ടോ. 3. അടുത്തത് നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, ഇത് നമ്മുടെ ജെനറ്റിക്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആരാ കാണിക്കുന്നത്? ഫ്ലവറിൽ അല്ലെ. ആന്ററിനം ഫ്ലവറിലാണ്. സോ എ എന്താണ് വരിക? 2 ആണ് വരിക. A2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അടുത്തത് കോ ഡോമിനൻസ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് കാണിക്കുന്നത്. B4 വരണം. B4 2ലും ഉണ്ട് അല്ല. യെസ്, ആൻസർ കിട്ടിയല്ലേ. ഓപ്ഷൻ 1 ആണ്. നോക്കാം. 114 ഫസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. കറക്റ്റ്. 114 ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത നോക്കിയേ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഡെവലപ്മെന്റൽ സീക്വൻസ് റിലേറ്റഡ് ടു മൈക്രോസ്പോറോജെനസിസ്. ഓക്കെ, ആദ്യം എന്ത് വരണം? സ്പോറോജെനസ് ടിഷ്യൂ വരണം. ബി വരണം. ബി ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഡി ആണെന്നുള്ളത് 2ലും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോളൻ മദർ സെൽ ഉണ്ടാവണം. പോളൻ മദർ സെൽ എന്തിനു ഫോം ചെയ്യണം? മൈക്രോസ്പോർ ടെട്രാഡ് അല്ലെ. AC വരണം. അപ്പം ഓപ്ഷൻ നമ്പർ 3 ആണ് കേട്ടോ. 115 എന്താണ് ആൻസർ വരിക? 115 ഓപ്ഷൻ നമ്പർ 3 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ നമ്പർ 3 ആണ് ആൻസർ വരുന്നത്. ഇനി 116ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ് ഇൻ കറക്റ്റ് സീക്വൻസിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് നോക്കാം. ആദ്യം എന്താണ്? ഐസൊലേഷൻ ഓഫ് DNA ആണ്. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. അപ്പം A കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരേണ്ടത് E ആണ്. A കഴിഞ്ഞ് നെക്സ്റ്റ് E വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത നോക്കിക്കോളാം. ട്രാൻസ്ഫറിങ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻസ് ആണ് അടുത്തൊരു പ്രോസസ് എന്ന് പറയുന്നത്. അത് ഇതാണ്. C ആണ്. സോ ഓപ്ഷൻ നമ്പർ 1 ട്ടോ. ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. 116ാമത്തെ ക്വസ്റ്റ്യൻ 116th ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മളുടെ ആൻസർ വരുന്നത് അല്ലെ. റെഡി? അടുത്തത് നോക്കിക്കോളാം. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ്. എക്സ്പ്ലോറിംഗ് molecular genetic and species level diversity. Okay, exploring molecular genetic and species level diversity for products of economic importance is called. അതിന് എന്തായിരുന്നു നമ്മൾ വിളിക്കുക? നമ്മളിത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ ആ ബയോഡൈവേഴ്സിറ്റി ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഉത്തരം വരിക? ബയോ പ്രോസ്പെക്ടിംഗ് ആണ് കേട്ടോ. 117ന്റെ ഉത്തരം എന്താണ്? ബയോ പ്രോസ്പെക്ടിംഗ് ആണ്. റൈറ്റ്. അടുത്തത് നോക്കിക്കോളാം. 118ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 118th ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളാം. എന്താണ് ഉത്തരം വരുന്നത്? Which of the following statements are true with reference to എന്താണ്? സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബി അല്ലെ. ഹണി ബീയിലത്തെ സെക്സ് ഡിറ്റർമിനേഷന്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ഓഫ് സ്പ്രിംഗ് ഫോംഡ് ഫ്രം ദ യൂണിയൻ ഓഫ് സ്പേം ആൻഡ് എഗ്. ഇത് ഡിപ്ലോയിഡ് ആണെങ്കിൽ അത് ആരാണ്? ഫീമെയിൽ ആണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റൈറ്റ്.
ട്രൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ആൻഡ് അൺഫെർട്ടിലൈസ്ഡ് എഗ് ഡെവലപ്സ് ഇൻ ആസ് എ മെയിൽ, ഇതും ശരിയാണ്. A male has half the number of chromosomes, ഇതും ശരിയാണ്. Males produce sperms by meiosis, no, meiosis നടക്കണ്ടല്ലോ, ഓൾറെഡി അവർ ഹാപ്ലോയിഡ് ആണ്, റൈറ്റ്. പിന്നെ ഹണി ബീസ് ഹാവ് എ ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ സിസ്റ്റം, ഇതും ശരിയാണ്. ഡി ഒഴിച്ച് ബാക്കി എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ഡി ഉള്ള എല്ലാ ഓപ്ഷൻസും ഞാൻ കട്ട് ചെയ്യുവാണേ. ഡി ഉള്ള ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്തു. എന്താണ് ആൻസർ വരിക? 118th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ, 4 ആണേ. 4th ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? 4th ഓപ്ഷൻ. അടുത്തത് നോക്കുക, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ ഈച്ച് സൈക്കിൾ ഓഫ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്റെ മക്കളെ, ഞാൻ ഇന്ന് രാവിലത്തെ റാപ്പിഡ് റിവിഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. എങ്ങനെ ഓർത്തിരിക്കുക? ഡേ എന്ന് പറഞ്ഞ് ഓർത്തിരിക്കുക കേട്ടോ. ഡേ എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കാം. DAE, ഡീനേച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ, ഇങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 119 എന്താണ്? 1 ആണ് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടോ. 120th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. Which of the following statements are correct with respect to DNA separation, isolation and visualization? The cutting of DNA is done by molecular scissors. Yes, ഇത് ശരിയാണ്. The DNA നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. The DNA fragments separate according to their size in an agarose gel upon electrophoresis, right? The DNA fragments സെപ്പറേറ്റ്, എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദെയർ സൈസ്, ഇതും ശരിയല്ലേ? ഇതും ശരിയാണ്. അടുത്ത് നോക്കുക, ദ സെപ്പറേറ്റഡ് DNA fragments can be seen without staining. ഇവിടെ തെറ്റി, സ്റ്റെയിൻ ചെയ്യണം. എഥീഡിയം ബ്രോമൈഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെയിൻ ചെയ്യണം. The separated DNA fragments when stained with ethidium bromide can be seen in visible ലൈറ്റിൽ കാണാൻ പറ്റില്ല, UV റേഡിയേഷൻ കൊടുക്കണം. ഇതും തെറ്റാണ്, ഡിയും തെറ്റാണ് കേട്ടോ. അപ്പം ആൻസർ എന്താണ് വരിക? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. A and B എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, ഓപ്ഷൻ നമ്പർ 4. ഏതാണ് ക്വസ്റ്റ്യൻ? 120th എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ നമ്പർ 4 ആണ്. ഇനി 121 നമുക്കൊന്ന് നോക്കാം. Yes, the main criteria used for 5 kingdom classification proposed by R.H. Whittaker. എന്താണ്? സെൽ സ്ട്രക്ചർ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ. യെസ്, ഫിസിക്സ് ടഫ് ആയിരുന്നോ? ഫിസിക്സ് മിസ് പറഞ്ഞിരിക്കുന്നത് ഈസി ആണെന്നാണ്. ഓക്കെ, അപ്പം മക്കളെ നോക്കിക്കോളാം. ഇതിന്റെ ഉത്തരം എന്താണ് വരിക? ഇതിന്റെ ഉത്തരം സിമ്പിൾ അല്ലേ? ഇത് ഞാൻ ഇന്ന് രാവിലത്തെ റാപ്പിഡ് റിവിഷനിൽ നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം. ഒന്ന് നോക്കിക്കോളാം. സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, ഫ്ലജെല്ലം ഇല്ല. സി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ സി ഉള്ള ഓപ്ഷൻ തെറ്റാണ്. സി ഉള്ള ഓപ്ഷൻസ് രണ്ടും തെറ്റാണ്. ഇനി ഡി ശരിയാണോ നോക്കിയാൽ മതി. യെസ്, ഡി ഉണ്ട്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം എന്താണ്? ഓപ്ഷൻ 1 ട്ടോ. 121 ഓപ്ഷൻ 1 ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ 1 ആണ്. ഇനി 122ന്റെ ഉത്തരം നോക്കിയേ. 122, which one of the following is a triploid cell? ഇതിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, സ്വപ്നങ്ങളിൽ മാത്രം. ഏതാണ് ട്രിപ്ലോയിഡ് സെല്ല്? 3N കണ്ടീഷനിലുള്ള സെൽ ഏതാണ്? പ്രൈമറി എൻഡോസ്പേം സെൽ അല്ലേ? ഓപ്ഷൻ നമ്പർ 2. 122nd ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ 2 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ നമ്പർ 2 ആണ്. അടുത്തത് നോക്കിക്കോളാം. 123rd ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 123rd. ഓക്കെ, 123rd, which of the following statements are correct with reference to packaging of DNA helix? DNA പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 molecules called histone octamer. ഇത് ശരിയാണ്. ഹിസ്റ്റോൺസ് ആർ നെഗറ്റീവ്ലി, തെറ്റി. ഹിസ്റ്റോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ്, ലൈസിൻ ആൻഡ് ആർജിനിൻ, ശരിയാണ്. പിന്നെ എന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്? ദ പോസിറ്റീവ്ലി ചാർജ്ഡ് DNA is wrapped around the histone octamer to form ന്യൂക്ലിയോസോം. ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത് ഇവിടെയാണ്. DNA ബാക്കിയെല്ലാം ശരിയാണ്, പക്ഷെ DNA എന്തല്ല? പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ല, നെഗറ്റീവ്ലി ചാർജ് ആണ്. അപ്പൊ ഡി എന്താണ്? തെറ്റി അല്ലെ? ഡിയും തെറ്റി. The packaging of chromatin at higher levels requires an additional set of proteins called as non-histone chromosomal protein. ഇതും ശരിയല്ലേ? ഇത് മൂന്നും ശരിയാണ്. എയും ബിയും ഇയും ശരിയാണ്. സോറി, എയും സിയും ഇയും ശരിയാണ് അല്ലെ? ബി തെറ്റാണ്, ബി തെറ്റാണ്, ഡി തെറ്റാണ്. സോ എ, സി ആൻഡ് ഇ. A, C and E ഓപ്ഷൻ നമ്പർ 2 ആണ് കേട്ടോ. 123rd എന്താണ്? ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇനി 124, which of the following is an in situ conservation? Inside, same question നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. എന്താണ്? സീക്രട്ട് ഗ്രൂവ് ആണ് വരിക അല്ലെ? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇൻസിറ്റു ഏതാണ്? സീക്രട്ട് ഗ്രൂവ് ആണ്. ബാക്കി 3 എന്താണ്? ബാക്കി 3ഉം എക്സിറ്റു ആണ്. ബാക്കി 3ഉം എക്സിറ്റു കൺസർവേഷൻ ആണ് കേട്ടോ. 124 കഴിഞ്ഞ്. ഇനി അടുത്ത് നോക്കാം. ഇൻ ദ ലാക്ക് കോപ്പർ ഓൺ സെഡ് ജീൻ. ഇതും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു റാപ്പിഡ് റിവിഷന്റെ സമയത്ത്
ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് എന്നുള്ളത്. സെഡ് ജീൻ എന്താണ്, ZYA പഠിച്ചിട്ട് പോകണേ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിരുന്നു. സെഡ് എന്താണ്, ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്, ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, 125 ഓപ്ഷൻ നമ്പർ 4. അടുത്തത് നോക്കിക്കോളാം, 126 ആണ് നമ്മൾ നോക്കുന്നത്. 126 ആണ് നോക്കുന്നത്. 240 സെയിം ക്വസ്റ്റ്യൻ, ഇതും PYQ ആണ്. സെയിം ക്വസ്റ്റ്യൻ, ഇതൊക്കെ PYQs ആണ്. ഒരുപാട് PYQs വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളാം, എന്താണ് 240 ഹെർബിസൈഡ് ഡയറക്റ്റ് A3 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, 126 എന്താണ് വരിക, ഓപ്ഷൻ നമ്പർ 3 ആണ് വരിക. 126 എന്താണ്, ഓപ്ഷൻ നമ്പർ 3. 126 അല്ലേ നമ്മൾ ചെയ്തത്. ഓക്കെ, 127 നോക്കിക്കോളാം കേട്ടോ. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്പ്. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്പ് ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷന്റെ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം എന്തായാലും എന്താണ്, ഐസൊലേഷൻ ഓഫ് സെൽ ആയിരിക്കും അല്ലെ. അപ്പൊ D വരണം. D ആണ് ഫസ്റ്റ് വരേണ്ടത്. D ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി A ആണോ B ആണോ നോക്കാം. B എന്താണ്, ഐസൊലേഷൻ ഓഫ് നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ്. A എന്താണ്, ഡൈജഷൻ ഓഫ് സെൽ വാൾ. യെസ്, സെൽ എടുത്തതിന് ശേഷം അതിന്റെ സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്ത് വെറും പ്രോട്ടോപ്ലാസ്റ്റ് ആക്കിയിട്ട് മാറ്റണ്ടേ. സോ A ആണ് വരിക, DA വരും. ഓക്കെ, D വരും, പിന്നെ വരുന്നത് A ആണ്. DA വരുന്ന ഓപ്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ 2. 127 ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇനി 128 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, റെസ്പിറേറ്ററി കോഷ്യന്റ് കണ്ടുപിടിക്കാനാണ്. ഈ തന്നിരിക്കുന്നതിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരുന്നു ഫോർമുല, കാർബൺ ഡൈ ഓക്സൈഡ് ബൈ O2 അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ബൈ O2, കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മക്കളെ വരുന്നത്, 102 ബൈ 145 ആണ്. അപ്രോക്സിമേറ്റ്ലി 0.7 വരും, 0.7 വരും. സോ ഉത്തരം എന്താണ് വരിക, 128ന്റെ ഉത്തരം എന്ന് പറയുന്നത്, യെസ്, 128ന്റെ ഉത്തരം ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഓപ്ഷൻ നമ്പർ 2 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ, 128 ഓപ്ഷൻ നമ്പർ 2. അടുത്തത് നോക്കാം, 129. ഓക്കെ, 129th ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. സിൻസ് ദി ഒറിജിൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് there have been 5 episodes of mass extinction of species. How is the 6th extinction which is in progress different from the previous episode? എന്താണ് ഡിഫറൻസ് വരുന്നത്, എന്താണ് ഡിഫറൻസ് വരുന്നത്? The current species extinction rate are far lower ആണോ, ലോവർ അല്ല, കൂടുതലാണ്. The present species extinction rates are 100 to 1000 times faster. ഇത് നമ്മുടെ NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. This is right. The present net species extinction rate is 0 അല്ല. The current species extinction rate is nearly 10 times faster. 10 അല്ല, 100 to 1000 times faster ആണ്. ഓപ്ഷൻ നമ്പർ 2 ആണ് കേട്ടോ. 129 എന്താണ് വരിക, ഓപ്ഷൻ നമ്പർ 2. ഇനി 130 നമ്മൾ നോക്കുന്ന സമയത്ത്, യെസ്, 130 നോക്കിക്കോളാം. 130 നോക്കുന്ന സമയത്ത് ട്രിപ്സിൻ എന്താണ്, ട്രിപ്സിൻ ഇസ് എൻ എൻസൈം അല്ലെ. ഇത് നമ്മളുടെ ഏതാണ്, പ്രോട്ടീൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്ന ആ ടേബിളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ട്രിപ്സിൻ A എന്ന് പറയുന്നത് 3 ആയിരിക്കണം. A3 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അടുത്തത് മോർഫിൻ എന്താണ്, ഒരു ആൽക്കലോയിഡ് ആണ്. B4 ആയിരിക്കണം. B4 ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ 1. സോ 130 എന്താണ്, ഓപ്ഷൻ നമ്പർ 1 ആണ്. മക്കളെ ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. 130 എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇനി 131, which one of the following statements is not true? Okay, not true about the universal rules of binomial nomenclature. Both the words in the biological name when handwritten are separately underlined and printed in italics. ഇത് ശരിയാണ്. The specific epithet in the biological name starts with a small letter. ഇതും ശരിയാണ്. The first word in the biological name represents the specific epithet അല്ല, generic name ആണ് വരിക അല്ലെ. 3rd ഓപ്ഷൻ തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് ട്രൂ ആണ്. 131ന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ നമ്പർ 3 ആണ് വരിക കേട്ടോ. 131ന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ നമ്പർ 3 ആണ് വരുന്നത്. ഇനി അടുത്തത് നോക്കാം, എൻസൈം റിക്വയർഡ്. ദി എൻസൈം റിക്വയർഡ് ഫോർ കാർബോക്സിലേഷൻ. കാർബോക്സിലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഏതായിരുന്നു, RUBP കാർബോക്സിലേഷൻ അല്ലെ. RUBP റുബിസ്കോ ആണ് കേട്ടോ. RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് റുബിസ്കോ ആണ്. റുബിസ്കോയുടെ കാര്യമാണ് പറയുന്നത്, റുബിസ്കോ. ഓക്കെ, റുബിസ്കോയുടെ കാര്യമാണ് പറയുന്നത്. ക്ലിയർ അല്ലേ. 132 ആണ് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലോറൽ ഫോർമുല ഇസ് കറക്റ്റ് ഫ്ലോറൽ ഫോർമുല ഫോർ സോളനേസിയേ ഫാമിലി? സോളനേസിയേ ഫാമിലിയിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇനി ഇതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുക. കാരണം ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് സോളനേസിയ, പക്ഷെ നമ്മൾ നീറ്റിന്റെ സിലബസിൽ സോളനേസിയ എടുത്ത് പറയുന്നില്ലായിരുന്നു. റൈറ്റ്, അപ്പൊ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. പക്ഷേ ഓൾറെഡി +1 നിങ്ങൾക്ക് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് പഠിക്കാനുണ്ട്. നമ്മുടെ നീറ്റിന്റെ സിലബസിൽ സോളനേസിയെ
സ്പെസിഫൈ ചെയ്തിട്ടില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ എന്താണ് ആൻസർ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓൾറെഡി നിങ്ങൾ +1 പഠിച്ചത് കൊണ്ട്. സോ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ നമ്പർ 1 ആണ് വരിക കേട്ടോ. റിപ്പീറ്റ് ചെയ്യുന്നവർക്കായിരിക്കും കുറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. ഓപ്ഷൻ നമ്പർ 1 ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്. ഇനി ഇവിടെ നോക്കുക 134. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് പോളിനേഷൻ brings genetically different type of pollen grain? ഇത് സെയിം PYQ ആണ്. ഇതൊക്കെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ PYQ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എന്താണ് ഉത്തരം വരുന്നത്? സീനോഗമി. ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് കിട്ടണമെങ്കിൽ സീനോഗമി ആണ് എക്സാക്ട് ക്രോസ് പോളിനേഷൻ അല്ലേ. ജിഗ്നോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണലി എന്തല്ല? ക്രോസ് പോളിനേഷൻ അല്ല. സോറി, ജനറ്റിക്കലി എന്തല്ല? ക്രോസ് പോളിനേഷൻ അല്ല അല്ലെ. ഫങ്ഷണലി എന്താണ്? ക്രോസ് പോളിനേഷൻ ആണ്. അങ്ങനെയല്ലേ. അപ്പം ബേസിക്കലി എന്താണ്? സീനോഗമി ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്രോസ് പോളിനേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് കിട്ടുന്നത്. ഇനി 135. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് നമ്മളുടെ സൈറ്റോപ്ലാസത്തിലാണ്. A3 വരണം. A3 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഈസി ആയിട്ട് കിട്ടി. 135 എന്താണ് ഉത്തരം വരിക? ഓപ്ഷൻ നമ്പർ 2. ഫസ്റ്റ് മാച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടി. ഇനി ഇൻസേർഷൻ ഓഫ് എ ഫോറിൻ ജീൻ. ഇതൊക്കെ PYQ ആണ്. എത്ര PYQ വന്നിരിക്കുന്നത്? ഇഷ്ടം പോലെ PYQ ആണ് നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഇതൊക്കെ PYQ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA at the BAM H1 സൈറ്റ്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് നിങ്ങൾ ലാസ്റ്റ് 10 years PYQ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബയോളജിയിൽ നിങ്ങൾ അവസാനത്തെ 10 വർഷത്തെ PYQ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് 360 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ബയോ പേപ്പർ ആണ്. സോ ഇവിടെ നോക്കിക്കോളാം. ഇൻസേർഷൻ ഓഫ് എ ഫോറിൻ DNA at BAM H1 site in E. coli cloning vector PBR322 results in loss of antibiotic resistance towards എന്താണ്? ടെട്രാസൈക്ലിൻ. ഞാൻ ഇത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SAL1ഉം BAM H1ഉം ടെട്രാസൈക്ലിൻ ആണ് കേട്ടോ. യെസ്. അടുത്തത് നോക്കുക 137 നമ്മൾ നോക്കുന്ന സമയത്ത് the 6th mutant. ഓക്കെ, 137 നോക്കുന്ന സമയത്ത് the 6th mutant code of beta globin chain causing polymerization of hemoglobin and change in RBC shape is GUG അല്ലെ. വാലിൻ ആണ്. GUG. വാലിൻ is represented as GUG അല്ലേ. അടുത്തത് നോക്കുക 138. Choose the correct statement regarding gift to overcome infertility. നോക്കിക്കോളാം. Ova collected from a female donor are transferred to the uterus of an infertile female. This is wrong. Okay, gift അല്ലേ നമ്മൾ ഓവയാണ് കൊടുക്കുന്നത്. പക്ഷേ നോക്കിക്കോളാം എവിടേക്കാണ് കൊടുക്കുന്നത്? ഫെലോപ്പിയൻ ട്യൂബിലോട്ടാണ്. ഗിഫ്റ്റ് അല്ലേ, ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. ഈ പേര് അറിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഇതാണ് വരിക കേട്ടോ. ഇറ്റ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം കളക്ടഡ് ഫ്രം ദ ഡോണർ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് another female who cannot provide ovum but can provide suitable environment for fertilization and development. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇത് രണ്ടും എന്താണ്? എംബ്രിയോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ് അല്ലെ. നമ്മൾ ഗാമറ്റിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗാമറ്റ് ഏതാണ്? ഓവമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓപ്ഷൻ നമ്പർ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് 138ന്റെ. ഇനി 139 നോക്കാം. 139 ഈസി ക്വസ്റ്റൻ ആയിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലുള്ള വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ appropriate example of in the sexual deceitന്റെ appropriate example ഒന്നേ നമുക്ക് പഠിക്കാനുള്ളൂ. ആരായിരുന്നു? ബംബിൾ ബിയും പിന്നെ നമ്മുടെ ഓർക്കിഡ് ആയിട്ടുള്ള ഫൈറസും അല്ലെ. ഫൈറസിന്റെ ഒരു എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്. റെഡി? അപ്പൊ 139 3 ആണ് ഉത്തരം വരുന്നത് കേട്ടോ. 3 ആണ് ഉത്തരം വരുന്നത്. ഇനി 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ appears parallel to the progressive development of brain and language skills. As such, the evolution of individual species in the sequence of their appearances. ഇതും ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു തന്നിരുന്ന ഒരു കോഡ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഡ്രാഹൻ എന്ന് പറയുന്ന ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ഇത് വെച്ച് നോക്കിയാൽ മതിയായിരുന്നു. എന്താണ്? ഡി നമുക്ക് ഇവിടെ എവിടെയും ഇല്ല അല്ലെ. ഡ്രയോപിത്തിക്കസിന്റെ കാര്യം പറയുന്നില്ല. രാമാപിത്തിക്കസ് തൊട്ടാണ് തുടങ്ങുന്നത്. സോ രാമാപിത്തിക്കസ് ഹാബിലസ് ഇറക്ടസ് നിയാൻഡ്രത്തൽ ആൻഡ് ഹോമോസാപ്പിയൻസ് ആണ്. ഓപ്ഷൻ 2 ആണ് കേട്ടോ. 140 എന്താണ്? ഓപ്ഷൻ 2 ആണ് വരുന്നത്. അടുത്തത് നോക്കിക്കോളാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 റിലേറ്റഡ് ടു എംബ്രിയോണിക് ഡെവലപ്മെന്റ്. 141 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എ എന്ന് പറയുന്നത് എന്താണ്? 20 weeks ഓഫ് പ്രഗ്നൻസി ആണ് അല്ലെ. ഫീറ്റസിന്റെ മൂവ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 20ാമത്തെ വീക്കിലാണ്. സോ A2 വരണം. 2 ഓപ്ഷനിലുണ്ട് A2 അല്ലെ. അടുത്തത് നോക്കാം. ബിയും കൂടെ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ബി നോക്കിക്കോളുക. ബി എന്തായിരിക്കണം? ഫീറ്റസ് ഡെവലപ്പ് ലിംസും ഡിജിറ്റ്സ് ഒക്കെ എപ്പോഴാണ് ഡെവലപ്പ് ആവുന്നത്? ഏറ്റവും ആദ്യം ഡെവലപ്പ് ആവും അല്ലെ. ബിയും
ബി എന്താണ് ഇപ്പൊ വരിക? 3 ആണ് വരിക അല്ലെ? B3 ആണ് വരിക. B3 ഉള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 4. റൈറ്റ്. അപ്പൊ എന്താണ് 141ന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ 4 ആണ് കേട്ടോ. 141ന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ 4 ആണ്. ഇനി അടുത്തത് നോക്കുക. A group of researchers procured some fish-like animals. Upon investigation, the following characters were observed. Okay, 142 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ക്യാരക്ടേഴ്സ്? എൻഡോസ്കെലിറ്റൻ വാസ് മെയ്ഡ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജിന്റെ എൻഡോസ്കെലിറ്റൻ ആണ്. എക്ടോ പാരാസൈറ്റ് ആണ്. ഇപ്പൊ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സർക്കുലർ സക്കിംഗ് മൗത്ത് ഉള്ള എക്ടോ പാരാസൈറ്റ് ആരാണ്? സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന ആരാണ്? പെട്രോമൈസോൺ ആയിരിക്കണം അല്ലേ? രണ്ടുപേരാണ് അല്ലെ? മിക്സിൻ അല്ലെ? MP എന്നുള്ള രീതിയിൽ, PM എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാനൊക്കെ ഞാൻ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ എത്ര പേര് രാവിലത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഇന്ന് രാവിലത്തെ റാപ്പിഡ് റിവിഷൻ കണ്ടിട്ടുള്ള എൻറ്റയർ 32 ചാപ്റ്റർ നമ്മൾ ആ റാപ്പിഡ് റിവിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും ഇതെല്ലാം ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് കേട്ടോ. 142ന്റെ ആൻസർ 3 ആണ് വരുന്നത്. ഇനി 143 143rd ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 143rd ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ് കേട്ടോ. നോക്കിക്കോളുക. എന്താണ്? സ്പെർമാറ്റോഗോണിയ ഓൾവേസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. മിയോട്ടിക് ആണോ? അല്ല. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആകാൻ മൈറ്റോസിസ് ആണ് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പൊ തെറ്റി. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് മൈറ്റോട്ടിക്കലി അല്ല, മിയോട്ടിക്കലി ആണ് സെക്കൻഡറി ആവാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും തെറ്റാണ്. എയും ബിയും തെറ്റാണ്. അപ്പൊ എ ഉള്ള ഓപ്ഷനും ബി ഉള്ള ഓപ്ഷനും എനിക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ എനിക്ക് എന്താണ്? ഓപ്ഷൻ 1 കിട്ടും കേട്ടോ. അത് മാത്രം നോക്കിയാൽ മതി. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ്? ഓപ്ഷൻ 1 കിട്ടി. അടുത്ത നോക്കി 144 ആണ് കേട്ടോ. 144 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. What is the probability of having children with O blood group where both mother and father are heterozygous? Heterozygous എന്ന് പറഞ്ഞാൽ IAI കണ്ടീഷനും IBI കണ്ടീഷനുമാണ് വരിക. ക്രോസ് ചെയ്താൽ എന്തൊക്കെയാണ് കിട്ടുക? IAIB വരണം. റൈറ്റ്. IAIB വരണം. IAI വരണം. റൈറ്റ്. IBI വരണം ആൻഡ് II വരണം. ഇതല്ലേ 4 ക്രോസിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുക. 4 ക്രോസിന്റെ റിസൾട്ട് ആയിട്ട് ഇതൊക്കെയല്ലേ കിട്ടുക. ഇതിൽ എത്ര ശതമാനമാണ്? 1/4. 1/4 എന്ന് പറഞ്ഞാൽ 25%. 25% എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ അല്ലേ? 25% എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ നമ്പർ 4 ആണ്. റൈറ്റ്. ഓപ്ഷൻ നമ്പർ 4 ആണ്. ക്ലിയർ അല്ലേ? 144 എന്താണ്? 25 ആണ് കേട്ടോ. So 144 4th ഓപ്ഷൻ. അടുത്തത് നോക്കിക്കോളാം. അറേഞ്ച് 145 ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് occurring in renin-angiotensin mechanism in the correct order. renin-angiotensin mechanismത്തിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓർഡർ വരിക? ഏറ്റവും ആദ്യം വരേണ്ട ഇവന്റ് എന്താണ് ഇതില്? ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ, റീഅബ്സോർപ്ഷൻ, ഫോൾ ഇൻ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ് ഏറ്റവും ആദ്യം നടക്കേണ്ട ഇവന്റ്. അപ്പൊ സി വരണം. സി ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നോക്കുക. അടുത്തത് എന്താണ് വരേണ്ടത്? യെസ്, ആൻജിയോടെൻസിന്റെ ഫോർമേഷൻ അല്ലേ? ആൻജിയോടെൻസിന്റെ കൺവേർഷൻ ആണ്. ആൻജിയോടെൻസിനോജൻ എന്തായിട്ട് മാറും? ആൻജിയോടെൻസിൻ ആക്റ്റീവ് ഫോമിലോട്ട് മാറും. സോ ഈ ആണ് അടുത്ത ഓപ്ഷൻ വരേണ്ടത്. പിന്നെന്താണ്? വാസോ കൺസ്ട്രക്ഷൻ നടക്കും. വാസോ കൺസ്ട്രക്ഷന്റെ റിസൾട്ട് ആയിട്ട് പിന്നീട് ഉണ്ടാകുന്ന എന്താണ്? റീഅബ്സോർപ്ഷൻ ആണ് അല്ലെ? റീഅബ്സോർപ്ഷൻ നടക്കുന്നു ആൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ആൻഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് അവസാനം വരിക. സോ യെസ്, ഓപ്ഷൻ 4 ആണ് കേട്ടോ. 145 എന്താണ്? 145 ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്തത് നോക്കുക. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇതില് ഏറ്റവും എളുപ്പം എന്താണ്? TV നോക്കുക. TV എന്താണ്? TV 500 ആയിരിക്കണം. അപ്പൊ D2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. D2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നോക്കുക. C കണ്ടുപിടിച്ചാൽ മതി. C എന്താണ്? C എന്താ? IRV എന്താണ്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം 1 ആയിരിക്കണം. 1 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ 3. 146 എന്താണ്? ഓപ്ഷൻ നമ്പർ 3 ആണ് വരിക കേട്ടോ. അടുത്തത് നോക്കിക്കോളാം. അഗൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോന്നും എന്ത് ചെയ്യാം കേട്ടോ. റെഡി? എന്താണ് പ്രൊജസ്റ്റാസേർട്ട്? എന്താണ് പ്രൊജസ്റ്റാസേർട്ട് എന്ന് പറയുന്നത്? ഹോർമോൺ റിലീസിങ് IUD ആണ് അല്ലെ? അപ്പം A3 വരണം. A3 2 ഓപ്ഷൻ. B4 ആണ്. C കണ്ടുപിടിച്ചാൽ മതി. ഡയഫ്രം എന്താണ്? ബാരിയർ മെത്തേഡ് ആണ്. ബാരിയർ മെയ്ഡ് ഓഫ് റബ്ബർ യൂസ്ഡ് ബൈ ഫീമെയിൽസ് ആണ്. അപ്പൊ C1 വരണം. C1 ഉള്ള ഓപ്ഷൻ ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ ആണ്. ഓക്കെ. സോ 147 ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോൺ മെംബ്രെയിൻ ബൗണ്ട് PYQ ആണ് കേട്ടോ ഇത്.
ഈസി ക്വസ്റ്റൻ ആണ് സെൽ ബയോളജി എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. നോൺ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൈസ് ഫൗണ്ട് ഇൻ ബോത്ത് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽ. ഏതാണ്? റൈബോസോം. രണ്ടിലും കാണുന്നത് ആരെയാണ്? റൈബോസോമിനെയാണ്. റൈറ്റ്, നോൺ മെംബ്രെയിൻ ബൗണ്ട് ആണ് റൈബോസോംസ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എക്കോളജിക്കൽ പിരമിഡ്. ഈശ്വര, ഇതെല്ലാം PYQ. സെയിം, ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഇതെല്ലാം PYQ ക്വസ്റ്റൻ ആണ്. എത്ര PYQ ക്വസ്റ്റൻ ആണ് മക്കളെ വന്നിരിക്കുന്നത്? ഇഷ്ടം പോലെ PYQ ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. Ecological pyramids represent the relationship between the organism at different trophic level. അല്ലെ? different trophic level. And they are generally inverted. Inverted ആയിട്ട് കാണുന്ന ആരിലാണ്? എനർജി ഇൻവേർട്ടഡ് ആകില്ല. ഓക്കെ, ഇനി നമ്പർ എന്താണ്? നമ്പർ ഓഫ് ഗ്രാസ് ലാൻഡ് അപ്രൈറ്റ് ആണ്. ബയോമാസ് ഇൻ CLA. ഇത് നമ്മൾ ഇന്നലെയും കൂടെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? 149 എന്താണ് അപ്പൊ ആൻസർ വരിക? ഓപ്ഷൻ നമ്പർ 2. 149 എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ നമ്പർ 2 ആണ് വരിക. ഇനി 150ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്ലൈറ്റ്ലെസ് ബേർഡ് വിത്ത് 4 limbs modified at paddle like structure for swimming. സ്വിമ്മിങ്ങിന് ആർക്ക്? ഓസ്ട്രിച്ചിന് പറ്റോ? ഇല്ല. വൾച്ചറിന് പറ്റോ? ഇല്ല. പാരറ്റിന് പറ്റോ? ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ പെൻഗ്വിൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ 4. 154 ആണ് കേട്ടോ. ഈസി ക്വസ്റ്റൻ അല്ലേ ഇതൊക്കെ? ഭയങ്കര എളുപ്പമുള്ള പേപ്പർ. ഇനി നോക്കിക്കോളാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ട്ടോ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനേസ് എന്താണ്? ക്ലോട്ട് ബസ്റ്റൺ ആണ്. സോ A എന്താണ്? 2 വരണം. A2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി B 2ലും 3 ആണ്, അതുകൊണ്ട് B നോക്കണ്ട. C നോക്കുക. C എന്താണ്? ലിപ്പേസസ്. ലിപ്പേസസ് എന്താണ് ചെയ്യുക? യെസ്, ലിപ്പേസസ് ഇവിടെ ഡിറ്റർജന്റ് ഫോർമുലേഷൻസിൽ ഉപയോഗിക്കുന്നതാണ്. C4 വരണം. C4 ഉള്ള ഓപ്ഷൻ ഫസ്റ്റ് ആണ്. സോ 151 എന്താണ്? 1 ആണ് ആൻസർ വരിക കേട്ടോ. 151 എന്താണ്? 1 ആണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. 152 ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്? 152 ആണ് നോക്കുന്നത്. 152 നോക്കുന്ന സമയത്ത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെൽ ഓർഗനൽസ് ആൻഡ് their inclusions. The endomembrane system include Golgi complex, endoplasmic reticulum, mitochondria ഉണ്ടോ? ഇല്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത് കേട്ടോ. മൈറ്റോകോൺട്രിയ ഇല്ല. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബിയേഴ്സ് റൈബോസോം. ഇത് ശരിയാണ്. മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ് ഹാവ് സർക്കുലർ DNA. ഇതും ശരിയാണ്. നെറ്റ്വർക്ക് ഓഫ് മൈക്രോട്യൂബ്യൂൾസ്, microfilaments and intermediate filaments present in the cytoplasm is called cytoskeleton. ഇതും ശരിയല്ലേ? യെസ്. മൈറ്റോകോൺട്രിയോൺ is a single membrane. ഇത് തെറ്റാണ്. റൈറ്റ്. അപ്പൊ എന്താണ് ഉത്തരം വരിക? BCD. കറക്റ്റ് ആണ് ചോദിച്ചത്. BCD എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4. 152 ഓപ്ഷൻ നമ്പർ 4 ആണ് വരുന്നത് കേട്ടോ. ഇനി 153 നോക്കി. സെലക്ട് ദ സെറ്റ് ഓഫ് ഫിഷസ് വിച്ച് ബിലോങ് ടു ദ ക്ലാസ് ഓസ്റ്റിക്പീസ്. ഡെവിൾ ഫിഷ് ഇല്ല. ഡെവിൾ ഫിഷ് ഇല്ല. ഏതാണ് ഡെവിൾ ഫിഷ് എന്ന് പറഞ്ഞാൽ? ഓക്ടോപ്പസ് ആണ്. ഓക്ടോപ്പസ് വരുന്നുണ്ടോ? ഓസ്റ്റിക്സിൽ ഇല്ല. സെപ്പിയ, കട്ടിൽ ഫിഷ് ഇല്ല. ഹാക്ക് ഫിഷ് ഇല്ല. സ്റ്റാർ ഫിഷ് ഇല്ല. ഹാക്ക് ഫിഷ് ഇല്ല. കട്ടിൽ ഫിഷ് ഇല്ല. ഓക്കെ, ഇനി സോ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ്, ഡോഗ് ഫിഷ് എന്താണ്? കോൺട്രിക്തിസ് ആണ്. ഇതെന്താണ്? കോൺട്രിക്തിസിൽ വരുന്നതാണ്. കോൺട്രിക്തിസിൽ വരുന്നതാണ്. ഫ്ലൈയിങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ് എന്താണ്? ഓപ്ഷൻ 3. 153 എന്താണ്? ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഇനി 154ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 154 ആണ് നോക്കുന്നത്. In a population of a grasshopper species, the chromosome number of some members is 23. 23 വരിക എന്ന് പറഞ്ഞാൽ XO കണ്ടീഷനിലാണ് നമുക്ക് ഓഡ് നമ്പർ കിട്ടുക. XO കണ്ടീഷനിലാണ് നമുക്ക് ഓഡ് നമ്പർ കിട്ടുക അല്ലെ? 23 എന്തായിരിക്കണം? മെയിൽ ആയിരിക്കണം. 24 എന്തായിരിക്കണം? ഫീമെയിൽ ആയിരിക്കണം. റൈറ്റ്. അപ്പൊ മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്പെക്റ്റീവ്ലി. മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്പെക്റ്റീവ്ലി. 154 ഓപ്ഷൻ നമ്പർ 4 ആണ് കേട്ടോ. അടുത്തത് നോക്കുക. The WBC count of a person's blood sample is 8000. ഇപ്പൊ WBC കൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 8000 ആണ്. ഓക്കെ, ഹൗ മെനി ഈസ്നോഫിൽസ് ആൻഡ് ലിംഫോസൈറ്റ്സ് വുഡ് ബി ഇൻ ദ സെയിം ബ്ലഡ് സാമ്പിൾ അപ്രോക്സിമേറ്റ്ലി? എങ്ങനെ കണ്ടുപിടിക്കുക? ആരൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആരൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈസ്നോഫിൽ അല്ലെ? ഈസ്നോഫിലിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ഈസ്നോഫിലിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 8000 into 2% ആണ്. അപ്പൊ 2/100 അല്ലെ? ഇത് ചെയ്യാം. ഏകദേശം എത്രയാണ് വരിക? ഏകദേശം എത്ര വരും? 160 അല്ലെ? 160 റേഞ്ചിൽ വരും. ഇനി അടുത്തത് എന്താണ്? ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് എത്രയാണ്? 20 to 25% അല്ല. അപ്പം 8000ന്റെ 20% നോക്കുക കേട്ടോ. 20% നോക്കുകയാണെങ്കിൽ എത്ര വരും? 16,2,0. ഓക്കെ, സോ 160ഉം 1600ഉം ഇവിടെ വരണം. ഓക്കെ, 160ഉം 1600ഉം വരണം. സോ ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. 155ന്റെ ആൻസർ എന്താണ്? 1 തന്നെയാണ് വരുന്നത് കേട്ടോ. 155ന്റെ ആൻസർ 1 ആണ്. ഇനി 156 നോക്കാം. ദ ടോക്സിൻ പ്രോട്ടീൻ. ഇതൊന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണ്. ഇത് ശ്രദ്ധിച്ചിട്ട് പോകണം എന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്.
ശ്രദ്ധിച്ചോളൂ. എന്താണ്? the toxin proteins isolated from Bacillus thuringiensis. Bacillus thuringiensis coded by which of the following genes would control cotton bollworm and corn borer? Cotton bollworm and corn borer respectively. കോട്ടൺ ബോൾവർം ഏതൊക്കെയായിരുന്നു? ക്രൈ 1AC യും ക്രൈ 2AB ആണ്. ക്രൈ 1AC, ക്രൈ 1AC, ക്രൈ 1AC. ഓക്കെ, ഇനി കോൺ ബോറർ ഏതാണ്? ക്രൈ 1AB ആണ്. ക്രൈ 1AB ഓപ്ഷൻ നമ്പർ 3 കേട്ടോ. 156 ഓപ്ഷൻ നമ്പർ 3. ഇനി 157 നോക്കാം. നിക്കോട്ടിൻ. നിക്കോട്ടിൻ എന്താണ്? സ്റ്റിമുലേറ്റ്സ് ആണ്. എഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. A2 വരണം. A2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത നോക്കിക്കോളാം. മോർഫിൻ എന്താണ്? സപ്രസ് ചെയ്യുന്ന ആളാണ്, സെഡേറ്റീവ് ആണ്. സോ B3 ആണ് വരിക. B3 രണ്ടിലും B3 ആണ്. സി എന്താണ്? ഹെറോയിൻ. ഹെറോയിൻ ഇതേപോലെ തന്നെ എന്താണ്? സപ്രസൻ അല്ല, യൂഫോറിയ ആണ്. കൊക്കൈൻ യൂഫോറിയ വരും. യൂഫോറിയ ഉള്ള ഓപ്ഷൻ ഏതാണ് മക്കളെ? യെസ്, 1 ആണ് അല്ലെ. സോ ഡി എന്താണ്? 1 വരണം. D1 ഉള്ള ഓപ്ഷൻ ഇതാണ്. സോ ഓപ്ഷൻ നമ്പർ 2 കേട്ടോ. 157 എന്താണ്? 157 ഓപ്ഷൻ നമ്പർ 2 ആണ്. അടുത്തത് നോക്കിക്കോളാം. മാച്ച് ലിസ്റ്റ്. ടെറ്റനി എന്താണ്? ടെറ്റനി എന്ന് പറഞ്ഞാൽ കാൽഷ്യം ആയിട്ട് ബന്ധമുണ്ട് അല്ലെ ടെറ്റനി. അപ്പം A3 വരണം. A3 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ആർത്രൈറ്റിസ് എന്താണ്? ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിന്റിലുള്ള ഇൻഫ്ലമേഷൻ ആണ്. സോ B1 വരണം. B1 ഉള്ള ഒറ്റ ഓപ്ഷൻ. സോ 158 1 ആണ് കേട്ടോ. 158 എന്താണ്? 1 ആണ് ആൻസർ വരുന്നത്. 159 നോക്കിയാലോ. ഇൻ വിച്ച് ആനിമൽ ഡു ഹാപ്ലോയിഡ് സെൽസ് ഡിവൈഡ് മൈറ്റോട്ടിക്കലി ടു പ്രൊഡ്യൂസ് ഗാമേറ്റ്സ്? ഹണി ബീസിന്റെ കേസിലാണ് അല്ലെ. അപ്പൊ 159 എന്താണ്? 1 ആണ് വരേണ്ടത്. മെയിൽ ഹണി ബീയുടെ കേസിലാണ്. 159 1 ആണ് ആൻസർ വരിക കേട്ടോ. 159 എന്താണ്? 1 ആണ് ആൻസർ വരിക. അടുത്ത നോക്കാം. ഇൻ ഹ്യൂമൻസ് റെസ്പിറേഷൻ occurs in the following steps. Arrange these steps in the correct order ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കി, എന്താണ്? ഫസ്റ്റ് ലങ്സിലോട്ട് എടുക്കണം അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിനെ കളയണം, ഓക്സിജൻ എടുക്കണം. അപ്പം എന്താണ്? ഡിഫ്യൂഷൻ ഓഫ് O2 and CO2. ബ്ലഡ് അല്ല, ആൽവിയോളർ മെംബ്രെയിൻ അല്ല, പൾമിനറി വെന്റിലേഷൻ. അപ്പൊ സി ആണ് ആദ്യം വരേണ്ടത്. സി ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ എന്താണ്? പൾമിനറി വെന്റിലേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കണം? ആൽവിയോളർ മെംബ്രെയിൻ അല്ലെ. ആൽവിയോളർ ബി വരണം. ബി ഉള്ള ഓപ്ഷൻ. സോ ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, അപ്പൊ 160 ഈസി ആയിരുന്നല്ലോ. 160 എന്താണ്? 2 എണ്ണം കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ നമ്പർ 4 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ നമ്പർ 4 ആണ് 160 വരുന്നത്. അടുത്തത് നോക്കാം. 161 ആണ്. അറേഞ്ച് ദ ഫോളോയിങ് സെൽ അല്ലെങ്കിൽ ലെയേഴ്സ് സ്ട്രക്ചേഴ്സ് അറൌണ്ട് ദ ഫീമെയിൽ ഗാമെറ്റ് ഫ്രം ഔട്ടർ ടു ഇന്നർ ആണ്. ഉള്ളിലോട്ടുള്ള രീതിയിലാണ്. ഏറ്റവും ഉള്ളിൽ എന്താണ്? നമ്മളുടെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് വരിക അല്ലെ. ഏറ്റവും ഉള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പൊ D ആണ് വരേണ്ടത്. ഏറ്റവും പുറമെ ആരാണ് വരിക? ഏറ്റവും പുറമെ നമ്മൾ ആരെയാ പൊട്ടിച്ച് ഉള്ളിലോട്ട് കയറുന്നത്? കൊറോണ റേഡിയേറ്റിന്. അപ്പൊ C വരണം. C. ഓക്കെ, ഓപ്ഷൻ നമ്പർ 2. 161 എന്താണ്? ഓപ്ഷൻ നമ്പർ 2 ആണ് വരുന്നത് കേട്ടോ. ഇനി 162 നോക്കിയേ. ദ ഹ്യൂമൻ പ്രോട്ടീൻ നെയിംഡ് alpha-1 antitrypsin obtained by transgenic animals is used for the treatment of എന്തിനാണ്? emphysema. കറക്റ്റ് ആണ് അല്ലെ. 162 2 ആണ് വരുന്നത്. 162 എന്താണ്? 2 അല്ലേ ഉത്തരം വരുന്നത്. ഇനി 163 നോക്കിക്കോളാം. 163. ഓക്കെ, 163 നോക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സെൽ മെംബ്രെയിൻ ഇൻ യൂക്കാരിയോട്ടിക് സെൽ. Membrane of human RBC has approximately 52% protein. ശരിയാണ്. Major phospholipids are arranged in bilayer. Yes. Extensions of plasma membrane into the cell form. അതിനെയാണ് നമ്മൾ മീസോസോം എന്ന് വിളിക്കുക. റെഡിയാണ്. യൂക്കാരിയോട്ടിക് സെൽ അല്ലേ. യൂക്കാരിയോട്ടിക് സെല്ലിൽ എവിടെയാ? മീസോസോം ഇല്ല. റൈറ്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് യൂക്കാരിയോട്ടിക് സെൽ ആണ്. അപ്പൊ ഇതില്ല. Tail towards the inner part of the lipid and hydrophobic. Thus protected from aqueous medium. ഇത് ശരിയാണ്. ഗ്ലൈക്കോകാലിക്സ് ഇല്ല. ഗ്ലൈക്കോകാലിക്സ് പ്രോകാരിയോട്സിലാണ്. സോ ഏതാണ് ശരി എന്നല്ലേ ചോദിച്ചത്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇത് 3 ആണ്. A, B ആൻഡ് എന്താണ്? D ആണ് വരിക. A, B, D എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, 163 എന്താണ്? ഓപ്ഷൻ നമ്പർ 4 ആണ്. ഓക്കെ, അടുത്ത നോക്കാം. മെയിൽ ഫ്രോക്സ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ഫീമെയിൽ ഫ്രോക്സ്. എങ്ങനെയാണ് മെയിൽ ഫ്രോഗിനെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക? വോക്കൽ സാക്കും കോപ്പുലേറ്ററി പാഡും. ഈസി അല്ലേ? B and D കേട്ടോ. ഈസി ക്വസ്റ്റൻ ആയിരുന്നു. 164 1 ആണ് വരുന്നത് കേട്ടോ. 164 എന്താണ്? 1 ആണ് ഉത്തരം വരുന്നത്. 164 1 ആണ് ഉത്തരം വരുന്നത്. ഇനി 165. ഇത് എളുപ്പമുള്ളതാണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ് ചോദിച്ചത്. ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 1 - n/k വരണം. 1 - n/k. ഇത് തെറ്റാണ്. ഓക്കെ, ഇത് തെറ്റാണ്. ഓക്കെ, ഇതും തെറ്റാണ്. യെസ്, ഓപ്ഷൻ നമ്പർ 1. 165 എന്താണ്?
1 ആണ് വരുന്നത് അല്ലെ. 165 1 ആണ് ഉത്തരം വരുന്നത്. അടുത്ത നോക്കുക, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫ്രോഗ്സ് അനാട്ടമി. ഫ്രോഗിന്റെ അനാട്ടമി, ഫ്രോഗിന്റെ അനാട്ടമി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 166 ആണ് ക്വസ്റ്റ്യൻ. ഓൾമോസ്റ്റ് നമ്മൾ ഇതാ കഴിയാനായിട്ടുണ്ട്. 166 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഇൻ ദ സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻറ്റെസ്റ്റൈൻ. ശരിയാണ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ there are 12 pairs, 12 അല്ല 10 pairs of cranial nerves ആണ്. ഇത് തെറ്റാണ്. ureters and oviducts open separately into cloaca. ഇതും ശരിയാണല്ലോ. പിന്നെ എന്താണ്, ഹൈൻഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ ആൻഡ് ഒപ്റ്റിക് ലോബിലെ. ഒപ്റ്റിക് ലോബ് എവിടെയാണ്, നമ്മുടെ മിഡ് ബ്രെയിൻ്റെ ഭാഗമാണ് അല്ലേ. ഇതും തെറ്റാണ്. സോ സൈനസ് വീനോസസ് ജോയിൻസ് ദ റൈറ്റ് ഏട്രിയം ഓഫ് ഹാർട്ട്. യെസ്, ഇത് ശരിയാണ്. സോ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? എ വരണം, സി വരണം, ഇ വരണം. സോ ഓപ്ഷൻ നമ്പർ 2 കേട്ടോ. 166 എന്താണ്? ഓപ്ഷൻ നമ്പർ 2 ആണ് വരിക. ഇനി അടുത്ത് നോക്കുക, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു RH ഗ്രൂപ്പിംഗ്. Erythroblastosis fetalis is a condition observed having fetus with RH negative blood and mother with RH positive blood. അല്ല, അത് തെറ്റാണ് അല്ലെ. ഫീറ്റസ് പോസിറ്റീവും അമ്മ നെഗറ്റീവും ആവുമ്പോഴാണ് എല്ലാ പ്രശ്നവും വരുന്നത്. RH antigen is observed on RBC in the majority of human being. ഇത് ശരിയാണ്. ബി ശരിയാണ്. റൈറ്റ്, മെജോറിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്. ഇത് ശരിയാണ്. അടുത്തത്, ബിഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ RH group should be matched. Yes. RH incompatibility is observed when a pregnant mother is RH negative and the fetus is RH. ഇത് ശരിയാണ്. Erythroblastosis fetalis can be avoided by administering anti-RH antibodies to the mother immediately after the delivery of the second child. ഇതെല്ലാം ശരിയാണ് അല്ലേ. അപ്പൊ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യെസ്. ഓ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് എന്താണ്? സെക്കൻഡ് ചൈൽഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ചൈൽഡ് ആണ് വരേണ്ടത്. ഫസ്റ്റ്. ഓക്കെ, റെഡി. അതാണ് ഇവിടെ ഒരു ഓപ്ഷൻ അങ്ങനെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. യെസ്. അപ്പൊ എന്താണ്? ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. എയും ഇയും വരും കേട്ടോ. എയും ഇയും. ഓപ്ഷൻ 1 കേട്ടോ. 167 എന്താണ്? ഓപ്ഷൻ 1 ആണ്. ഇനി അടുത്തത് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റെഫറൻസ് ടു ഹ്യൂമൻ എൻഡോസ്കെലിറ്റൻ. ഹ്യൂമൻ സ്കൽ ഈസ് മോണോകോൺഡ്ലിക് അല്ല, ഡൈകോൺഡ്ലിക് ആണ് അല്ലെ. അടുത്ത നോക്കാതെ, ജോയിന്റ് ബിറ്റ്വീൻ എനി ടു adjoining vertebrates a cartilaginous joint. ഇത് ശരിയാണ്. ഇൻ ഹ്യൂമൻ ബീങ്സ് ദ നമ്പർ ഓഫ് cervical vertebrates 7. ഇതും ശരിയാണ്. അടുത്തത്, all ribs except the last 2 pairs are bicephalic. തെറ്റാണ് അല്ലേ. അടുത്ത നോക്കുക, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറക്റ്റ് ആൻസർ ആണ് കണ്ടുപിടിക്കുന്നത്. occipital bone of the skull is articulated with atlas vertebrae. ഇതും ശരിയല്ലേ അല്ലെ. BCE ആണോ ഉത്തരം വരുന്നത്? ഓപ്ഷൻ 3 കേട്ടോ. BCE ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. 168 നോക്കുകയാണെങ്കിൽ തേർഡ് ഓപ്ഷൻ. അടുത്തത് നോക്കുക, 169 നോക്കുകയാണെങ്കിൽ കോർട്ടിസോൾ എന്താ ചെയ്യുന്നത്? കോർട്ടിസോള്, യെസ്, ആൽഡോസ്റ്റിറോൺ നോക്കാം അല്ലെ. ആൽഡോസ്റ്റിറോൺ, യെസ്. എന്താണ്? B3 വരണം. B3 ഉള്ള ഓപ്ഷൻ 2 എണ്ണം ഉണ്ട്. ഓക്കെ. അടുത്തത് നോക്കുക, ആൽഡോസ്റ്റിറോൺ എന്താണ്? റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ ആണ്. ഇനി കോളിസിസ്റ്റോകൈനിൻ എന്താണ് ചെയ്യുന്നത്? കോളിസിസ്റ്റോകൈനിൻ ചെയ്യുന്ന കാര്യം എന്താണ് മക്കളെ? യെസ്. സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈം ആണ് അല്ലെ. കെമിക്കൽ കോർഡിനേഷനിൽ വരുന്നതാണ്. C4 വരണം. C4 ഉള്ള ഓപ്ഷൻ നമ്പർ 2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഉത്തരം കേട്ടോ. 169ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 2 ആണ്. 2. ഓക്കെ, ഓപ്ഷൻ നമ്പർ 2. അടുത്തത് 170. The following are the stages of life cycle of Plasmodium. Arrange the stages in the proper order. Proper order-ൽ നമ്മൾ arrange ചെയ്യണം. The parasites reproduce asexually in RBC, bursting the cell. Okay, that's correct. ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് അല്ലെ. അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ്? The parasites reproduce asexually in liver cells, bursting the cells and releasing into blood gametocytes. സ്പോറോസോയിഡ്സ്, ഫീമെയിൽ മൊസ്കിറ്റോ ഇൻജെക്ട്സ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. ഈ വരണം. ഈ ആണ് ആദ്യം വരേണ്ടത്. ഈ ആദ്യം വരുന്നത് 2 ഓപ്ഷനിലുണ്ടേ. അത് കഴിഞ്ഞാൽ സ്പോറോസോയിഡ്സ് ഉണ്ടായി. സ്പോറോസോയിഡ്സ് റീച്ച് ലിവറിലോട്ട് എത്തുന്നു. അപ്പൊ ഡി വരണം നെക്സ്റ്റ് സ്റ്റെപ്പ്. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ നമ്പർ 2 ആണ് കേട്ടോ. സോ ഫീമെയിൽ മൊസ്കിറ്റോ ഇൻജെക്ട് സ്പോറോസോയിഡ്സ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? സ്പോറോസോയിഡ്സ് ലിവറിലോട്ട് എത്തുന്നു, ബ്ലഡിലൂടെ ലിവറിലോട്ട് എത്തുന്നു. പിന്നെ എന്താണ് വരുന്നത്? എസെക്ഷലി ലിവറിൽ എന്താണ്?
റീപ്രൊഡ്യൂസ് ചെയ്യാണ്. റീപ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പാരാസൈറ്റ്സ് RBCയിലോട്ട് കയറുകയാണ്. RBC ബേസ്റ്റ് ചെയ്യുന്നു അല്ലെ, എന്നിട്ടാണ് ഹീമോസോയിൻ പ്രൊഡ്യൂസ് ആകുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. റൈറ്റ്. യെസ്, റപ്പുൻസിൽ എല്ലാവർക്കും ഫിസിക്സ് ആണ് ബുദ്ധിമുട്ട്. മിസ് വരും കേട്ടോ, മിസ് വന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുവേ. ഏതാണ് 1 ആണോ എന്ന് ചോദിച്ചത്? ഇതിന്റെ ഉത്തരം വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ. 170 എന്താണ്? സെക്കൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത് നോക്കുക, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ പ്ലാറ്റിഹെൽമിന്തസ് ഇസ് ഇൻകംപ്ലീറ്റ്. ഇത് ശരിയാണ്. ബൈലാറ്ററൽ സിമെട്രി ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് അഡൽട്ട് എക്കൈനോഡേംസ്. ഇത് തെറ്റല്ലേ? റേഡിയൽ സിമെട്രി അല്ലേ? റേഡിയൽ സിമെട്രി അല്ലേ വരുന്നേ. അടുത്ത നോക്കുക, സ്യൂഡോസീലോമസ് പൊസസ്ഡ് ബൈ ആഷെൽമിന്തസ്. സ്യൂഡോസീലോം is possessed by ആഷെൽമിന്തസ്. ഇത് ശരിയാണല്ലേ? അടുത്തത് നോക്കിക്കോളൂ, നോട്ടോകോഡ് is persistent throughout life in class constrictus. ഇതും ശരിയാണല്ലോ. Members of class Reptilia maintain a constant body temperature. ഇത് തെറ്റാണ്. അവരെന്താണ്? പൊയ്ക്കിലോതേംസ് ആണ്. അപ്പം ബിയും ഇയും ആണ് തെറ്റ്. ബി ആൻഡ് ഇ. ഓക്കെ, അപ്പം ഓപ്ഷൻ നമ്പർ 1 ആണ്. 171ന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 1. അടുത്തത് നോക്കുക, സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ എ സിനാപ്സ് ആർ പ്രസന്റ് ഓൺ. എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? 172. ഈസി ആൻസർ. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ തന്നെയാണ്. അടുത്തത് നോക്കുക, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മസിൽ കോൺട്രാക്ഷൻ. ഇവിടെ എന്താ ഞാൻ ചെയ്യേണ്ടത്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക കേട്ടോ വേണ്ടത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണ് വേണ്ടത്. 173 നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. A motor neuron carries a signal sent by CNS to the sarcolemma. ഇത് ശരിയാണ്. The neural signal generates an action potential which causes the release of calcium. ഇതും ശരിയാണ്. Increase in calcium inactivates the actin, breaking the cross bridges. ഇത് തെറ്റല്ലേ? അടുത്ത നോക്കുക, സി തെറ്റാണ്. അപ്പൊ സി തെറ്റാണ്. ഈ 2 ഓപ്ഷൻ തെറ്റി കേട്ടോ. ഇനി അടുത്ത നോക്കുക, ആക്ടിൻ ബൈൻഡ്സ് ടു ദ മയോസിൻ ഹെഡ് ടു ഫോം എ ക്രോസ് ബ്രിഡ്ജ്. ഇത് ശരിയാണ്. Shortening of sarcomere takes place by pulling actin filaments towards the center of A band. ഇതും ശരിയല്ലേ? സോ 173യുടെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 1. 173 1 ആണ് ഉത്തരം വരുന്നത്. ഇനി which of the following is not an example of convergent evolution? Not an example ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതും ഇന്ന് രാവിലത്തെ റാപ്പിഡ് റിവിഷനിൽ ഈ എക്സാമ്പിൾ പഠിച്ചിട്ട് പോകണം. ഏതൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. ഐ ഓഫ് ഒക്ടോപസ് അല്ല അല്ലെ, കൺവേർജന്റ് അല്ലാതെ. വെയിറ്റ് കൺവേർജന്റ് എവല്യൂഷൻ ആണ് അല്ലെ. യെസ്, ഐ ഓഫ് ഒക്ടോപസ്. പിന്നെ 4 limbs, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈസ്. 174ന്റെ ഉത്തരം എന്താണ്? 2 ആണ് വരിക അല്ലെ. കൺവേർജന്റ് എവല്യൂഷന്റെ എക്സാമ്പിൾ അല്ലാത്തത്. യെസ്, ശരിയായി. കൺവേർജന്റ് എവല്യൂഷന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? 4 limbs ഓഫ് വീൽസ് ആൻഡ് ബാറ്റ് ആണ്. അതെന്താണ്? ഡൈവേർജന്റ് ആണ്. ഡൈവേർജന്റ് എവല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. റൈറ്റ്. സോ 174 ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇനി 175 നോക്കുക, the JGA is a special sensitive region formed by cellular modifications in dash related to the same nephron. ഓക്കെ, എന്താണ് ഉത്തരം വരിക? Distal convoluted tubule and efferent arteriole, proximal convoluted tubule and efferent renal arteriole. distal and efferent. ഡിസ്റ്റലും എഫറന്റും അല്ലേ? എ ആണ് കേട്ടോ. ഡിസ്റ്റലും എഫറന്റും തമ്മിലാണ് വരുന്നത്. യെസ്, ക്ലിയർ ആണോ? ഓപ്ഷൻ നമ്പർ ഏതാണ്? 3 ആണ് കേട്ടോ. 175 ഓപ്ഷൻ നമ്പർ 3 ആണ് ഉത്തരം വരുന്നത്. ഇനി 176 നോക്കിക്കോളുക. The following reaction depicts the activity of particular class of enzyme. ഏതാണ്? നോക്കി, ഏതാണ്? ബ്രേക്ക് ചെയ്യുന്ന ആളാണ്. ബ്രേക്ക് ചെയ്യുന്ന ആൾ ആരാണ്? ബ്രേക്ക് ചെയ്യുന്ന ഹൈഡ്രോലൈസിസ് അല്ല. കാരണം എന്താണ്? വെള്ളം ഇല്ല അവിടെ. വെള്ളം ഇല്ലാതെ ബ്രേക്ക് ചെയ്യുന്നത് ലയേസസ് ആയിരിക്കും. 176 എന്താണ്? 2 ആണ് കേട്ടോ. ലയേസസ്. അടുത്തത് നോക്കാം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. മൊളസ്കിൽ വരുന്ന എന്താണ്? മൊളസ്കിന്റെ റെസ്പിറേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മൊളസ്കിന്റെ റെസ്പിറേഷൻ എന്താ മക്കളെ വരിക? 177ന്റെ യെസ്, ബ്രാങ്കിയൽ ആണ് അല്ലെ. ബ്രാങ്കിയൽ റെസ്പിറേഷൻ. A2 വരണം. A2 ഉള്ള 2 ഓപ്ഷൻ. B 2ലും 1 ആണ്. സി ഒന്ന് ചെയ്ത് നോക്കാം. അഡൽട്ട് ആംഫിബിയനില് പൾമിനറി റെസ്പിറേഷൻ കാണാറുണ്ടല്ലോ. അപ്പം C1 വരണം. വെയിറ്റ് 2ലും B1 ആണല്ലോ. വെയിറ്റ് ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ.
177 മൊളസ്ക് ബ്രാങ്കിയലാണ്. ഓക്കെ, A2 വരുന്നു. A2 ഓക്കെ. ഇനി റെപ്റ്റൈൽസ് എന്താണ്? റെപ്റ്റൈൽസ് യെസ്, പൾമിനറി റെസ്പിറേഷൻ ആണ്. യെസ്, പൾമിനറി റെസ്പിറേഷൻ. അഡൽട്ട് ആംഫിബിയൻസിൽ നമ്മൾ പൾമിനറിയും ക്യൂട്ടേനിയസും കറക്റ്റ് ആണ് കേട്ടോ. ക്യൂട്ടേനിയസും കാണാറുണ്ട്. C4 വരുന്നു. ആൻഡ് എമീബ എന്താണ്? എമീബയിൽ സെല്ലുലാർ റെസ്പിറേഷൻ ആണ് വരിക അല്ലെ. D3 യെസ്, ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, 177 എന്താണ്? ഓപ്ഷൻ നമ്പർ 2 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ നമ്പർ 2 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 178. What is the reason behind the production of large holes in Swiss cheese? ആരാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണം? കാർബൺ ഡൈ ഓക്സൈഡ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനി ആണ്. ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, 178 എന്താണ്? ഓപ്ഷൻ നമ്പർ 4 ആണ്. 178 ഓപ്ഷൻ നമ്പർ 4. ഇനി മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 വിത്ത് റെസ്പെക്ട് ടു ക്രോണോളജി ഓഫ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ക്രോണോളജി കറക്റ്റ് ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അബൌട്ട് 65 മില്യൺ ഇയേഴ്സ് ആയി എന്താ കാണാനായിട്ട് പറ്റിയത്? ഡൈനോസോഴ്സ് പോയി എന്നുള്ളതാണ് അല്ലെ. A2 വരണം. A2 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. B2 4 ആയതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. ഇനി C നോക്കാം. C എന്തായിരിക്കണം? അബൌട്ട് 350 മില്യൺ ഇയേഴ്സ് ആയി എന്താണ്? ജോലെസ് ഫിഷ് ആണ് അല്ലെ വന്നിട്ടുള്ളത്. ജോലെസ് ഫിഷ് C1 ആയിരിക്കണം. ആൻഡ് D എന്താണ്? About 320 years ago invertebrates ആണ് കേട്ടോ. So yes, that's correct. Option number yes, about 320 years ago D3 seaweeds and few plants probably existed. Yes, correct ആണ് അല്ലേ. റെഡിയാണ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 ആണ് വരിക. 179 ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അടുത്തത് നോക്കാം. 180 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Last question. Choose the correct statement regarding population interactions between two species. രണ്ട് സ്പീഷീസ് തമ്മിലുള്ള പോപ്പുലേഷൻ ഇന്ററാക്ഷൻസിൽ വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. കറക്റ്റ്. In both parasitism and commensalism, only one species benefit and the other species is harmed. അല്ല, commensalismത്തിലെ അതർ സ്പീഷീസ് ഹാം ആവുന്നില്ല. ന്യൂട്രൽ ഇന്ററാക്ഷൻ ആണ്. ബോത്ത് സ്പീഷീസ് ബെനിഫിറ്റ് ഇൻ മ്യൂച്വലിസം, ഇത് ശരിയാണ്. ബോത്ത് സ്പീഷീസ് ബെനിഫിറ്റ് ഇൻ commensalism, ഇത് തെറ്റാണ്. ഒരാൾ ന്യൂട്രൽ ആണ്. In parasitism, only one species benefits and the other species is harmed. ഇത് ശരിയാണ്. Commensalism, one species is harmed and the other is unaffected. ഇതും ശരിയാണ്. അപ്പം A, D, E വരണം. സോറി, B, D, E. A അല്ല, B, D and E വരണം അല്ലെ. B, D, E വരണം. B, D, E ഉള്ള ഓപ്ഷൻ ഏതാണ്? ആദ്യത്തെ അല്ല, രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ അല്ല. യെസ്, 4ാമത്തെ ഓപ്ഷൻ കേട്ടോ. B, D, E വരണം. ഏതാണ്? B, D, E ഓപ്ഷൻ നമ്പർ 4 ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ബയോളജിയിലുള്ള എൻറ്റയർ ആൻസർ കീ. മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മൾ എൻറ്റയർ ആൻസർ കീ ഡിസ്കസ് ചെയ്തു. ബയോളജിയുടെ 90 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ചോദിക്കാം നമ്മുടെ ലൈവ് ചാറ്റിൽ. പെട്ടെന്ന് ചോദിക്കാം കേട്ടോ. പെട്ടെന്ന് ചോദിക്കാം. നിങ്ങളുടെ കമന്റ്സ് കാണുന്നില്ല, ഒരു മിനിറ്റ് വെയിറ്റ്. Yes. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്, ക്ലിയർ അല്ലേ? നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം എന്താണ് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ ബയോളജി നോക്കുന്ന സമയത്ത് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു 10 ക്വസ്റ്റ്യൻ വരെയൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. നിങ്ങളൊന്നും പറയുന്നില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യം മെസ്സേജ് അയച്ച എല്ലാവരും പറഞ്ഞത് എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ്. എളുപ്പമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരുപാട് PYQs വന്നിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് 90 ക്വസ്റ്റ്യനിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചെങ്കിലും പാടായിട്ടുള്ളതുള്ളൂ. ബാക്കിയെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി അല്ലെങ്കിൽ മീഡിയം റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യെസ്. ബയോളജിയിൽ നമുക്കൊരു 3 പോട്ടെ, ഒരു ബോട്ടണിയിൽ ഒരു 9 ക്വസ്റ്റനും സുവോളജിയിൽ ഒരു 3 ക്വസ്റ്റനൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു 10 ക്വസ്റ്റൻ ഇൻ ജനറൽ ബയോളജിയിൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അല്ലേ? യെസ്, അല്ലാതെ ഒക്കെ എളുപ്പമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, യെസ്, ക്ലിയർ അല്ലേ? യെസ് മക്കളെ,
യെസ് സോണിക്. ക്ലിയർ ആണോ? അപ്പൊ ഇതാ നമ്മൾ ബയോളജി എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, ബയോളജി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി മാം ഇതാ ഇപ്പൊ വരും. യെസ് അനഖാമസ്. യെസ് മിസ് ഇപ്പൊ വരുന്നതായിരിക്കും. യെസ് ആ മിസ്സേ. ഹലോ മക്കളെ, ഹലോ ഗൈസ്. എവിടെയാണ്? വേഗം വാ, ഓടി വാ, ചാടി വാ. നമുക്ക് പേപ്പർ ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ മക്കളെ? എല്ലാരും വന്നോ? എന്താ അവസ്ഥ? സ്റ്റാർട്ട് ചെയ്യട്ടെ? മിസ്? ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഫിസിക്കൽ കെമിസ്ട്രി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനെ ക്വാളിറ്റേറ്റീവ് അനലൈസ്. എനിക്ക് ചില ക്വസ്റ്റ്യൻസ് കണ്ണിന് കുറച്ച് പിടിക്കുന്നില്ല. ഇത് പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് എടുത്തതല്ലേ. സോ ഞാൻ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഞാൻ മിസ്സിന്റെ ടാബിൽ വായിക്കും. ഓക്കെ. സോ ദ ക്വാളിറ്റേറ്റീവ് അനലൈസ് ഓഫ് BI 3+ is detected by the appearance of 1 second children. The qualitative analysis of BI 3+ is detected by the appearance of the precipitate of BiOOHs. Okay, calculate the OH which is in the solid state. Calculate the pH when the following equilibrium exists as 298 Kelvin. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള BiOH എന്ന് പറയുന്നതിന്റെ ഡിസോസിയേറ്റ് ചെയ്യുക. അതായത് BiO പ്ലസും OH മൈനസും ആയിട്ടാണ് ഇത് ഡിസോസിയേറ്റ് ചെയ്യുക. ഈ ഡിസോസിയേറ്റ് ചെയ്തത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് K കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഈ ഡിസോസിയേറ്റ് ചെയ്തത് നമുക്ക് K കണ്ടുപിടിക്കാൻ പറ്റും. ആ K എന്ന് പറയുന്നത് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. 4 × 10⁻⁻10 എന്ന രീതിയിലേക്ക് അവർ തന്നിട്ടുണ്ട്. ഈ നമുക്കറിയാം. ഇനി ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള മോളാർ സോളിബിലിറ്റി എന്ന് പറയുന്നതാണ് 4 × 10⁻10 എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 4 × 10⁻10 എന്ന് ചെയ്യുമ്പോൾ 2 × 10⁻10 വരും. ഈ 2 × 10⁻10 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? OH എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? OH നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ POH കണ്ടുപിടിക്കുക. POH നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മുടെ pH കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ വാല്യൂ ഓൾമോസ്റ്റ് വരുന്നത് 9.30301 എന്ന വാല്യൂ ആണ് കേട്ടോ. 9.301 എന്ന വാല്യൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വേഗം പറഞ്ഞു പോവാണ്. നമുക്കിനി ഫിസിക്സ് ഉണ്ടല്ലോ. When 1 decimeter cube of CO2 gas is passed over the hot cock, the value of the gaseous mixtures after എനിക്ക് കാണുന്നില്ല മക്കളെ, ഞാനിതിൽ വായിക്കാവേ. എനിക്ക് ക്വസ്റ്റ്യൻ കാണുന്നില്ല, ഇതിൽ വായിക്കാം.
When 1 decimeter cube of CO2 gas is passed over the hot cock, the volume of the gaseous mixture after complete reaction as at STP 1.4 decimeter cube. The composition of the gaseous mixture. Gaseous mixture-ന്റെ നമുക്ക് തന്നിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് ഹോട്ട് കോക്കിലൂടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ആദ്യം അതിന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. സോ CO2 ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ ഇറ്റ് C2CO. ഇതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷനിൽ CO2ന്റെ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നതാണ് എന്ത് 1 decimeter ക്യൂബ് എന്ന് പറയുന്നത്. അത് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ CO2 ആഫ്റ്റർ എന്താ പറയാ ആ റിയാക്ഷൻ നടന്നതിന് ശേഷം നമ്മൾ എന്തായിട്ട് എടുക്കാം? നമുക്ക് X ആയിട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങനെ വാല്യൂ വരുമ്പോൾ ടോട്ടൽ വാല്യൂസ് നമുക്ക് കിട്ടും. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ കിട്ടും. ഇത് നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ ആ ടോട്ടൽ വോളിയത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ? നമ്മൾ ആ X ആയിട്ട് കണ്ടെടുത്തിട്ട് ടോട്ടൽ ആയിട്ടുള്ള CO2ന്റെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അത് ഓൾമോസ്റ്റ് ഏതാ വരുന്നതെന്ന് അറിയോ? ഓപ്ഷൻ 4 ആണ്. 0.6 decimeter ക്യൂബ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഒരു മിനിറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടെ മിസ്. അയ്യോ മക്കളെ ഒരു മിനിറ്റ്. 49 എന്ന് പറയുന്നത് 0.8 ആണ് കേട്ടോ മക്കളെ. 0.8 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾക്ക് തന്നിരിക്കുന്നത്, അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ വേഗം ചെയ്ത് പോവാട്ടെ. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒന്നും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മാച്ച് ദ ഫോളോയിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാനാ മാച്ച് ദ ഫോളോയിങ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരുന്നു മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക, ആ 2 or 3 ഓപ്ഷൻസ് കണ്ടുപിടിക്കുക, പിന്നീട് നിങ്ങൾ എന്താ ചെയ്യുക? ബാക്കിയുള്ളത് കണ്ടെത്താൻ നോക്കുക അല്ലേ? മാച്ച് ദ ഫോളോയിങ് അങ്ങനെ ചെയ്യാനായിരുന്നു മിസ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം അവർ തന്നിരിക്കുന്ന എന്നും തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്. എന്നിട്ട് ഏത് ഓർബിറ്റൽ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ദേ ഹാവ് ഗിവൻ യു ദ N and L ഓൾസോ ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദി ഓർബിറ്റൽസ്. ഇതിൽ ഏതാണ് ഓർബിറ്റൽസ് വരിക എന്നതാണ് അവർ നോക്കുന്നത്. സോ നമുക്കറിയാം, നമുക്ക് ആദ്യം മൂന്നാമത് കണ്ടുപിടിക്കാം. അതായത് D വന്ന് 3ഉം 2ഉം ആണ് തന്നിരിക്കുന്നത്. 3ഉം 2ഉം തരുമ്പോൾ തന്നെ N എന്ന് പറയുന്നത് 3 ആണ്, L എന്ന് പറയുന്നത് 0, 1, 2, 3 അല്ലേ വരുന്നത്. L is equal to 0, 1, 2, 3 എന്ന് വരുമ്പോൾ ദിസ് ഇസ് SPD അല്ലെ. SP 0 എന്ന് പറയുന്നത് S ആയിരിക്കും, M എന്ന് പറയുന്നത് P ആയിരിക്കും, D ആയിരിക്കും, 3 എന്ന് പറയുന്നത് F ആയി 3 എന്ന് പറയുന്നത് F ആയിരിക്കും. അപ്പൊ 2 വരികയാണെങ്കിൽ അത് എന്തായിരിക്കും വരുന്നുണ്ടാവുക മക്കളെ? D ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇറ്റ് വിൽ ബി 3D എന്ന രീതിയിലേക്കായിരിക്കും വരിക. അപ്പൊ D is equal to 3D എന്ന് പറയുമ്പോൾ തന്നെ ഈ 2 ഓപ്ഷൻസും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി C എന്ന് പറയുന്നത് 5ഉം 3 ആണ്, വിച്ച് മീൻസ് 5 വരുന്നുണ്ട്, 3 എന്ന് പറയുമ്പോൾ F ആയിരിക്കും. 5F എന്ന് പറയുന്ന ഓർബിറ്റൽ, അതായത് 4 ആണ് വരുന്നത്. 5F എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 4 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ A എന്ന് പറയുന്നത് 2 ഓപ്ഷൻ, ലാസ്റ്റത്തെ 2 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫോർ ദി ഓപ്ഷൻ A എന്ന് പറയുന്നതിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാസ്റ്റ് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, നെക്സ്റ്റ് 55 ക്വസ്റ്റ്യൻ ആണ്. അതായത് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് കാൽക്കുലേറ്റ് ദ പെർട്ടിക്കുലർ EMF ഓഫ് ദ സെൽ. EMF ഓഫ് ദ സെൽ ആണ് തന്നിരിക്കുന്നത്. യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദി എന്തായിരുന്നു EMF ആണ്. നമുക്കറിയാം E naught cell is equal to E cell is equal to E naught cell minus 0.05 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെ ദർശൻ കറക്റ്റ് ആണ് 3 അല്ല 2 ആണ് കേട്ടോ. കറക്റ്റ് ആണ്, ഞാനത് പറഞ്ഞു പിന്നെ. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ വരുന്നത് മക്കളെ? എത്ര വാല്യൂ വരുന്നതിന്റെ ഏതെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എന്താ വാല്യൂ കിട്ടിയത്? എന്ത് വാല്യൂ നിങ്ങൾക്ക് കിട്ടി? എന്ത് വാല്യൂ മക്കളെ കിട്ടുന്നത്? നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 1 ആണ് കേട്ടോ. 0.109 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആയതുകൊണ്ടാണ് മിസ് അധികം ചെയ്യാത്തത്. 59. A bulb is reacted with a 150 watt, converting 88% energy into the light. If the energy of the one photon is ഒരു ഫോട്ടോന്റെ എനർജി തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദി എനർജി. നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദി എനർജി ഓഫ് ദി ഫോട്ടോൺ പെർ സെക്കൻഡിലുള്ള എനർജിയാണ് കൊടുത്തിരിക്കുന്നത്. 27.2 into 10 to the power of 9 ആണ് കേട്ടോ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം വിച്ച് ഇസ് പ്രസന്റ് ഇൻ 5.4 grams ഓഫ് യൂറിയ. 5.4 grams യൂറിയയിലുള്ള 4 grams ഓഫ് യൂറിയയിലുള്ള എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ യൂറിയയുടെ ആദ്യം അതിന്റെ അറ്റോമിക് നമ്മുടെ ഇത് പറയണം. NH2CO NH2 എന്ന് പറയുന്നതാണ്. മൊത്തത്തിൽ 4 ആറ്റംസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ്ലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മോൾസ് കണ്ടുപിടിക്കണം. മോൾസ് എന്ന് പറയുന്നത്
they have given you 54 എന്ന് പറയും 54 grams എന്ന് പറയുന്നുണ്ട് 54 അല്ല 5.4 ഡിവൈഡഡ് ബൈ 60 എന്ന രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോൾസ് കിട്ടി. ആ കിട്ടിയ മോൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം എത്ര ആറ്റംസ് ഉണ്ട് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4 ആറ്റംസ് ആണ് ഉള്ളത്. കിട്ടിയ മോൾസ് ഇൻറ്റു Na ഇൻറ്റു 4 എന്ന് വെച്ച് ചെയ്താൽ മതി. കിട്ടിയ മോൾസ് ഇൻറ്റു Na ഇൻറ്റു 4 എന്ന് വെച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. എത്ര മക്കളെ ആൻസർ കിട്ടുന്നത്? കിട്ടിയ മോൾസ് എന്ന് പറയുന്നത് 5.4 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 0.9. ഓക്കെ, 0.9 മോൾസ് കിട്ടുന്നുണ്ട്. ഈ 0.9 ഇൻറ്റു 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്യുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നതെന്ന് അറിയോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മക്കളെ? എത്ര ആൻസർ കിട്ടുന്നേ? എത്ര ആൻസർ കിട്ടുന്നേ മക്കളെ? 2.168 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇവര് ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിനോൾഫതിൻ is used as an indicator. ഫിനോൾഫതിൻ is used as an indicator. ഫിനോൾഫതിൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മക്കളെ ഒരൊറ്റ മിനിറ്റ് ജസ്റ്റ് എ സെക്കൻഡ്. Phenolphthalein is used as an indicator for the titration of the sodium hydroxide. NaOH ആണ്, അതായത് ബേസ് ആണ്, എഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡ് ആണ് കേട്ടോ. ആസിഡ് ആണ് ഇത്. നമ്മുടെ മറ്റേ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ വരുന്നതാണ്. ദ കളർ ചേഞ്ച് ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ആൻ ആൽക്കലി pH which is close to the equivalence. ഏതായിരിക്കും കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാവുക മക്കളെ? ഏതായിരിക്കും കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാവുക? ആരെങ്കിലും ആൻസർ പറഞ്ഞ മക്കളെ? എന്തായിരിക്കും? എന്തായിരിക്കും മക്കളെ? പിങ്കിഷ് റെഡ് ടു യെല്ലോ ആണോ? യെല്ലോ ടു പിങ്കിഷ് റെഡ് ആണോ? കളർലെസ് ടു പിങ്ക് ആണോ? പിങ്ക് ടു കളർലെസ് ആണോ? എന്തായിരിക്കും? ഫിനോൾഫതിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ബേസും സോഡിയം ഹൈഡ്രോക്സൈഡും ആയിട്ട് ഇത് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇതാണ് ചോദിച്ചിരിക്കുന്നത്. കളർലെസ് ടു പിങ്ക് ആണ് മക്കളെ. കളർലെസ് ടു ബേസ് അല്ലേ, കളർലെസ് ടു പിങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സർട്ടൻ ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദ ഈസി ക്വസ്റ്റൻ ആട്ടോ. 500 ജൂൾ സർട്ടൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദേ ആർ അബ്സോർബ്ഡ് ഇൻ ദ ദേ ആർ ഗിവൻ ദ ഡ്യൂറിംഗ് ദ പ്രോസസ് 500 ജൂൾ എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്നുണ്ട് സിസ്റ്റം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് നമുക്ക് പറയാം Q എന്ന് പറയുന്നത് 500 ജൂൾ ആണ്. ആൻഡ് വർക്ക് ഓഫ് 200 ജൂൾ ഇസ് ഡൺ. വർക്ക് എന്ന് പറയുന്നത് W എന്ന് പറയുന്നത് 200 ജൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ദ ഇന്റേണൽ എനർജി ആണ് Q മൈനസ് W അല്ലെ, 300 joule. As simple as that. Clear ആണോ? 300 joule. Next question. A solution. ഒരു minute. Okay. A solution of copper sulfate is electrolyzed for 10 minutes with a current of 1.5 amperes. The mass of the copper deposited at the cathode. Cathode deposit ആയിട്ടുള്ളതിന്റെ മാസ് ആണ് ചോദിക്കുന്നത്. എത്ര മാസം വരും? നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് പോകുമ്പോൾ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള കോപ്പറും എല്ലാം കൂടി ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എത്ര വരാന്നറിയോ? 0.2936 ആണ് കേട്ടോ. 0.2938 എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആവുന്നുണ്ടോ? അതിൽ കോപ്പറിന്റെ വന്നിട്ട് ടോട്ടൽ ചാർജ് Q ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇവിടെ എന്താ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q ഇൻറ്റു I ഇൻറ്റു T വന്നിട്ട് അതിൽ നമുക്ക് 900 എന്ന് പറയുന്നത് കൂളൂംബ് എന്ന് കിട്ടും. എന്നിട്ട് അതിലേക്ക് മാസ് ഡെപ്പോസിറ്റ് നമ്മൾ എങ്ങനെ കാണുക? സ്മോൾ ലെറ്റർ m ക്യാപ് ഇൻറ്റു Q ഡിവൈഡഡ് ബൈ N ഇൻറ്റു ഫാരഡേ അല്ലേ. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് 0.2938 എന്ന രീതിയിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 76th ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്നവയിൽ ഏതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. The molality of 2.5 grams of ethanoic acid, that is molar mass is 60 gram per mole in 75 gram is solution is
0.56. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട കേട്ടോ. മൊളാലിറ്റി തന്നിട്ടുണ്ട്, എഥനോയിക് ആസിഡിന്റെ ഗ്രാം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, എന്നിട്ട് മൊളാലിറ്റി കണ്ടുപിടിക്കുക. ആൻഡ് ദേ ഹാവ് ഗിവൻ ഇറ്റ് 0.05. പ്യോർലി കാൽക്കുലേഷൻ ബേസ്ഡ് ആണ് കേട്ടോ. പ്യോർലി കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത്. പ്യോർലി കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്ൻ 5 grams of NaOH in 450 ml of solution is 0.278 molar ആണ്. അതായത് ഇവിടെ മൊളാരിറ്റി കണ്ടുപിടിക്കണം, ഇവിടെ മൊളാലിറ്റി കണ്ടുപിടിക്കണം. 2.5 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞിട്ട് എഥനോയിക് ആസിഡ് അല്ലേ, 2.5 ഡിവൈഡഡ് ബൈ 60 ഡിവൈഡഡ് ബൈ അങ്ങനെ ചെയ്താൽ മതി, മൊളാലിറ്റി കിട്ടും നമുക്ക്. അതേപോലെ തന്നെ മൊളാരിറ്റി എന്ന് പറയുന്നതും സെയിം സംഭവം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 450 ml ആകുമ്പോൾ അതിനെന്ത് ചെയ്യുക, 1000ലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ ദ കോൾഡ് വാട്ടർ, അത് സെക്കൻഡ് ഇതാണ്. പിന്നെ ദ സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദ പ്രഷർ. ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ദ പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എ ബൈനറി സൊല്യൂഷൻ മിക്സ്ചർ ഓഫ് A and B, the number of molecules and A and B are Na and Nb respectively. The mole fraction of B will be binary solution ആണ് കേട്ടോ. ബൈനറി സൊല്യൂഷൻ. ഇതിൽ ഏതാ മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? കാണുന്നവരൊന്ന് പറഞ്ഞേ മിസ്സിന്, ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് വന്നത്? ഏതൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് 0.56 തന്നെയാണ് വരുന്നത്. അതേപോലെ ഈ കറക്റ്റ്, ഇതും കറക്റ്റ് ആണ്. അക്വാറ്റിക് സ്പീഷീസ് എന്ന് പറയുന്നത് നമുക്ക് റോങ് ആയിട്ട് കണ്ടെത്തിയാലും മതി. സോളിബിലിറ്റി ഗ്യാസ് ഇൻക്രീസ് ചെയ്യുന്നില്ല, ഇത് റോങ് ആ. അതേപോലെ ബൈനറി സൊല്യൂഷൻ ഇതും റോങ്. ABC ഓപ്ഷൻ 2 is the correct answer. A, B and C ആണ് correct answer ആയിട്ട് വരുന്നത്. Next question. Mixture of chloroform and acetone forms a solution with a negative deviation from the Rhodes law. Due to എന്തുകൊണ്ടാണ്? അതായത് ക്ലോറോഫോമും CH3യും അസറ്റോണും കൂടിയിട്ട് നമുക്ക് കിട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് they are showing negative deviation. അവരെന്താണ് കാണിക്കുന്നത് മക്കളെ? they are showing negative deviation. അത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് മക്കളെ? ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. they have given the options also. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അസറ്റോണും ക്ലോറോഫോമും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇൻക്രീസ് ഇൻ ദ എസ്കേപ്പിംഗ് ടെൻഡൻസി ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ഈച്ച് കമ്പോണന്റ്. സ്ട്രോങ്ങർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ബിറ്റ്വീൻ ക്ലോറോഫോം മോളിക്യൂൾ ആൻഡ് അസറ്റോൺ മോളിക്യൂൾസ്, റിപ്പൾസീവ് ഫോഴ്സ്. ഏതാണ് മക്കളെ ഉണ്ടാവുക? അത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നുണ്ടാവും? നെഗറ്റീവ് ഡീവിയേഷൻ വരാനുള്ളതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നെഗറ്റീവ് ഡീവിയേഷൻ വരാനുള്ളതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി അസറ്റോണും ക്ലോറോഫോമും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? റോൾസ് ലോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് സർട്ടൻ ബഫർ സൊല്യൂഷനിൽ നമുക്ക് ദേ ഹാവ് ഗിവൻ യു ദ സൊല്യൂഷൻ, ഐ മീൻ ക്വസ്റ്റ്യൻ ആസ് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ 298 Kelvin certain buffer solution contains equal concentration of x minus and h plus. Kb for x minus is 10 raised to minus 10 pH of the buffer solution. അതായത് pH of the buffer solution ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നിങ്ങളത് കണ്ടുപിടിക്കുക മക്കളെ? pH of the buffer solution എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നുണ്ടാവുക? വാട്ട് ഇസ് ദ, നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ ബഫർ സൊല്യൂഷന്റെ pH എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടായിരിക്കും കണ്ടുപിടിക്കുക? നമുക്കറിയാം Ka എന്ന് പറയുന്നത് ഡിസോസിയേഷൻ Ka എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? Ka ഡിസോസിയേഷൻ Ka into Kb is equal to ഇങ്ങനെയാണ് അല്ലെ? ഇതാണ് ഇതിന്റെ ഈക്വേഷൻ. അതിന് നമുക്ക് Ka എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? Ka എന്ന് പറയുന്നത് 10 raised to minus 14 divided by 10 raised to minus 10 എന്ന രീതിയിലേക്ക് വരും അല്ലെ? Ka എന്ന് പറയുന്നത് it is going to be 10 raised to minus 14 divided by 10 raised to minus 10 which is going to be 10 raised to minus 4. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? pK വാല്യൂ കണ്ടുപിടിക്കുക. pK വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ pK വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ ഓൾമോസ്റ്റ് it will be equal to 4. ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഓപ്ഷൻ 3. വെരി ഗുഡ് ദർശൻ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a certain R gives product. R എന്ന് പറയുന്നത് പ്രോഡക്റ്റ് തരുന്നുണ്ട്. The plot of the concentration RVS time has a negative slope. R has a negative slope and it is showing in this. Okay. ഇത് എന്താ നമുക്കറിയാം? ഇതിൽ എന്താ നമുക്ക് തരാൻ പറഞ്ഞിരിക്കുന്നത്? K is equal to R minus R naught എന്ന രീതിയിലേക്കാണ് അല്ലെ? ഇതാണ് ഇവിടെ വരുന്നത്. സോ നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് ആണ്. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ തന്നെ എളുപ്പം. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു 0. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഫോളോയിങ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ദേ ആർ ഗിവിംഗ് 2a plus b gives 2d എന്ന് പറയുന്നത്. അതിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് -10 കിലോ ജൂൾ ആണ്. ഡെൽറ്റ എസ് എന്ന് പറയുന്നത് -44 ജൂൾ പെർ
കിലോഗ്രാം ആണ്, ജൂൾ പെർ കെൽവിൻ ആണ്. At 298 Kelvin. Identify the correct option with delta G for the reaction and you are supposed to find out the spontaneity also. എന്തായിരിക്കും, സ്പോണ്ടേനിറ്റി ആണോ അതോ ഇത് എന്താണ് ഇതിന്റെ പെർട്ടിക്കുലർ ആയിട്ട് വരുന്ന, ഫസ്റ്റ് ഓഫ് ഓൾ പെർട്ടിക്കുലർ ആയിട്ട് വരുന്ന ഡെൽറ്റ ജി കണ്ടുപിടിക്കണം ആൻഡ് യു ഹാവ് ടു സ്പീക്ക് അബൌട്ട് ദ സ്പോണ്ടേനിറ്റി ഓൾസോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എങ്ങനെ ഉണ്ടായിരുന്നു? സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ മക്കളെ? ഈ ഇക്വേഷൻ നമുക്ക് ഇത് തന്നെ കിട്ടുന്നുണ്ട്. എന്താണ് മക്കളെ? നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഒരു വാല്യൂം റോങ് ആണ്. പിന്നീട് വരുന്നത് നമുക്ക് ഇതിന്റെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏത് ഓപ്ഷൻ? നോൺ സ്പോണ്ടേനിയസ് ആണ് അല്ലെ? ഇതെന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് ആണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഡെൽറ്റ ജി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും മക്കളെ? ഡെൽറ്റ ജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലെ? ഇതിൽ നമുക്ക് ഡെൽറ്റ എസ് എന്ന് പറയുന്നുണ്ട്, ഡെൽറ്റ എച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് യുവിൽ നിന്ന് നമുക്ക് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാം. യുവിൽ നിന്ന് നമ്മൾ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി -112 സംതിങ് വരും. അങ്ങനെ നമ്മളെ ഇക്വേഷൻ നമ്മളെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ ദ ആൻസർ വിൽ ബി ഗോയിങ് ടു ബി +0.63 ആണ് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are the certain reaction, identify the reaction where Kp is not equal to Kc. Kp യും Kc യും ഈക്വൽ അല്ലാത്തത് ഏത് റിയാക്ഷൻ ആയിരിക്കും? the reaction in which the Kp is not equal to Kc ഏതായിരിക്കും മക്കളെ? ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഈ റിയാക്ഷനിൽ Kp is equal to Kc, കാരണം ഇക്വേഷൻ രണ്ട് സെയിം ആണ്. ഇതും Kp is equal to Kc. ഇവിടെ ആയിരിക്കും Kp is equal to Kc എന്ന് is not equal to Kc എന്ന രീതിയിലേക്ക് വരുന്ന റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below is an expression for the rate constant. റേറ്റ് കോൺസ്റ്റന്റ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ln k is equal to 14.34 എന്ന് പറയുന്നത് -0.25 × 10⁴/t. യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദി ആക്ടിവേഷൻ എനർജി. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ln k/k2 എന്ന് പറയുന്ന ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ EA എന്ന് പറയുന്ന ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. വാല്യൂ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ എത്ര വരിക മക്കളെ? എന്തായിരിക്കും ഇതിന്റെ വാല്യൂ ആയിട്ട് വരുന്നുണ്ടാവുക? ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ln k is equal to 14.34 minus 1.2 into 10⁻10 k ആണ്. അപ്പോൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് is approximately equal to 24.84. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയിലേക്കാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഫസ്റ്റ് ഇത് കുറച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വേഗം നമ്മൾ ചെയ്തതുകൊണ്ട് ഇവിടെ ഒക്കെ ബോണ്ട് ഉണ്ട്. ആ ബോണ്ടാണ് OH ആയിട്ട്, അതായത് ക്യുമീൻ എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ്, അത് ക്യുമീൻ ഫിനോൾ ആകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ക്യുമീൻ ഫിനോൾ ആകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ? എന്ത് പ്രോസസ്സാണ്? വേഗം പറഞ്ഞേ. ക്യുമിൻ ഫിനോൾ ആകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് O2 ആണ് അല്ലെ? ഇത് കാണുന്നില്ല മിസ്സിന്, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുക്കട്ടെ, ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ കാണുന്നില്ല, അതുകൊണ്ടാണ്. ക്യുമിൻ ഫിനോൾ ആകുന്ന പ്രോസസ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് O2 ആണ്. പിന്നെ അതേപോലെ ആസിഡ് ആയിട്ടുള്ളത് ആൽക്കഹോൾ ആയിട്ട് മാറുക എന്ന് പറയുന്നത് എന്തിന്റെ പ്രസൻസിലായിരിക്കും നടക്കുന്നുണ്ടാവുക? H2 എന്ന് പറയുന്ന ഇൻ ദ പ്രസൻസ് ഓഫ് ദി കാറ്റലിസ്റ്റ്, CH3OH ഇൻ ദ പ്രസൻസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ പ്രൈമറി ആൽക്കഹോൾ ആയിട്ടുള്ളത് സെക്കൻഡറി ആൽക്കഹോൾ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺ ദ പ്രസൻസ് ഓഫ് ദി കോൺസെൻട്രേറ്റഡ് H2SO4 ഫോളോഡ് ബൈ ദ ഹീറ്റ്. നെക്സ്റ്റ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബെൻസീന് ഫിനോൾ ആവണമെങ്കിൽ നമ്മുടെ ഇലിയോലിയം എന്ന് പറയുന്നത് നമ്മുടെ ഫിനോളിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? സോ ഓപ്ഷൻ 4 വിൽ ബി ദി കറക്റ്റ് ആൻസർ. Option 4 will be the correct answer. Next question, the major products that formed in the following sequence. C2H6Cl2 എന്ന് പറയുന്നത് C2H5Cl ആയിട്ട് മാറും. അതിലേക്ക് അമോണിയ ആഡ് ചെയ്യുമ്പോൾ C2H5NH2 ആയിട്ട് മാറും. അതിലേക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗോയിങ് C2H5OH ആയിട്ട് മാറുന്നുണ്ടാവും. സോ ദ പ്രോഡക്റ്റ് C2H5OH എന്ന രീതിയിലേക്കായിരിക്കും മാറുന്നുണ്ടാവുക. ഓപ്ഷൻ 2 is the correct answer. Next question, the number of the chlorine atom and present in the organic compound X and Y of the following reaction. തന്നിരിക്കുന്ന റിയാക്ഷൻസിലാണ് ബെൻസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് 6Cl2 അൺഹൈഡ്രൈസ് ആയിട്ടുള്ള AlCl3 ആണ്. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി
ഇങ്ങനെയാണ് വരിക, CL ഗ്രൂപ്പ് ആയിരിക്കും. CL ഗ്രൂപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക, അതായത് എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ളതും വരുന്നുണ്ടായിരിക്കും. ഇനി 3Cl2 എന്ന രീതിയിലേക്കാണ് വരുന്നതെങ്കിൽ, അതായത് ബെൻസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് 3Cl2, ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇവിടത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ബെൻസീൻ മാറിയിട്ട് അവിടെ എന്തായിട്ടാ മാറുന്നത്, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക അല്ലെ ബെൻസീൻ മാറിയിട്ട് ബെൻസീനിലേക്ക് നമ്മൾ അഡീഷനാണ് നടക്കുന്നത്. അപ്പൊ 3Cl2 എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് UV ലൈറ്റിൽ 500 കെൽവിനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് സിംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ക്ലോറിൻ ആണ്. അപ്പൊ രണ്ടിലും ക്ലോറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലെ, രണ്ടിലും ക്ലോറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. സോ ഓപ്ഷൻ 6 വിൽ ബി ഓപ്ഷൻ 6 and 6 അല്ലെ, ഓപ്ഷൻ 6 and 6 വിൽ ബി ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഈ മോഡൽ എക്സാമിന് നമ്മൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾക്ക് ആൽക്കഹോൾ ഉണ്ട്, നിങ്ങൾക്കൊരു ആൽക്കഹോൾ ഉണ്ട്, PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോറോ ആൽക്കൈൻ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വേറൊന്നുകൂടി ഉണ്ടാവുന്നുണ്ട് മക്കളെ. ഇവിടെ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, H3. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇത് മിസ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. POCl3 ആണ് ഇവിടെ ഉണ്ടാവുക അല്ലെ, POCl3 ആയിരിക്കും. ഈ തന്നിരിക്കുന്ന ഈ ഹാലോ ആൽക്കൈൻ, തന്നിരിക്കുന്ന ക്ലോറോ ഇത് ആക്ച്വലി ക്ലോറോ പ്രൊപ്പെയിൻ ആണ്. അതിന് ആൽക്കഹോളിക് CH3CH2Cl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള KOH ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് CH2 ഉണ്ട് അല്ലെ, CH3 CH2Cl in the presence of alcoholic KOH in the presence നടക്കുവാണെങ്കിൽ CH3CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടാവുക. CH ഡബിൾ ബോണ്ട് CH2. അതിലേക്ക് നിങ്ങൾ ആൽക്കഹോളിക് KOH ആഡ് ചെയ്തു, അതിലേക്ക് HBr in the presence of C6H5CO2 എന്ന് പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. അതിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആന്റി മാർക്കോനിക്കോസ് റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി CH2Br അല്ലെ. ഓപ്ഷൻ 4 വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Two products X and Y are formed in the following reaction. Okay, you have given the toluene will be the CH3 anhydrous ANCl3 യുടെ പ്രസൻസിൽ അതിലേക്ക് W എന്ന് പറയുന്നത് toluene ആയിരിക്കും, അതിലേക്ക് ഡൈലൂട്ട് NO2 H2SO4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തോ പാരാ ഡയറക്ടേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നൈട്രോ ഗ്രൂപ്പ് വരും, ഓർത്തോ പാരാ ഡയറക്ടേഴ്സ്. അതിനെ എങ്ങനെയാണ് നമ്മൾ സെപ്പറേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, രണ്ടിനെയും സെപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ ഇതൊക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ദേ ഹാവ് ഗിവൺ യു ദ reagent that reduce the nitriles to the primary amines. Primary amines ആണ് നമുക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ we can use Zn plus HCl പറ്റില്ല. ഹൈഡ്രജൻ in the presence of nickel നമുക്ക് യൂസ് ചെയ്യാം. സോഡിയം in the presence of sodium amalgam അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we can reduce into the primary amines അല്ലെ. അപ്പോൾ ACD is the correct option. ACD എന്ന് വരുമ്പോൾ ഓപ്ഷൻ 2 is going to be the correct answer. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഓപ്ഷൻ 2 is going to be the correct answer. Next question. During the lasernet test, the elements present in an organic compounds are converted into എന്തിലേക്കാണ് മാറ്റുന്നത്, കോവാലന്റ് ക്യാരക്ടറിൽ നിന്ന് അയോണിക്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അയോണിക് ഫോമിലേക്കാണ് മാറ്റുന്നത്, കോവാലന്റ് ക്യാരക്ടറിൽ നിന്ന് ഡയറക്റ്റ് ഫോം ആയിട്ടുള്ളത്. ഇനി ദ പെയർ ഓഫ് ദ മോളിക്യൂൾസ് ദാറ്റ് ആർ മെറ്റേമേഴ്സ് ആയിട്ടുള്ളത് ഏതാണ് മക്കളെ? ഇതിൽ മെറ്റേമേഴ്സ് ആയിട്ടുള്ളത് ദേ ആർ ദിസ്. ഓക്സിജന്റെ ഇപ്പുറത്തും നമ്മൾ അങ്ങനെ നോക്കിയാൽ പോരെ അല്ലെ. മെറ്റേമേഴ്സ് ആയിട്ടുള്ളത് പെയർ ഓഫ് മെറ്റേമേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. they have given you the particular match ഇതാണ്. അതായത് നമുക്ക് ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കളെ നിങ്ങൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ D എന്ന് കണ്ടു, അമോണിയ എന്ന് പറയുന്നതിൽ ഓക്കെ, അമോണിയ എന്ന് പറയുന്നത് തന്നെ N എന്ന് പറയുന്നത് they have a lone pair here. അവർക്ക് ഒരു ലോൺ പെയർ ഉണ്ടായിരിക്കും, 3 ബോണ്ട് പെയർ ഉണ്ടായിരിക്കും അല്ലെ. സോ 3 സെറ്റ് ഓഫ് സിഗ്മ ബോൺസ് ഉണ്ടായിരിക്കും, 1 സെറ്റ് ഓഫ് ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ആൻസർ കിട്ടി അല്ലെ. അമോണിയയിൽ നിന്ന് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി ചെയ്യുകയും ചെയ്യേണ്ടത്. കിട്ടി. ഇനി C എന്ന് പറയുന്നത് CH4 ആണെങ്കിൽ നമുക്ക് നോക്കാം. CH4 ആണെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, അവർക്ക് എല്ലാം 5 ബോൺസ് ആണ്. സോ ഓപ്ഷൻ A ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A ഇസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ?
Compound PCH8H8O gives a red-orange precipitate with 2,4-DNP reagent and does not reduce with filling solution. Filling reagent. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതെന്താണ്, CO ഗ്രൂപ്പ് ആണ്, ആൽഡിഹൈഡ്സ് അല്ല. ഇനി അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ ആഡിങ് ടു ദ ക്രോമിക് ആസിഡ് ആൻഡ് പി ഗീവ്സ് എൻ അറോമാറ്റിക് പ്രോഡക്റ്റ് ദാറ്റ് പ്രൊഡ്യൂസ് എഫർവെസൻസ്. എഫർവെസൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ദേ ആർ അറോമാറ്റിക് ഓൾസോ. എഫർവെസൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, വെൻ വി റിയാക്ട് വിത്ത് NaHCO3 സോഡിയം ബൈകാർബണേറ്റിന് എഫർവെസൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആസിഡ് ആണ്. സോ വിത്ത് വാട്ട് ഈസ് PnQ, ഇതിൽ തന്നിരിക്കുന്നതിൽ PnQ ആസിഡ് എന്ന് പറയുന്നത്, PnQ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഒന്ന് അസറ്റോഫിനോൺ ആയിരിക്കും, ഒന്ന് പിന്നെ എന്തായിരിക്കും, ബെൻസോയിക് ആസിഡും ആയിരിക്കും. ക്ലിയർ ആണോ? ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ C8H8O എന്ന് പറയുന്നതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Next question, the functional group that can be identified through the ഫൈത്താലൻ ഡൈ ടെസ്റ്റ്. ഫൈത്താലൻ ഡൈ ടെസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫിനോളിക് ഗ്രൂപ്പ് ആണ്. ഫിനോളിക് ഗ്രൂപ്പ് ക്യാൻ ബി ഐഡന്റിഫൈ, റൈറ്റ്? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ദ DNA ആൻഡ് RNA. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബയോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ഓൺലി വൺ ക്വസ്റ്റ്യൻ, ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്താ പറയാ ഈ പെർട്ടിക്കുലർ ബയോമോളിക്യൂൾസ് എന്ന് നമുക്ക് വന്നിട്ടുള്ളൂ. ഒരൊറ്റ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്, അതും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, DNA possesses single strand helix structure and contain uracil as one of the 4 bases. True. I mean അല്ല, ഇത് സെക്കൻഡറി സ്ട്രക്ചർ, ഇത് റോങ് ആണ്. ഇനി നെക്സ്റ്റ്, RNA possesses a single strand helix structure and contain thymine as one of the DNA possesses a double strand helix structure and contain thymine as a one of the 4 bases. Option 3 is the correct answer. അല്ലെ? ഓപ്ഷൻ 3 ആണ്. തൈമിൻ ആണ് അവിടെ ഉള്ളത്. തൈമിൻ ആണ് അവിടെ ഉള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. IUPAC നെയിമിംഗ് വളരെ എളുപ്പമുള്ള IUPAC നെയിമിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ എത്ര ബ്രാഞ്ച് ഉണ്ട് നോക്കാം. എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെപ്റ്റ് ആണ്, പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ആണ് വരുന്നത്. മൂന്നാമത്തെ പൊസിഷനിൽ ഈതയിൽ വരുന്നുണ്ട്, അഞ്ചാമത്തെ പൊസിഷനിൽ മീതയിലും വരുന്നുണ്ട്. 3 ഈതയിൽ 5 മീതയിൽ pentane. Option 3 is the correct answer. 81, option 3 is the correct answer. Next question, CH3. The following reaction gives the same foul smell producing set. Okay, so C6H5Cl ന്റെ കൂടെ എന്തോ ചെയ്യുമ്പോഴാണ് നമുക്കൊരു Z കിട്ടുന്നത്. ഇത് C2H5, ഇത് നമ്മുടെ ബ്രോമമൈഡ് റിയാക്ഷൻ ആണ് വരുന്നത്. അമൈഡ്സ് എന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, C2H5NH2 എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ CHCl3 എന്ന് പറയുന്നത് നമ്മുടെ ഐസോസൈനൈഡ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കിട്ടുന്നത് C2H5Cn എന്ന രീതിയിലേക്കായിരിക്കും വരിക. അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക, KCN ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ KCN ആൻഡ് C2H5Cn. ഓപ്ഷൻ 2 is the correct answer. ഓപ്ഷൻ 2 is the correct answer. ഓപ്ഷൻ 2 ആണ് കേട്ടോ, 3 അല്ല, 2 ആണ്. One second children, one second. ഇവിടെ നിക്ക് മാറിപ്പോയതാണ് മിസ്സിന്. ഇത് ഫോളോയിങ് റിയാക്ഷൻ സ്മെല്ലിങ് കിട്ടുന്നതല്ലേ, അതായത് Br2 C6H5NC കിട്ടണമെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് AgCN ആയിരിക്കണം. C2H5NC എന്ന് പറയുന്നത്. ഓപ്ഷൻ 4 വരും, അതായത് ഇവിടെ C2H5NH2 വരും, അതിന്ന് C2H5NC കിട്ടും. ഇവിടെ യൂസ് ചെയ്യുന്നത് AgCN ആണ് കേട്ടോ. AgCN യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് NC ആയിട്ട് മാറുന്നത്. ഓക്കെ, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വെനേഡിയം പെൻഡോക്സൈഡ് തന്നിട്ടുണ്ട്, അയോൺ തന്നിട്ടുണ്ട്, PdCl2 തന്നിട്ടുണ്ട്, നിക്കൽ കോംപ്ലക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, വെനേഡിയം പെൻഡോക്സൈഡ്, അയോൺ, PdCl2, നിക്കൽ കോംപ്ലക്സ്, ഇതാണ് തന്നിരിക്കുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ഏതാ മക്കൾ ഇത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നോക്കിക്കേ, ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമുക്ക് വെനേഡിയം പെൻഡോക്സൈഡ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് H2SO4 നടക്കുന്നതാണ്. ഓക്കെ, A is equal to 3 എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഈ രണ്ട് ഓപ്ഷനും പോയി. അതേപോലെ അയേൺ എന്ന് പറയുന്നത് ദേ ആർ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ അമോണിയ അല്ലേ, പ്രിപ്പറേഷൻ ഓഫ് ദ അമോണിയയിലാണ് നടക്കുന്നത്. അതേപോലെ PdCl2 എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്സിഡേഷൻ ഓഫ് ഈഥെയ്ൻ ടു എഥനോൾ യൂസ് ചെയ്യുന്നതാണ്. നിക്കൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് പോളിമറൈസേഷൻ. ഓപ്ഷൻ 4 is the correct answer. ഓപ്ഷൻ
4 is the correct answer. 53 option 4 is the correct answer. Clear ആണോ മക്കളെ? Okay. Next question. ഓക്കെ, ഇത് നല്ല എളുപ്പമുള്ള ക്വസ്റ്റൻ ആട്ടോ. അതെന്താ പറയുക, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. CLF3 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. CLF3 വെച്ചിട്ട് എപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട് ഇറ്റ് ആസ് എ ട്രയഗണൽ pyramidal geometry lone pair with 2 lone pair. Wrong ആണ്. It has a T-shaped geometry. They have the T-shaped geometry with 2 lone. CLF3ക്ക് എന്താണ് തന്നിരുന്നത്? T-shape ആണ്. So option 2 is the correct answer. Correct statement ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് Ti2+ ആണ്. Ti2+ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഡിയിൽ എന്ന് പറയുന്നത് ആകെ 2 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. ഈ 2 ഇലക്ട്രോൺസ് വെക്കുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് √2 × 2+2 എന്ന രീതിയിലേക്ക് വരും. സോ √2 × 2+2 എന്ന് പറയുന്നത് √2 × 4 വരും. √8 എന്ന രീതിയിലേക്ക് വരും. √9 എന്ന് പറയുന്നത് 3 ആണ്. √8 എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനൊക്കെ കുറവായിരിക്കും. 2.84 എന്ന രീതിയിലേക്ക് ആൻസർ വരും. Next question, in a test tube containing a salt, a few drops of dilute H2SO4 was added. Okay, നമ്മൾ കുറച്ച് ഡ്രോപ്സ് ഓഫ് എന്താ ആഡ് ചെയ്തിരിക്കുന്നത്? ഡൈലൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട്, H2SO4. അത് എന്ത് ചെയ്യാന്നിട്ട് കളർലെസ്. They have given you the particular colorless ആയിട്ടുള്ള vapors തന്നിട്ടുണ്ട്, which is having the smell of vinegar. The vapors turned blue litmus to the red. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറ്റി. ഐഡന്റിഫൈ ദ കറക്റ്റ് ആനിയോൺ. വളരെ എളുപ്പമുള്ളതാണ്. അസറ്റേറ്റ് അല്ലേ തന്നിരിക്കുന്നവയിൽ? H2SO4 ആവുമ്പോൾ ദാറ്റ് വിൽ ബി അസറ്റേറ്റ്. ഓക്കെ, ദാറ്റ് വിൽ ബി അസറ്റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്രം ദ ഫോളോയിങ് കാർബൺ ഹാസ് ദ എബിലിറ്റി ടു ഫോം p-pi മൾട്ടിപ്പിൾ ബോൺസ്. p-pi അവർക്ക് ഫോം ചെയ്യാൻ പറ്റും. BCl3 E can be BCl3, E can be boron ആവാം, അലുമിനിയം ആവാം. It's a monomer and it is a when the E is equal to B and dimer E is equal to Al. അതും ഓക്സിജൻ exhibit only -2 oxidation state ആണ്. അതാണ് ചോദിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 14th കാർബൺ ആയിരിക്കും കൂടുതൽ, പിന്നെ സിലിക്കൺ, പിന്നെ ജെർമേനിയം, പിന്നെ SN ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം മക്കളെ? കാർബൺ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിങ്ങൾക്ക് ഒരു റോങ് ആയിട്ടുള്ള ആൻസർ കിട്ടിയാൽ മതി. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലെ? ദേ ആർ ആസ്കിങ് യു അബൌട്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്സിജൻ എന്ന് പറയുന്നത് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഉള്ളത്. അല്ല, പെറോക്സൈഡിന് വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, സൂപ്പർ ഓക്സൈഡിന് വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ദേ ആർ നോട്ട് ഓൺലി -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? സോ അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓൾസോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, although the +3 oxidation state of the most common lanthanoid, cerium still show +4 oxidation state. അതായത് +3 ആണെങ്കിൽ പോലും അവർ എന്തും കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സിറിയം എന്ന് പറയുന്നത് they are still showing +4 oxidation state. ഓക്കെ, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ ഇറ്റ്സ് നിയർ ടു ദി റാഡോൺ. ഇനേർട്ട് ഗ്യാസ് റാഡോൺ ആണോ? അല്ല. ആഫ്റ്റർ ലൂസിങ് 1 more electron it acquires 4f14. അറ്റോമിക് നമ്പർ 61 ആണ്. റീസൺ അല്ല. ആഫ്റ്റർ ലൂസിങ് 1 more electron it acquires 4f0. ഓപ്ഷൻ 4 is the correct answer. ഓപ്ഷൻ 4 ആണ് കേട്ടോ. 63 എന്ന് പറയുന്നത് ഓപ്ഷൻ 4 is the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ phosphorus C2H5 thrice and arsenic C2C6H5 thrice are formed d-pi bond with the transition method. Phosphorus arsenic ആയതുകൊണ്ട് pi orbital ഉള്ളതുകൊണ്ട് d orbital ഉള്ളതുകൊണ്ട് അവർക്ക് ഫോം ചെയ്യും. നൈട്രജൻ ക്യാൻ ഫോം p-pi with ഓക്സിജൻ. നൈട്രജന് ഓർബിറ്റൽ ഇല്ല, ഡി ഓർബിറ്റൽ ഇല്ല. അവർക്ക് d-pi എന്ന് പറയുന്നത് എന്തല്ല, it is not possible. നൈട്രജൻ cannot ഫോം ആണ് അല്ലെ? സോ ഓപ്ഷൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 2 ആണ്. നൈട്രജൻ ഫോം p-pi കറക്റ്റ് ആണ്. ഫോസ്ഫറസ് ആൻസറിക് ആന്റിമണി എന്ന് പറയുന്നത് കാറ്റിനേഷൻ പ്രോപ്പർട്ടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ നൈട്രജൻ എന്ന് പറയുന്നത് d-pi എന്ന് പറയുന്നത് പോസിബിൾ അല്ല. മീഥേൻ റിയാക്ട് വിത്ത് സ്റ്റീം അറ്റ് 123 Kelvin ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. അതെന്താ കിട്ടുന്നത്? കാർബൺ മോണോക്സൈഡും H2 അല്ലെ? കാർബൺ മോണോക്സൈഡ് ആൻഡ് H2. മീഥേൻ റിയാക്ട് വിത്ത് സ്റ്റീം ഇൻ ദ പ്രസൻസ് ഓഫ് ദി at 1273 Kelvin ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. കാർബൺ മോണോക്സൈഡ് ആൻഡ് carbon monoxide and H2. Next one, the incorrect statement formed from the following. Incorrect statement ആണ്. IUPAC name of the element with 107 is equal to unnil sepium. Correct statement ആണ്. പിന്നെ the similarity in the behavior of lithium and magnesium is diagonal relationship. True ആണ്.
Oxidation state of the covalency of A is +3 and +6 3 and 6 oxidation state ആണ് വരുന്നത്. അതും കറക്റ്റ് ആണ്. ഇവിടെ നോക്കിക്കേ, the largest and the smallest species among magnesium +2 plus aluminium 3 aluminium and aluminium 3+ എന്ന് പറയുന്നതിൽ ലാർജസ്റ്റ് ആയിട്ടുള്ളത് അലുമിനിയം ആണ്. പക്ഷേ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത് Al3+ അവർ Mg2+ അവർ കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ 2 ആണ്. അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോകുന്നത്. ഏതാ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോകുന്നത്? ഇതാണ് ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻക്രീസിങ്, അതായത് കറക്റ്റ് ഓർഡർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. മെറ്റാലിക് ഓർഡർ ആണ്. കറക്റ്റ് മെറ്റാലിക് ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടറിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോഡിയം തന്നിട്ടുണ്ട്, ബെറീലിയം തന്നിട്ടുണ്ട്, ഫോസ്ഫറസ് തന്നിട്ടുണ്ട്, മെഗ്നീഷ്യം തന്നിട്ടുണ്ട്, സിലിക്കൺ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണിത്. കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്, മെറ്റാലിക് ക്യാരക്ടറിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഫോസ്ഫറസും സിലിക്കണും വെച്ച് നോക്കുമ്പോൾ ഫോസ്ഫറസ് പിന്നെ സിലിക്കൺ വരും, ബെറീലിയം മെഗ്നീഷ്യം ഇത് വരുമ്പോൾ ബെറീലിയം മെഗ്നീഷ്യം സോഡിയം വരും. ഓക്കെ, സോ ഓപ്ഷൻ എ വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ വിൽ ബി ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാത്ത ഇത് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്താണ് സ്ട്രക്ചർ എന്ന് കണ്ടുപിടിച്ചാൽ മതി. 82 ആണ്. അതായത് നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. കുറച്ച് വർക്ക് ചെയ്യണം, പക്ഷെ എന്നാൽ പോലും എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഏതാ മക്കളെ ഇതിന്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്? 82 ആണ്. അതായത് നിക്കൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 4 ആണ്, NiCl4 എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ദേ വിൽ ബി ഹാവിംഗ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ് തന്നിട്ടുണ്ടാവുക. ടെട്രാഹൈഡ്രലായിരിക്കും സി വരുന്നുണ്ടാവുക സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ FeCO5 എന്ന് പറയുന്നത് ദേ വിൽ ബി ഡയഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ CONH3 എന്ന് പറയുന്നത് ദേ വിൽ ബി ഒക്ടാഹൈഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ഇവിടെ വരുന്നതിൽ എന്തായിരിക്കും? ദേ വിൽ ബി സ്ക്വയർ പ്ലാൻ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 82 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 82. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആംബിഡെൻഡേറ്റ്? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ഏതാണ്? എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ് ആണോ, ഓക്സലേറ്റ് ആണോ? ഇതിൽ എഥിലീൻ EDTA എന്ന് പറയുന്നത് ആംബിഡെൻഡേറ്റ് അല്ല. ഒരുപാട് 4 ഓക്സിജൻ ആറ്റം ഡോണർ ആയിട്ട് 2 നൈട്രജൻ ആറ്റം ഡോണർ ആയിട്ട് വരുന്നത്. ഓക്സലേറ്റ് ആണോ? ഏതിൻ 1,2 ഡയമീൻ തയോസൈനേറ്റ് SCN. നെക്സ്റ്റ് വൺ ഓക്സിജൻ, അതായത് നമ്മുടെ ഓക്സിജന്റെ 1, 2, 3 എന്ന് തന്നിട്ടുണ്ട്. 1, 2, 3 എന്ന് തന്നിട്ട് അതിൽ ഏതിനാണ് ചോദിച്ചിരിക്കുന്നത്? അതായത് 1, 2, 3 ഏതിനാണ് വരുന്നത്? എന്താ ചോദിച്ചിരിക്കുന്നത്? അവരുടെ ഫോർമൽ ചാർജ് അല്ലെ. ഓക്സിജൻ 2, 1, 3 എന്ന രീതിയിൽ. രണ്ടാമത്തെ ഓക്സിജൻ എന്ന് പറയുന്നത് 6 - 1, 2, 3, 4, 5, 6. 6 - 6 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒന്നാമത്തെ ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ 6 - എങ്ങനെ കണ്ടെത്തുക? 1, 2, 3, 4, 5. 6 - 5 എന്ന് പറയുന്നത് +1 ഓക്സിഡേഷൻ ആയിരിക്കും. സോ ഇത് 0, ഇത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 3 എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7. സോ 6 - 7 എന്ന് പറയുന്നത് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. 0 +1 -1. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണത്. 2, 1, 3 എന്ന രീതിയിലേക്ക് അവർ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് എഴുതണം. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോ they have given you the particular complex, അതായത് PTN കോംപ്ലക്സസ് തന്നിട്ടുണ്ട്. അതിന്റെ ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ആണ് അവർ ചോദിക്കുന്നത്. ഇതിൽ CO NA3 3' എന്ന് പറയുന്നത് നമുക്കറിയാം. they will be showing the optical isomerism അല്ലെ, ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരുന്നുണ്ടാവുക? അതായത് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ബി എന്ന് പറയുന്നത് they will be showing the optical isomerism. അതേപോലെ CrH2O എന്ന് പറയുന്നത് വാട്ടർ ഉള്ളതാണ് അല്ലെ. വാട്ടർ ഉണ്ടെങ്കിൽ they will be showing what type of isomerism, my dear students? they will be showing solvate isomerism അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഈ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് എന്താണ്? സോൾവേറ്റ് വരുമ്പോൾ 2 ആണ്. which means option 3 is going to be the correct answer. 90 എന്ന് പറയുന്നത് ഓപ്ഷൻ 3 is the correct answer അല്ലെ. പിന്നെ നമുക്ക് 2 എണ്ണം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ CONH3 NO2 Cl2 എന്ന് പറയുന്നത് എന്ത് ഓപ്ഷൻ ആയിട്ടാണ് വരുന്നുണ്ടാവുക? ലിങ്കേജ് ഐസോമറിസം ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി ദി സോൾവേറ്റ് ഐസോമറിസം അല്ലെ. അല്ല, ഇത് സോൾവേറ്റ് ആയിരിക്കില്ല. ദേ വിൽ ബി ഷോയിങ് ജോമെട്രിക്കൽ ഐസോമറിസം. ഇവർ ജോമെട്രിക്കൽ ഐസോമറിസം ആയിരിക്കും. ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസം ആയിരിക്കും. ഇത് സോൾവേറ്റ് ഐസോമറിസം ആയിരിക്കും. ഇത് ലിങ്കേജ് ഐസോമറിസം ആയിരിക്കും. ഓപ്ഷൻ 3 is going to be the correct answer. എന്താ മക്കളെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 3 is the correct answer. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ വലിയ ഡിഫിക്കൽട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുള്ളൂ. ഒരു 4 ക്വസ്റ്റ്യൻസ് മാക്സ് ടു മാക്സ്, അതായത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കുറച്ച് കാൽക്കുലേഷൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 20-25 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമാണ്,
ഒരുപാട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. എനിക്ക് ഒരു മാക്സിമം 4-5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ടി ലെവൽ അത് പറയാൻ പറ്റില്ല, അതായത് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാനുണ്ട് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായത് നേഴ്സ്റ്റ് ഇക്വേഷൻ, നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇച്ചിരി കാൽക്കുലേഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മുടെ തെർമോഡൈനാമിക്സ് എന്നൊക്കെ ഇപ്രാവശ്യം ഈസി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഡെൽറ്റ എച്ച് നമ്മൾ കണ്ടെത്തിയിട്ട് നമുക്ക് ചെയ്തിട്ട് പിന്നീട് ഡെൽറ്റ ജി ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമാണ്, അതൊരു 20-25 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് വരുന്നൊരു മോഡറേറ്റ് എന്ന് പറയുന്നത് 55% എളുപ്പമാണ്. നമുക്കൊരു ബാക്കിയുള്ള ഒരു 30-40% ആണ് ഒരു മോഡറേറ്റ് ലെവലിൽ വരുന്നത്. വെറും 10-15% മാക്സിമം ആണ് നമുക്ക് ഇതായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. 10-15% മാത്രമാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിഫിക്കൽട്ടി, അതായത് 4-5 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പ്രോബ്ലംസ് ഡിഫിക്കൽട്ടി ലെവലല്ല, ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കിട്ടാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടണം. ഓക്കെ, ഇത് ഈ ഇയർ വളരെ വളരെ എളുപ്പമായിരുന്നു. അതായത് PYQs ടൈറ്റാനിയത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ബാക്കി സോൾവേറ്റ് ഐസോമർസ്, ഇങ്ങനെ ഈ മാച്ച് ദ ഫോളോയിങ് ആയിക്കോട്ടെ, CLF3യുടെ കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ നൈട്രജൻ ഓക്സിജൻ ഉള്ളത് DPI, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. PYQസിൽ എക്സ്ട്രീംലി PYQs മാത്രം എടുത്തിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല ദർശൻ. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നു, വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും എളുപ്പമാണ് കെമിസ്ട്രി വന്നിരിക്കുന്നത്. ആകെ 4-5 ക്വസ്റ്റൻസ് മാത്രമാണ് നമ്മൾ കുറച്ചുകൂടി വർക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഒക്കെ സെറ്റ് ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ആദ്ര മിസ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആദ്ര മിസ്സിന് ഫിസിക്സിന്റെ ലൈവ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മിസ്സിനെ വിളിക്കാം. മിസ് പറയുന്നുണ്ടായിരുന്നു ഫിസിക്സും വളരെ എളുപ്പമാണ്, വലിയ ഡിഫിക്കൽട്ടി ലെവലൊന്നുമില്ല ഫിസിക്സിന്. അങ്ങനെയൊക്കെ മിസ്സും പറഞ്ഞിരുന്നു. ഫിസിക്സ് എങ്ങനെയുണ്ട് മക്കളെ? ഫിസിക്സ് എങ്ങനെയാണ് തോന്നിയിരുന്നു നിങ്ങൾക്ക്? ഫിസിക്സിന്റെ അവസ്ഥ എന്താ? ഫിസിക്സിന്റെ അവസ്ഥ എന്താ മക്കളെ? ഫിസിക്സ് എളുപ്പമായിരുന്നോ? നെക്സ്റ്റ് ഇയർ ടഫ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്രാംസിനെ വിളിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കെമിസ്ട്രി എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, yes, hello everyone, hello, good evening. Yes,
ഓക്കെ, അപ്പൊ നിങ്ങൾ ഫിസിക്സിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അനാലിസിസും കൂടിയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ബോട്ട് ബയോളജിന്റെയും കെമിസ്ട്രിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് നിങ്ങൾ ചെയ്തു. ആൻഡ് ഫിസിക്സിലെ ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൻസേഴ്സ് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും മിസ് ഇത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അനാലിസിസ് കൊണ്ടുവന്ന് തരാം. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി എക്സാം എല്ലാം ഈസി ആയിരുന്നു എന്ന് വിചാരിക്കണം അല്ലെ. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇക്വേഷൻ തന്നേണ്ട ഇക്വേഷൻസ് നേരിട്ട് അതേപോലെ സെയിം ഇക്വേഷൻസ് ഇട്ട് കൊടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ നോക്കുമ്പോൾ നെക്സ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫിസിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് അറിയാം ഹാർഡ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഫിസിക്സിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ല. ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ളായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും പ്ലസ് ടുവിലായിരിക്കും. പ്ലസ് ടുവിൽ നമുക്ക് ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മീൻസ് ഒരു 19 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഏതായിരുന്നു ഉണ്ടായിരുന്നത് 11th ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ളി 12th ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം വേഗം പറയാം. ഓക്കെ, സൂപ്പർ ആയിരുന്നു, എഴുതാൻ പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫിസിക്സിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഫിസിക്സിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്ന ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ടപ്പേ എന്ന് പറഞ്ഞിട്ട് പറയാൻ പോവാണ്. ഓക്കെ, സോ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുകയാണെന്ന സമയത്ത് 100 turn closely wound circular coil of radius 5 cm has a magnetic field of 3.14 10 into 10 raised to -3 Tesla ആണ് at its center. The current flowing through the coil and magnitude of the magnetic moment of this coil are respectively. Okay, നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? current flowing through the coil അതുപോലെ തന്നെ magnetic momentum ആണ്, രണ്ടുമാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, B is equal to mu0 അല്ലെ. B is equal to mu0 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആ ഇക്വേഷൻ നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കുലർ കോയിന്റെ കേസിൽ ഉണ്ടാകുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1, 2, 3, 4 ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. സോ mu0 ni/2r എന്ന് പറയുന്ന ഇക്വേഷൻ അതിന്റെ സെന്റർ നിങ്ങൾക്ക് അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B is equal to mu0 ni/2r ആണ്. ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടും. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക ഓപ്ഷൻ 1 ആയിരുന്നു അല്ലെ. ഓപ്ഷൻ 1 is the right answer. ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് വേഗം പറഞ്ഞു പോകാന്നുള്ളതുകൊണ്ട് വേഗം ഓരോന്നിന്റെ ആൻസർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് വേഗം പറഞ്ഞുതരാം. അപ്രോച്ച് ആണ് മിസ്, ഒന്ന് വേഗം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കേസ് ഓരോന്നിലും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. മാച്ച് ദ ഫോളോയിങ് എന്താണ്? ഇവിടെ E is equal to h nu, diffusion and interference, lambda is equal to h/p, Compton effect. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം E is equal to h nu എന്ന് പറയുന്നത് is the energy of photon. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം E is equal to energy of the photon, that is A changes to fourth. എയും ഫോർത്തും വരുന്ന മെയിൻലി 3 ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ നോക്കുക, ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ് ആണ്. ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ് is the wave nature of light, that is A fourth, B 3. ഓക്കെ, then lambda is equal to h/p ആണ് അത് വരുന്നത്. ഇറ്റ് ഈസ് എ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആയിരിക്കും അല്ലെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആയിരിക്കും വരിക. ആൻഡ് നെക്സ്റ്റ് വൺ കോംപ്ടൺ എഫക്ട് ഇസ് ദ പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റ്, ദാറ്റ് ഇസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വേഗം ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിൽ നോക്കുന്ന സമയത്ത് ഈ lambda is equal to h/p ഏതാണെന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം തന്നെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം ആൻസറിലേക്ക് എത്താം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കുക. അടുത്ത ക്വസ്റ്റനില് the current in the circuit shown below, all diodes are ideal and identical. Then എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന കറന്റ് ആണ്, ഈ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓരോ ഡിഫറെന്റ് കോമ്പിനേഷനിലും ഉണ്ടാകുന്ന കറന്റ് നേരെ കാൽക്കുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നുണ്ടായിരിക്കുക ഓപ്ഷൻ 2 ആണ് കേട്ടോ. 15/2 ആംപിയർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, റെഡി. Then next question നോക്കുക. The speed of light in vacuum is taken as unity. Speed of light in vacuum നമ്മൾ എന്ത് ചെയ്യുന്നു? unity ആയിട്ടാണ് എടുക്കുന്നത്. If light takes 6 minutes 40 seconds to reach the earth from the sun, distance between sun and earth in new unit is. Okay, distance ആണ് കണ്ടുപിടിക്കേണ്ടത്.
ടൈം തന്നിട്ടുണ്ട് അല്ലെ, ടൈം തന്നിട്ടുണ്ട്, വെലോസിറ്റിയും ആക്ച്വലി തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സ്പീഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ വെലോസിറ്റി സ്പീഡിന് ഞാൻ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം ആണെന്നുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആ വരിക. ഇവിടെ ടൈമിന് നേരെ നമുക്ക് ചേഞ്ച് ചെയ്യണം. 6 minutes 40 seconds എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6 minutes 40 seconds എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നേരെ ചേഞ്ച് ആക്കണം അല്ലെ. 6 minute 40 seconds നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ആക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും ദാറ്റ് ഇസ് ഈക്വൽ ടു 400 ആണ് എന്നുള്ളത് കിട്ടും. 400 seconds ആണ്. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഓൾറെഡി 1 ആയിട്ട് യൂണിറ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ 1 into 400 ചെയ്യാം. വി ഗോട്ട് 400 meters. 400 meters ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്, ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 is the right answer. ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്, ദ ഫോളോയിങ് പ്ലോട്ട് ഷോസ് ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് ടൈം t of a ball thrown vertically upwards and falling back. Which of the following plots are correct? ഇതിൽ തന്നിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് വേരിയേഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ടൈം, വെലോസിറ്റിയും ടൈമും ആണ്. വെൻ ദ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് ഫോളിംഗ് ബാക്ക് അല്ലെ, മുകളിലേക്ക് എറിഞ്ഞു നേരെ താഴേക്ക് വരികയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ 1 C ഓൺലി, A and E ഓൺലി, D ഓൺലി ആൻഡ് ഫോർത്ത് വൺ B ഓൺലി. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക? നമ്മളൊരു ബോൾ എടുത്തിട്ട് നേരെ മുകളിലേക്ക് എറിയുന്നു, എന്നിട്ട് അത് നേരെ താഴേക്ക് തിരിച്ചു. അപ്പൊ മുകളിലേക്ക് എറിയുന്ന സമയത്ത് ഏറ്റവും മുകളിലത്തെ പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെലോസിറ്റി 0 ആകും, പിന്നെ നേരെ താഴേക്ക് വരുമ്പോൾ വെലോസിറ്റിയിൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ. സോ 5th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് യെസ്. ഓക്കെ, ഗ്രാഫ് സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഗ്രാഫ് സി ആണ്, ദാറ്റ് ഇസ് സി ഓൺലി ഇസ് ദ റൈറ്റ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ഗ്രാഫ് സി ഓൺലി ഇസ് ദ റൈറ്റ് ആൻസർ. നേരെ മുകളിലേക്ക് പോവുക, എന്നിട്ട് മുകളിലേക്ക് പോകുന്നു, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് എന്താവും, ബോൾ നേരെ ഇടണം. ബോൾ നേരെ ഇടുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ റെസ്റ്റിലെത്തും, 0യിലേക്ക് എത്തും. എന്നിട്ട് വീണ്ടും താഴേക്ക് വരുമ്പോൾ വീണ്ടും വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക അല്ലെ. അപ്പൊ താഴേക്ക് വരുന്ന സമയത്ത് യെസ്, ദിസ് ഇസ് ദ ഗ്രാഫ്. ഇതാണ് നമ്മുടെ ഗ്രാഫ് വരിക. ഓക്കെ, therefore option 1 ഗ്രാഫ് സി ഓൺലി ഇസ് ദ റൈറ്റ് ആൻസർ. ഗ്രാഫ് സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഇൻ ദ vernier calipers 20 vernier scale division coincide with the 16 main scale division. The least count of the vernier calipers is, least count ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ least count കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ. അതായത് മെയിൻ സ്കെയിൽ ഡിവിഷനും വെർനിയർ സ്കെയിൽ ഡിവിഷനും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂടാ? യെസ്, ഇവിടെ ഉണ്ടാവുന്ന ലീസ്റ്റ് കൗണ്ട് ആക്ച്വലി കണ്ടുപിടിക്കാം. ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? 1 MSD minus 1 VSD ആണ് അല്ലെ. ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ 1 MSD minus 1 VSD ആണ് ഉണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 20 vernier scale reading. 20 vernier scale division is coincide with 16 main scale division. 16 main scale division ആയിട്ട് coincide ചെയ്യാണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 VSD is equal to എന്തായിരിക്കും വരിക? 16 MSD divided by 20 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 16/20 ചെയ്യുക അല്ലെ. 16/20 ചെയ്യുന്ന സമയത്ത് 1 VSD is equal to നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, 0.8 MSD ആണ് എന്നുള്ളത് കിട്ടും അല്ലെ. 16/20 ചെയ്യുക, വി ഗോട്ട് 0.8 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, മെയിൻ സ്കെയിൽ ഡിവിഷൻ കിട്ടിയിട്ട് അപ്പോൾ ഒരു വെർനിയർ സ്കെയിൽ റീഡിംഗ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.8 MSD ആണ്. സോ 1 മൈനസ് എന്ത് ചെയ്യുക? 0.8 ചെയ്യുക, ദാറ്റ് ഇസ് 0.02 അല്ലേ. 1 മൈനസ് 0.8 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, അത്രയും മില്ലിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് വരും? യെസ്, സെന്റിമീറ്ററിലേക്ക് വേഗം കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 0.02 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം, സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.2 millimeter ആണ് ആക്ച്വലി. ഇവിടെ 0.2 വരും, 1 മൈനസ് ഇത് ചെയ്യുമ്പോൾ 0.2 millimeter ആണ് വരിക. അതിന് നേരെ എന്ത് ചെയ്യുക? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻⁻1 ദാറ്റ് ഇസ് 0.02 സെന്റിമീറ്റർ. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ്, നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 0.02 സെന്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? An AC circuit contains a resistance of 1 kilo ohm. റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് 1 kilo ohm ആണ്. കപ്പാസിറ്റർ ഓഫ് 0.1 microfarad. An inductor of 1 millihenry ആണ് വന്നിട്ടുള്ളത്. കണക്റ്റഡ് ഇൻ സീരീസ്. റെസിസ്റ്റൻസ്
ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട് ഇസ് അപ്രോക്സിമേറ്റ്ലി. റെസൊണന്റ് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് നമ്മൾ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അല്ലേ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, സുഖമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ ആദ്യം അസൈൻമെന്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ റെസിസ്റ്റൻസ് ആർ 1 കിലോ ഓം അല്ലേ, അതായത് 1 × 10⁻³ ഓം ആയിരിക്കും വരാം. ഓക്കെ, ആൻഡ് കപ്പാസിറ്റർ സി ഈസ് ഈക്വൽ ടു 0.1 മൈക്രോ ഫാരഡ് ആണ്. അതിന് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.1 × 10⁻⁻6 ഫാരഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇൻഡക്ടർ ആണ്. ഇൻഡക്ടർ L is equal to 1 മില്ലി ഹെൻറി ആണ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 × 10⁻³ ഹെൻറി ആണ് അല്ലെ, 1 × 10⁻³ ഹെൻറി ആയിരിക്കും വരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യാടാ, ഇനി നേരെ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് F is equal to 1/2π√LC ആണ്. 1/2π√LC ആണ്. ഓക്കെ, റെസൊണന്റ് ഫ്രീക്വൻസി ദാറ്റ് ഇസ് 1/2π × √LC എന്ന് പറയുന്ന സമയത്ത് 1 × 10⁻³ into C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 0.1 × 10⁻⁻6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് 1/2π into √LC എന്ന് പറയുമ്പോൾ 1 × 10⁻³ 10⁻³ into 10⁻6 എന്ന് പറയുന്ന സമയത്ത് 10⁻9 വരും, into 10⁻1 10⁻10 വരും അല്ലെ. അപ്പൊ into 10⁻10, അതായത് 1/2π into 10⁻5 that is 10⁻5 divided by 2π. ഓക്കെ, ദാറ്റ് ഇസ് 10⁻5 divided by 2π ആണ്. വേഗം സിമ്പിൾ ആയിട്ട് തന്നെ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. 10⁻5 എന്ന് പറയുന്ന സമയത്ത് അതിന് നമുക്ക് 2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 10 × 10⁻4 divided by 2π ആണ്. അപ്പോൾ 2 ഇതിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ 5 വരും. 5/π into 10⁻4 5/π into 10⁻4 ചെയ്ത് നോക്കുക. സിമ്പിൾ ആണ്. 5 divided by 3.14 into 10⁻4 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ആൻസർ വരുന്നുണ്ടായിരിക്കുക 15.9 kHz. അത്രയും into 10⁻3, ഇത്രയും 15.9 into 10⁻3 എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ് ഇസ് അത്രയും kHz എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. 15 kHz എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഓക്കെ. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. 15.9 kHz is the right answer. Ready? Yes, very good, Darshan. Yes, very good. Okay. Then next question നോക്കുക. In the figure given below shows a long straight solid wire of circular cross section of radius A carrying a steady current I. ഒരു I current carry ചെയ്യുന്നുണ്ട്. And the current I is uniformly distributed across the cross section. The plot which is correctly represent the variation of magnetic field with the distance r from the axis of the conductor in the region is. അപ്പോൾ variation of r അനുസരിച്ച് magnetic field which is with its variation with its distance അല്ലെ. magnetic field എങ്ങനെയാണ് അതിന്റെ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് വാരി ചെയ്യുന്നത് എന്നുള്ള കേസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഇൻസൈഡ് ഉണ്ടാവുന്നതും മാഗ്നറ്റിക് ഫീൽഡും ഔട്ട്സൈഡ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇക്വേഷൻസ് ഇതേ സെയിം കമ്പാരിസൺ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ളതാണ്, മുന്നുള്ള ക്വസ്റ്റൻസിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. സോ μ0I/2πr² ആണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. μ0I/2πd എന്ന് പറയുന്നതാണ് സ്ട്രൈറ്റ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ വരിക. ആൻഡ് ഇവിടുത്തെ കേസിൽ എന്ത് വരും, ലോങ് സ്ട്രൈറ്റ് സോളിഡ് വയറിന്റെ കേസിൽ ഇൻസൈഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് μ0IR divided by 2πd എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ. ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ. ആൻഡ് ഔട്ട്സൈഡ് ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് μ0I divided by 2πr ആയിരിക്കും വരിക. ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ്. ഇങ്ങനെ ആയിരിക്കും വരിക കേട്ടോ. ദാറ്റ് ഇസ് ബി ഔട്ട്സൈഡ് ആൻഡ് ദിസ് ഇസ് ബി ഇൻസൈഡ്. ബി ഇൻസൈഡും ബി ഔട്ട്സൈഡും. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ ബി ഇൻസൈഡ് എന്ന് പറയുന്നതും ബി ഔട്ട്സൈഡ് എന്ന് പറയുന്നതും സംഗതി കിട്ടിക്കഴിഞ്ഞു. ദെൻ അത് രണ്ടും തമ്മിലുണ്ടാകുന്ന വേരിയേഷൻ കാണിക്കുന്നത് ഇഫ് ആർ ഇസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ, അതായത് നമ്മുടെ റേഡിയസിനോട് ഈക്വൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടല്ലോ, അപ്പൊ അതിനോട് ആ ക്രോസ് സെക്ഷൻ നമ്മളൊരു ആംപിയർ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഡിയസിനോട് ഒരു സർക്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യണം. അതിന്റെ റേഡിയസിനെക്കാട്ടും ഇൻസൈഡിലേക്ക് പോയി അതിന്റെ റേഡിയസിനായിട്ട് കുറവുള്ള ഡിസ്റ്റൻസ്, അതായത് ഇൻസൈഡ് പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നുണ്ടായിരിക്കും, ഇറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ചെയ്ത് വരും. ആൻഡ് ഫൈനലി അത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക അല്ലെ. പിന്നെ അത് ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും വരിക. അപ്പൊ ആദ്യം കൂടി പിന്നെ ഇൻവേഴ്സ് റിലേഷൻ. ദാറ്റ് ഇസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. A uniform metallic wire having resistance 4 ohm is bent to form a square loop ABCD. A resistance of 2 ohm is connected between the points B and D. Between the points B and D അവിടെ നമ്മളൊരു 2 ohm റെസിസ്റ്ററോട് കണക്ട് ചെയ്തിട്ടുണ്ട്. And a battery of 2 volt is connected across the point A and C. Across the point A and C യിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, that is a battery arm. അവിടെ നമ്മളൊരു 2 വോൾട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും.
ആൻഡ് നൗ ദ വാല്യൂ ഓഫ് ദ കറണ്ട് IS, അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ കറണ്ടിന്റെ വാല്യൂ നമുക്ക് സുഖമായിട്ട് നമുക്കറിയാം, അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വോൾട്ടേജിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, കറണ്ട് I is equal to R equivalent ചെയ്താൽ മതി അല്ലെ. കറണ്ട് I is equal to R equivalent ചെയ്താൽ മതി കേട്ടോ. അപ്പൊ I is equal to R equivalent ചെയ്യാം. I is equal to വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R equivalent ചെയ്യാം. സോ ഇക്വാലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസും കാര്യങ്ങളും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരിക വോൾട്ടേജ് 2 ആയിരിക്കും വരിക, 2 ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിട്ടും. സോ 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 is the right answer. ഓപ്ഷൻ 1 2 ആംപിയർ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. an unknown nucleus has a nuclear density, ഒരു ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 2.29 into 10 raised to 17 kilogram per meter cube ആണ്. ആൻഡ് മാസ് ഓഫ് 19.926 into 10 raised to minus 27 kilogram ആയിരിക്കും വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മാസ് നമ്പർ A is approximately, മാസ് നമ്പർ എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാസ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂക്ലിയർ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്, അതിന്റെ മാസ് തന്നിട്ടുണ്ട്, ആൻഡ് മാസ് നമ്പർ എന്തായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ ന്യൂക്ലിയർ മീൻസ് മാസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. മാസും മാസ് നമ്പറും തമ്മിൽ എന്താ റിലേഷൻ വരിക, ദാറ്റ് ഇസ് മാസ് ഇസ് ഈക്വൽ ടു അതിന്റെ മാസ് നമ്പർ ഇൻറ്റു മാസ് ഓഫ് 1 ന്യൂക്ലിയസ് അല്ലെ. ഒരു ന്യൂക്ലിയസിന്റെ മാസ് ഇൻറ്റു മാസ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് കിട്ടും. അപ്പോൾ മാസ് നമ്പർ ഇൻറ്റു മാസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ന്യൂക്ലിയസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് ദ മാസ് ഓഫ് ദി എൻറ്റയർ ന്യൂക്ലിയസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാസ് നമ്പർ ആണ്. മാസ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ മാസ് ഡിവൈഡഡ് ബൈ ഒരു സിംഗിൾ ന്യൂക്ലിയസിന്റെ മാസ് അല്ലെങ്കിൽ സിംഗിൾ ന്യൂക്ലിയറിന്റെ മാസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ യെസ്. അപ്പൊ ചെയ്ത് നോക്കുന്ന സമയത്ത് എത്ര വരും എന്നറിയോ, ദാറ്റ് ഈസ് അവിടെ മാസ് എന്ന് പറയുന്നത് 19.926 into 10 raised to minus 27 ആണ്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും, 1.66 into 10 raised to minus 27 കിലോഗ്രാം ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ is m/u ചെയ്ത് കഴിഞ്ഞാൽ യെസ് ദ കറക്റ്റ് ഓപ്ഷൻ is ഓപ്ഷൻ 12.003 അല്ലെ. 12. that is option 1. Option 1 is the right answer. Option 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. 12.003 ഇത് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തും. ദാറ്റ് ഇസ് ഓപ്ഷൻ 12 is the right answer. Okay, yes. Then next question നോക്കുക. A rectangular wire loop of sides 8 cm and 3 cm with a small cut is moving out of the region of uniform magnetic field of magnitude 0.3 Tesla. Magnetic field in the value എത്രയാണ്, it is 0.3 Tesla ആണ്, which is directed normal to the plane of the loop. The EMF developed across the cut if the velocity of the loop is 2 cm per second in a direction normal to the shorter side of the loop will be. ഓക്കെ, ഇവിടെ എന്താണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്? യെസ്, റെക്ടാങ്കുലർ വയർ ലൂപ്പ് നമുക്ക് അതിന്റെ കാര്യങ്ങളും വാല്യൂ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.3 Tesla ആണ്. ആൻഡ് വെലോസിറ്റി EMF ഡെവലപ്ഡ് അക്രോസ് ദ കട്ട് ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ലൂപ്പ് ഇസ്, വെലോസിറ്റി ഓഫ് ദ ലൂപ്പ് തന്നിട്ടുണ്ട്, അതും തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് അതിന്റെ വോൾട്ടേജ് എത്രയാണ്, EMF എത്രത്തോളം വോൾട്ടേജ് അവിടെ ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ EMF എത്ര ഡെവലപ്പ് ചെയ്തുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സിംപ്ലി എന്ത് ചെയ്താൽ മതി, അബ്സലോൺ ഈസ് ഈക്വൽ ടു BVL അല്ലേ, അബ്സലോൺ ഈസ് ഈക്വൽ ടു BVL എന്നുള്ളത് നമുക്കറിയാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇക്വേഷൻസ് അല്ലേ. അപ്പോൾ 0.3 വരും ആൻഡ് 2 cm/s ആണ്. അതിന് നേരെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 8 cm into 3 cm എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. സോ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4.8 into 10 raised to minus 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി BVL. Okay, yes, that is option 4 is the right answer. Then galvanometer of resistance 100 ohm gives full scale deflection for a current of 1 milliampere. It is converted into an ammeter of range 0 to 10 ampere. Then there is shunt required. ഇവിടെ shunt resistance ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ, shunt resistance ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നോക്കാം, ഇവിടെ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ, 100 ohm ആണ്. ആൻഡ് കറണ്ട് തന്നിട്ടുണ്ട്, കറണ്ട് I is equal to 1 milliampere ആണ്. ദാറ്റ് ഇസ് 1 into 10 raised to minus 3 ampere ആണ്. 1 into 10 raised to minus 3 ampere ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു അമ്മീറ്റർ ഓഫ് റേഞ്ച്. അമ്മീറ്റർ റേഞ്ച് എത്രയാണ്, ദാറ്റ് ഇസ് നമ്മൾ എടുക്കേണ്ട അമ്മീറ്ററിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ്, ദാറ്റ് ഇസ് 10 ampere ആണ്.
10 ആംപിയർ റേഞ്ച് ആണ് ഉണ്ടായിരിക്കുക. സ്കെയിൽ ഡിഫ്ലക്ഷൻ അതായത് ഗാലനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിരിക്കും 1 × 10⁻³ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് എത്രയാണ്, സ്മോൾ ഷണ്ട് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നമ്മളൊരു ഗാലനോമീറ്റർ എടുത്തിട്ട് ആ ഗാലനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തേ? യെസ്, ഒരു ഷണ്ട് റെസിസ്റ്റൻസ് അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുക അല്ലെ. ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ അതിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യായിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും? യെസ്, അവിടെ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടുന്നുണ്ടായിരിക്കും? റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അവിടെയാണ് ദിസ് ഇസ് ദ ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പൊ ഈ കറണ്ട് ആണ് ഫ്ലോ ചെയ്യണമെങ്കിൽ IG കറണ്ട് ഇതിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലൂടെ വരുന്ന കറണ്ട് I - IG ആയിരിക്കും ഷണ്ട് റെസിസ്റ്റൻസിലൂടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പറയാം രണ്ട് കേസിൽ വോൾട്ടേജ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? V is equal to വോൾട്ടേജ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ V is equal to ഇവിടെ ഗാലനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് V is equal to IR ആണ്. സോ IG × G which is equal to I - IG into ഷണ്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. സോ ഷണ്ട് റെസിസ്റ്റൻസ് is equal to IgG divided by I - IG എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് IG എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 × 10⁻³ into 100 divided by I - IG 10 - 1 × 10⁻³ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേഗം ഇക്വേഷൻ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? യെസ്. അപ്പൊ 0.01 ഓം എന്ന് പറയുന്നതായിരിക്കും ആൻസർ. അപ്പൊ ഒന്നുമില്ല, സിംപ്ലി ആ ഇക്വേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂസ് എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0.01 ഓം ഇസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ 1 അല്ലെ. ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. In young stable slit experiment using monochromatic light of wavelength lambda, the intensity of light at a point on the screen where path of difference is lambda is k units and the intensity of light at a point where the path of difference is lambda by 3 will be. ഓക്കെ, അപ്പൊ ഇത് സുഖമായിട്ട് ചെയ്യാം. അതായത് പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദാറ്റ് ഇസ് നിങ്ങൾക്ക് അറിയാം പാത്ത് ഡിഫറൻസ് ϕ is equal to 2π/λ into Δx ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we got k/4. ഓപ്ഷൻ 1 k/4 is the right answer. Okay, ready? Yes. Then next question നോക്കുക. The magnitude and direction of an acceleration produced in a body of mass 5 kg when two mutually perpendicular forces 8 Newton and 6 Newton act on it are respectively. Okay. Magnitude and direction of the acceleration produced by a body of mass 5 kg. അല്ലെ, ബോഡിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 5 kg ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സസ് ഏതൊക്കെയാണ്? 8 ന്യൂട്ടണും 6 ന്യൂട്ടണും ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ പ്രൊഡ്യൂസർ, ആക്സിലറേഷന്റെ ആണ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റൂടാ? ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ സിംപ്ലി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാം. നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ m ചെയ്താൽ മതി അല്ലേ. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ആക്സിലറേഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ എന്ത് ചെയ്യുക? അതിന്റെ ടാൻ തീറ്റയും കൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ ആക്സിലറേഷൻ എല്ലാത്തിനും സെയിം ആയിരിക്കും, പക്ഷേ ടാൻ ഫൈന്റെ വാല്യൂം കൂടെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് അറിയാം 8 ആണല്ലോ. അപ്പോൾ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6/8 കിട്ടും. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 വിത്ത് 8 ന്യൂട്ടൺ ഫോഴ്സ് ആൻഡ് അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 2 m/s² ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ സിംപ്ലി എന്ത് ചെയ്താൽ മതി? ആദ്യം നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ചെയ്താൽ മതി. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? √f1² + f2² ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ √8 + 6 ചെയ്യുക. 8(1² + f1² ആണ്. സോ 8² + 6² ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 10 ന്യൂട്ടൺ. 10 എന്ത് ചെയ്യാം? മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കിലോഗ്രാം ആണ്. അപ്പോൾ 10/5 ചെയ്യും. ഇവിടെ √8² + 6² ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് 10 ന്യൂട്ടൺ. സോ അങ്ങനെയാണെങ്കിൽ 10/5 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 2 m/s² ആണ്. പിന്നെ 5 is equal to tan inverse of 6/8 ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ യെസ്. The 5 capacitors of capacitance. 5 capacitors നമുക്ക് തന്നിട്ടുണ്ട്. 5 capacitors of capacitance
5 കപ്പാസിറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് C1, C2, C3, C4 is equal to 10 microfarad ആണ്. ആൻഡ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് we got C5 is 2.5 microfarad ആണ്. are connected as shown in the figure along the battery of 50 volt. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ, അവരുടെ കപ്പാസിറ്ററിന്റെയും ഇക്വാലന്റ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ C1, C2, C3, C4 എല്ലാം 10 മൈക്രോഫാരഡും C5 എന്ന് പറയുന്നത് മാത്രം 2.5 മൈക്രോഫാരഡും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് നോക്കുമ്പോൾ C2, C3 സീരീസ് ആണ്, C1, C4 എല്ലാം സീരീസ് ആയിട്ടാണ് കിടക്കുന്നത്. C5 എന്ന് പറഞ്ഞിട്ടുള്ള ആ കോമ്പിനേഷൻ നേരെ പാരലായിട്ടായിരിക്കും കിടക്കുക. അപ്പൊ നിങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം, സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? 1/C1 + C2 + C3 + C4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1/C is equal to അവിടെ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ 1/R is equal to റെസിസ്റ്റേഴ്സ് ഉണ്ട് ഡിവൈഡഡ് ബൈ അതിന് നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ മൊത്തം 10 മൈക്രോഫാരഡ് ആണ് ഉള്ളത്. അപ്പോൾ n/C ചെയ്താൽ മതി. n/C ചെയ്താൽ അപ്പോൾ 4 റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണെന്നുണ്ടെങ്കിൽ 4/10 ചെയ്യുക. 4/10 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 2/5 മൈക്രോഫാരഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ആ ഫസ്റ്റ് ഫോർ റെസിസ്റ്റേഴ്സിന്റെ ഇക്വാലന്റ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ദെൻ ഫസ്റ്റ് 4 റെസിസ്റ്റേഴ്സിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരും? 1/C equivalent is equal to 4/10 മൈക്രോഫാരഡ് ആയിരിക്കും. ദാറ്റ് ഇസ് 2/5 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. കഴിഞ്ഞിട്ടില്ല, വേറെ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? C1 കൂടി C5 കൂടി ഉണ്ട്. C5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 2.5 മൈക്രോഫാരഡ് ആണെന്നുള്ളത് തന്നിട്ട്. അപ്പോൾ ഇക്വാലന്റ് കിട്ടണമെങ്കിൽ C1 + C2 ചെയ്യാം. ഓക്കെ, രണ്ടും പാരലൽ ആയിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇക്വാലന്റ് ആയിട്ടുള്ള സംഭവം കിട്ടണമെങ്കിൽ ഈ 4 റെസിസ്റ്റേഴ്സിന് ഇക്വാലന്റ് + C5 ചെയ്യാം. അപ്പോൾ 2/5 മൈക്രോഫാരഡ് പ്ലസ് എന്ത് വരും? 2.5 മൈക്രോഫാരഡ് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 5 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. യെസ്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. യെസ്, ഓപ്ഷൻ 1 5 മൈക്രോഫാരഡ് തന്നിട്ടുണ്ട്. ആൻഡ് 5 മൈക്രോഫാരഡ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കപ്പാസിറ്റേഴ്സിലും അതാണോ? അല്ല, 5 മൈക്രോഫാരഡ് 125 മൈക്രോഫാരഡ് ഓൺ C1 ആൻഡ് to C4 ആൻഡ് 25 മൈക്രോഫാരഡ് ഓൺ C5 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. സോ മൈക്രോഫാരഡ് ആണ് ഇവിടെ. ഓക്കെ, ബാറ്ററി 50 വോൾട്ട് ആണല്ലോ. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂം കൂടെ അതിൽ നിങ്ങൾ ഫൈനലി കണ്ടുപിടിക്കണം. ക്യൂവിൻ്റെ വാല്യൂം കൂടെ ചെയ്ത് നോക്കി നോക്കുക. Q is equal to CV ആണ് അല്ലെ? കപ്പാസിറ്റൻസ് കിട്ടി, വോൾട്ടേജും അറിയാം. സോ Q is equal to CV വെച്ചിട്ട് ക്യൂവിൻ്റെ വാല്യൂം കൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര മൈക്രോ കുളോം ആണ് എന്നുള്ള കാര്യം കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ ചെയ്യണമെങ്കിൽ C നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. Cൻ്റെ വാല്യൂ 5 ആണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ 5 ഇൻറ്റു എന്ത് ചെയ്യുക? യെസ്, ഇതിൻ്റെ വാല്യൂം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ഇൻറ്റു ഇവിടെ 50 വോൾട്ടേജ് ആണ് ഉള്ളത് അല്ലേ? Q is equal to CV ആണ്. 2.5 ആണ് ഇതിൽ നമുക്ക് ചെയ്തിരിക്കുന്നത്. വോൾട്ടേജസ് 50 ആണ്. സോ 2.5 ഇൻറ്റു 50 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് 125 അല്ലേ? 125 മൈക്രോ കുളോം. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ 5 മൈക്രോഫാരഡ്. ഓക്കെ, therefore നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 അല്ലേ? ഓപ്ഷൻ 1 is the right answer. ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. 5 മൈക്രോഫാരഡ് ആൻഡ് 125 മൈക്രോ കൂളോം on all the capacitors is the right answer. Option 1 is the right answer. Option 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Okay, then next 16th question നോക്കിക്കോളൂ. In a meter bridge the experiment, the position of the cell E and galvanometer G are interchanged. We shall observe in the galvanometer then only the right sided deflection, only left sided deflection. There will be no deflection respective of the position of the jockey. Both right sided and left sided deflection, and at balance point no deflection. ഓക്കെ, ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക? യെസ്, നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ആണ് ഇതിന്റെ കേസിൽ, മീറ്റർ ബ്രിഡ്ജ് ആണ് ഉള്ളതെന്ന്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ 4 അല്ലേ? ബോത്ത് റൈറ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഡിഫ്ലക്ഷൻസ് വരും. ആൻഡ് അറ്റ് ദ ബാലൻസ് പോയിന്റിൽ എന്തുണ്ടാവില്ല? ഡിഫ്ലക്ഷൻ കാണിക്കില്ല. ബാലൻസ് പോയിന്റിൽ അതാണ് നമ്മൾ ബാലൻസിങ് പോയിന്റ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അവിടെ എന്തുണ്ടാവില്ല? ഡിഫ്ലക്ഷൻ കാണിക്കില്ല കേട്ടോ. ഓക്കെ, യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, yes. Then next question നോക്കിക്കോളൂ. The power of a crane which lifts a mass of 1000 kg to a height of 20 meter in 10 seconds is. Okay, power of a crane which lifts a mass of 1000 kg and at a height of, അപ്പോൾ മാസ് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്.
പവർ ഓഫ് ക്രെയിൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ പവർ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വർക്ക് ബൈ ടൈം ചെയ്താൽ മതി അല്ലെ. പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇസ് P is equal to വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരൊറ്റ ഹൈറ്റിലേക്ക് കൊണ്ടുവന്ന് നിൽക്കണം. കാരണം പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടായിരിക്കുക, നമ്മുടെ വർക്ക് ഡൺ ആയിട്ട് ഉണ്ടായിരിക്കുക. ദാറ്റ് ഇസ് mgh ബൈ ടൈം കിട്ടും. ഓക്കെ യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ mgh ചെയ്യാം. മാസ് എന്ന് പറയുന്നത് 1000 ആണ്, g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 9.8 ആണ്, h 20 മീറ്റർ ആണ്, ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. യെസ്. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1000 into 9.8 into 20 മീറ്റർ ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. ഓക്കെ യെസ്. അപ്പൊ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 196 അല്ലെ. 196 9.8 into 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19.6 വരും. അതേ ഇൻറ്റു 10�3 അല്ലെ. 19.6 into 10�3. സോ അവിടെ നിന്ന് തന്നെ കിട്ടി 19.6 കിലോ വാട്ട് ആയിരിക്കും വരിക അല്ലെ. 9.8 into 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19.6 ആണ്, ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ ഇൻറ്റു 10�3 വാട്ട്സ് ആയിരിക്കും. ദാറ്റ് ഇസ് 19.6 കിലോ വാട്ട്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? യെസ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ 4 is the right answer. 19.6 kilowatt is the right answer. നമുക്ക് കിലോവാട്ട് ആയിരിക്കും വരിക കേട്ടോ. കിലോവാട്ടിലായിരിക്കും ആൻസർ വരുന്നത്. യെസ്, വെരി ഗുഡ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്? യങ്സ് മോഡുലസിന്റെ കംപ്രസിബിലിറ്റി ഉണ്ട്, ബൾക്ക് മോഡുലസിന്റെ പോയിസൺസ് റേഷ്യോ ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെ ഇക്വേഷൻസ് കാരണം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F/A divided by delta L/L ആയിരുന്നു. ദാറ്റ് ഇസ് FL/A delta L is the right answer. ആൻഡ് കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കുക. ബൾക്ക് മോഡുലസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ compressibility is -1 by delta P into delta V by V വരും. ആൻഡ് ബൾക്ക് മോഡുലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -PV divided by delta V ആണ്. പോയിസൺസ് റേഷ്യോ ദാറ്റ് ഇസ് delta D by delta L into L by D എന്ന് പറഞ്ഞിട്ട് ആൻസർ വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? യെസ്, A സെക്കൻഡ് വണ്ണിലേക്കുള്ളത് ആകെ കൂടെ ഓപ്ഷൻ 4 മാത്രം. അപ്പോൾ ഓപ്ഷൻ 4 is the റൈറ്റ് ആൻസർ. അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ആൻസറിലേക്ക് എത്തും. ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാണുമ്പോൾ തന്നെ വേഗം ആൻസറിലേക്ക് എത്താം. A2ലേക്കുള്ളത് ആകെ കൂടെ 4th ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. Okay, ready. Then next question നോക്കുക. In a concave lens, a ray of light emanating from the object parallel to its principal axis of the lens. After refraction, എന്താ സംഭവിക്കുക? റിഫ്രാക്ട് ചെയ്തതിന് ശേഷം കോൺകേവ് ലെൻസിൽ റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് ഇമേറ്റിംഗ് ഫ്രം ഒബ്ജക്ട് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ലൈറ്റ് റേസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്താ സംഭവിക്കാന്ന് നോക്കൂ. ഇറ്റ് എമർജസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണോ? ഇറ്റ് എമർജസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണോ? അല്ല അല്ലേ? യെസ്. ആൻഡ് appears to diverge from the first principal focus. It passes through 2f, which is the radius of the curvature of the lens അല്ല, and passes through the second principal focus അല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരിക? യെസ്, ഓപ്ഷൻ 2 അല്ലെ. ഓപ്ഷൻ 2 is the right answer. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്. Then next question നോക്കൂ. A thin wire of length L and linear mass density M is bent into circular ring with the center C as shown in the figure. The moment of inertia of the ring about an axis y dash will be അല്ലെ. y dash എന്ന് പറയുന്ന ഈ ഒരു ആക്സിസിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സർക്കുലർ റിംഗിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് ഒറ്റ ഡിസ്റ്റൻസ് ഡിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ബൈ യൂസിങ് പാരലൽ ആക്സിസ് തിയറം നിങ്ങൾക്ക് അറിയാം, നേരെ ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, പ്ലസ് എന്ത് ചെയ്യുക? mr² ഇട്ട് കൊടുക്കുക അല്ലെ. mr² അല്ലെ, എവിടെ ഉണ്ടാകുന്ന ഇത്രയും ഡിസ്റ്റൻസ് r² ആയിരിക്കും. അപ്പൊ എത്രയാണോ അവിടെ ഉണ്ടാകുന്ന സെന്ററിലൂടെ ഉണ്ടായിരുന്നത് ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് mr² ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എൻഡിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. എൻഡിൽ അതായത് y ഡാഷിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള കുറേ നമ്മൾ എക്സാമ്പിൾസ് ആക്ച്വലി നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ റിങ്ങിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും റോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും സിലിണ്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ കേസിൽ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു ഇതുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത മക്കൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. സോ നോക്കുക, ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരിക എന്നറിയോ? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 is the right answer. 3ml³ divided by 8π² is the right answer. Simply add ചെയ്താൽ മതി. Okay, yes. Then next is the side of a metallic cube of mass 5.580 kg is measured to be 9 centimeter.
Keeping the significant figures in view, the density of the material of the cube can be best expressed as x into 10 raised to 3 kilogram per meter cube. What the value of x is? അപ്പോൾ significant figures അവിടെ ഒപ്പം വെക്കണം. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. മാസ് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി മാസ് തന്നിട്ടുണ്ട്. മാസ് ബൈ വോളിയം ആണ് വേണ്ടത്. മെഷർ ടു ബി 9 സെന്റിമീറ്റർ അല്ലെ. ഈച്ച് സൈഡ് ഓഫ് ദ മെറ്റാലിക് ക്യൂബിന്റെ ഓരോ സൈഡും 9 സെന്റിമീറ്റർ ആയിരിക്കും. മാസ് എന്ന് പറയുന്നത് 5.580 കിലോഗ്രാം ആണ്. അപ്പൊ സിംപ്ലി നിങ്ങൾക്ക് അറിയാം ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. മാസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഒരു സൈഡ് ഓഫ് ക്യൂബ് തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? ആ സൈഡിന്റെ ക്യൂബ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? യെസ്, അവിടെ ഉണ്ടാകുന്ന വോളിയം കണ്ടുപിടിക്കുക കേട്ടോ. വോളിയം കണ്ടുപിടിക്കുക. എന്നിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്താം. ഓക്കെ, മാസ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലി ആൻസർ വരിക. കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ വേണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. 7.7 ആയിരിക്കും. 7.7 into 10 raised to 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഡെൻസിറ്റി എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയായിരിക്കും കിട്ടുക? 7.7 into 10 raised to 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. സോ ദിസ് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്. ഇതാണ് എക്സ് എന്ന് പറയുന്നത് കേട്ടോ. ബട്ട് 7.7 എന്ന് പറയുന്നതായിരിക്കും എക്സിന്റെ വാല്യൂ വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ 2. ഓക്കെ റെഡി, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. ഫോർ എ ട്രാവലിംഗ് ഹാർമോണിക് വേവ് y of x, t is equal to 2 cos 2 pi into 10t minus 0.0080x plus 0.35, where x and y are in centimeter and t is in second. The phase difference between the oscillatory motion of the 2 points separated by a distance of 0.5 meter is. അവിടെയാണ് ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് ആൻസറിലേക്ക് എത്താം. നിങ്ങൾക്കറിയാം y of x, t is equal to a cos omega t minus kx, a cos omega t minus kx plus 5 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? യെസ്, ഡെൽറ്റ 5 ആണ് കണ്ടുപിടിക്കുന്നത്. k ഇൻറ്റു ഡെൽറ്റ എക്സ് ചെയ്താൽ മതി. ഓക്കെ, ഡെൽറ്റ 5 കിട്ടണമെന്നുണ്ടെങ്കിൽ k ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന സംഗതി ചെയ്താൽ മതി. ഇപ്പോൾ കെയിൻ്റെ വാല്യൂ നമുക്ക് കമ്പാരിറ്റീവ്ലി കിട്ടും. അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് യെസ്, ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. 0.85 റേഡിയൻ ഇസ് ദ റൈറ്റ് ആൻസർ. 0.85 റേഡിയൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Monochromatic light is passing through an equilateral prism ABCD as shown in the figure. The refracted ray QR is parallel to its base BC and the angle of incidence is 50 degree ആണ്. Then angle of deviation delta ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് കുറച്ച് റിലേഷൻസ് അറിയാം. ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇത് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷന്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതിയാണ്. I plus E is equal to അല്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് വിച്ച് ഗോട്ട് 50 ഡിഗ്രി ആയിരിക്കും. സോ ഡെൽറ്റ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? I plus E minus A ചെയ്താൽ മതി അല്ലെ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു I plus E minus A ആയിരിക്കും വരിക അല്ലെ. I plus E minus A ആയിരിക്കും വരിക. ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും അതേപോലെ തന്നെ എന്റെ വാല്യൂ നമുക്ക് അറിയാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ I plus E is equal to 50 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I plus E is equal to ആംഗിൾ എക്ക് ഈക്വൽ ആയിരിക്കും. I plus I1 plus I2 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് I plus E which is equal to 50 degree അല്ലേ. The angle of incidence is 50 degree ആണ്. Then angle of deviation delta E ആണ് നമുക്ക് delta ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. That is 50 plus 50 minus 60 ചെയ്യുക. 50 plus 50 minus 60 ചെയ്യുക. That is 100 minus 60, that is 40 degree എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്രയായിരിക്കും? 40 degree is the right answer. 40 degree ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി, ക്ലിയർ? ഓക്കെ, റെഡി. അത്രേ ഉള്ളൂ കേട്ടോ. യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. In the circuit shown below, the voltage appearing across the diode D will be of the form. ഓക്കെ, നമ്മളിവിടെ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഡയോഡിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. ഏതായിരിക്കും? ഡയോഡിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് അപ്പ് സൈഡ് എത്തുമ്പോൾ അവിടെ റിവേഴ്സ് ബയസർ ആയിട്ട് മാറും. ലോവർ സൈഡ് എത്തുന്ന സമയത്ത് അത് യെസ് എന്തായിട്ട് മാറും? ഇവിടുത്തെ കേസിൽ ഈ എൻഡാണ് ഇങ്ങോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ബയസർ ആവും. ഈ എൻഡാണ് ഇങ്ങോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഫോർവേഡ് ബയസർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. അല്ല, ഇവിടെ നെഗറ്റീവ് അവിടെ പോസിറ്റീവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഫോം ഏതായിരിക്കും ഉണ്ടായിരിക്കുക? ദാറ്റ് ഈസ് ഓപ്ഷൻ
3 അല്ലേ? ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം നെഗറ്റീവ് സൈഡ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു സൈഡ് പോകുന്ന സമയത്ത്, ആദ്യം ഈ ഒരു സൈഡ് പോയി, ഈ ഒരു സൈഡ് പോകുന്ന സമയത്ത് താഴേക്ക് തരും. അടുത്ത സെക്കൻഡ് സൈഡ് പോകുന്നു. സെക്കൻഡ് സൈഡ് പോകുന്ന സമയത്തും അവിടെ എന്തായിട്ട് വരിക? യെസ്, ഫോർവേഡ് ബൈസർ ആണ് സമയത്ത് അത് ആയിട്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബൈസർ ആയിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അത് റിവേഴ്സ് ബൈസർ ആയിട്ട് മാറും. ആൻഡ് ഹാഫ് റെക്ടിഫയറിന്റെ കേസിൽ then ഓപ്ഷൻ 3 is the right answer. Okay. Then next questionലേക്ക് പോവാം. For a simple pendulum having time period t, the variation of kinetic energy of the time period t is represented by. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷനിലെ കൈനറ്റിക് എനർജിയും ടൈമും തമ്മിലുണ്ടാവുന്ന വേരിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജിയും ടൈമും തമ്മിലുള്ള വേരിയേഷൻ. അപ്പൊ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതും ടൈമും തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആയിരിക്കും എന്നറിയോ? ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, കൈനറ്റിക് എനർജിയും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയും ടൈമും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, യെസ്. Then next question നോക്കാം. A resistor is connected to a battery of 12 volt EMF and internal resistance of 2 ohm ആണ്. അപ്പോൾ അവിടെ റെസിസ്റ്ററിന്റെ ബാറ്ററി വോൾട്ടേജ് വന്നിട്ടുണ്ട് 12 വോൾട്ട് ആണ്. And internal resistance is 2 ohm ആണ്. And if the current in the circuit is സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് 0.6 ആംപിയർ ആണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി അല്ലെ, അവിടെ ഉണ്ടാകുന്ന ടെർമിനൽ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടെർമിനൽ വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുക? ടെർമിനൽ വോൾട്ടേജ് എങ്ങനെ കിട്ടുക? നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന മൊത്തത്തിൽ ഉണ്ടാകുന്ന ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന വോൾട്ടേജിൽ നിന്നും കുറച്ച് വോൾട്ടേജ് അല്ലെങ്കിൽ ഇന്റർണൽ റെസിസ്റ്റൻസിന് ഈക്വലന്റ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണോ അത്രയും വോൾട്ടേജ് അവിടെ ഉണ്ടായിരിക്കും, കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ളതാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക. ദാറ്റ് ഇസ് ദ ടെർമിനൽ വോൾട്ടേജ് അല്ലെ. ദാറ്റ് ഇസ് V is equal to epsilon minus IR അല്ലെ. V is equal to epsilon minus IR ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ ടെർമിനൽ വോൾട്ടേജ്. അപ്പൊ ഇക്വേഷനിൽ ഉണ്ട്, ഇക്വേഷനിൽ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് yes option 2 അല്ലെ. ഓപ്ഷൻ 2 is the 10.08 is the right answer. 10.08 വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 is the right answer. ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The amount of work done to raise a mass m from the surface of the earth to a height equal to radius of the earth will be അല്ലെ. അതായത് എർത്തിന്റെ റേഡിയസിനോട് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഒരു എം മാസുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഹൈറ്റിലേക്ക് ഒരു അതിലേക്ക് കൊണ്ടുവരണം, എർത്തിന്റെ സർഫസിൽ നിന്ന് ഹൈറ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാ വർക്ക് ഡൺ കണ്ടുപിടിക്കാന്ന് അറിയോ? കണ്ടുപിടിക്കാന്ന് അറിയോ? ദാറ്റ് ഇസ് നമുക്ക് അറിയാം. ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാൽ മതി. ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മൾ എന്തായിട്ട് സ്റ്റോർ ചെയ്യുക? വർക്ക് ഡൺ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് mgr/2 അല്ലെങ്കിൽ ഹാഫ് mgr എന്ന് പറഞ്ഞിട്ട് കിട്ടും. mgr/2 ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഒന്നുമില്ല, പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ കിട്ടണം എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ ഉണ്ടാകുന്നത് GMM/R ആയിരിക്കും വരിക. അത് കഴിഞ്ഞിട്ടൊരു R+R അല്ലെ, ഒരു ആറിനോട് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റിലേക്ക് വരുമ്പോൾ ഇതായിരുന്നു റേഡിയസ് 6. അത് കഴിഞ്ഞിട്ട് ഒരു R ഡിസ്റ്റൻസിലും കൂടെ മുകളിൽ പോയിട്ട് ഒരു ഇവിടെയാണ് ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്നത്. ഈ ഒരു പോയിന്റിലേക്ക് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? R+R വരും അല്ലെ. ടോട്ടൽ ആയിട്ട് ഉണ്ടാകുന്നത് R+R ആയിട്ടായിരിക്കും. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് യു ഫൈനൽ ഈക്വൽ ടു മൈനസ് GMM/2R വരും. അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. GMM/2R മൈനസ് GMM/R ചെയ്യുക. അപ്പോൾ GM/2R കിട്ടും. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് രണ്ടും തമ്മിലുണ്ടാകുന്ന ചേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore GR²/m × 2R എന്ന് പറഞ്ഞിട്ട് ഹാഫ് mgr എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? റിലേഷൻ കിട്ടും. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric heater supplies heat to a system. An electric supply heat to a system of rate system a rate of 100 watts. If the system performs a work rate of 75 joule per second, then the rate at which internal energy increases will be അല്ലെ. ഇന്റേണൽ എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് സിംപ്ലി മൈനസ് ചെയ്താൽ മതി അല്ലെ. സിംപ്ലി മൈനസ് ചെയ്താൽ മതി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം dq/dt is equal to du/dt plus dw/dt ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ du/dt കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ ഉണ്ടാകുന്ന dw/dt മൈനസ് dq/dt ചെയ്താൽ മതി അല്ലെ. ദാറ്റ് ഇസ് 100 മൈനസ് 75 ചെയ്യുക. 100 മൈനസ് 75 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 25 അല്ലെ. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. 25 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെ. 100 മൈനസ് 75 ചെയ്ത് കഴിഞ്ഞിട്ട് വി ഗോട്ട് 25 വാട്ട്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ സോ അത്രയേ ഉള്ളൂ. ചേഞ്ച് ഇൻ ഇന്റർണൽ റേറ്റ് ആയിട്ട് വെച്ച് ഇന്റർണൽ എനർജിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഇന്റർണൽ എനർജി ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, ദാറ്റ് ഈസ് du/dt ആണ്. ഇന്റർണൽ എനർജിയിലാവുന്ന ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? യെസ്, റേറ്റ് അറ്റ് ഇലക്ട്രിക് ഹീറ്റർ സപ്ലൈസ് എ ഹീറ്റ് ടു എ സിസ്റ്റം ഓഫ് റേറ്റ് ഓഫ് ദാറ്റ് ഇസ് DW. അവിടെ ഉണ്ടെന്ന് വർക്ക് എത്രയാണോ അത് മൈനസ് എന്ത് ചെയ്താൽ മതി? dq/dt ചെയ്താൽ മതി. ഓക്കെ,
ഓക്കെ റെഡി യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് dq/dt is equal to du/dt minus plus dw/dt ആണ്. യെസ്, അപ്പോൾ dq/dt നേരെ തിരിച്ച് dq/dt minus dw/dt അല്ലേ, dq/dt minus dw/dt ചെയ്താൽ മതി. അങ്ങനെയാണ് 100 minus 75 ചെയ്തിട്ട് 25 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ദെൻ റൂം ഹീറ്റർ ഈസ് റേറ്റഡ് 400 watts ആണ്, 400 watts ആണ് ആൻഡ് 220 voltage ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് ദ സപ്ലൈ വോൾട്ടേജ് ഡ്രോപ്സ് ടു 200 volt, വാട്ട് വിൽ ബി ദ പവർ കൺസ്യൂംഡ്? എത്രത്തോളം പവർ അവിടെ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കും? പവർ കൺസപ്ഷൻ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അഗെയിൻ പവർ കൺസപ്ഷൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംപ്ലി എന്ത് ചെയ്താൽ മതി? പവർ ഇസ് ഈക്വൽ ടു v²/r ആണ് അല്ലെ, p is equal to v²/r ആയിരിക്കും വരിക. ആൻഡ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിട്ടുള്ള പവർ അനുസരിച്ചിട്ട് ഓരോ കേസിലും ഉണ്ടാകുന്ന ഫസ്റ്റ് P1 കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ് എന്നുള്ള സാധനം തന്നിട്ടുണ്ട്. ആൻഡ് സപ്ലൈ വോൾട്ടേജ് ഡ്രോപ്സ് ടു 200 volt ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പവർ എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജ് 200 volt ആവുന്ന സമയത്ത് പവറിൽ എന്താ ചേഞ്ച് വരിക? അവിടെ ഉണ്ടാകുന്ന ആദ്യത്തെ കേസിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. R is equal to എന്താ വരിക? R is equal to v²/p ചെയ്യാം. അപ്പൊ ആ റെസിസ്റ്റൻസ് കിട്ടും. ആ റെസിസ്റ്റൻസും ഈ വോൾട്ടേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ അഗെയിൻ p is equal to v²/r എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, വി ഗോട്ട് ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 അല്ലെ, ഓപ്ഷൻ 2 331 watts is the right answer. അല്ലെ, ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞെങ്കിൽ ആ റെസിസ്റ്റൻസും പുതിയ വോൾട്ടേജും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ കിട്ടുവാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക? v²/r എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ് 331 watts is the right answer. അത് തന്നെയായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, question നോക്കിക്കോളൂ. When a ruler falls vertically, 5 different persons catch to the different reaction times. Person A has reaction time of 0.20 seconds and person B has reaction time of 0.22 seconds and person C has reaction time of 0.18 seconds, person D has reaction time of 0.19 seconds and person E has reaction time of 0.21 seconds. And what is the correct order of distance traveled by the ruler for each person? ഓരോ ആളുടെ കേസിലും എത്രത്തോളം ഓർഡർ ഓഫ് ഡിസ്റ്റൻസ്, കറക്റ്റ് ഓർഡർ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലി നേരെ താഴേക്ക് വരുന്ന സമയത്ത് 5 ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഡിഫറെന്റ് റിയാക്ഷൻ ടൈമിലാണ് അത് ക്യാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ കേസിലും ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ള കേസല്ലേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും ആരായിരിക്കും? കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ S is equal to half GT square എന്ന് പറയുന്ന ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ half GT square എന്ന് പറയുന്ന ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കാം S is equal to half GT square. S is equal to half GT square. സോ ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക, ടൈമിനനുസരിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? യെസ്, ഓപ്ഷൻ ബി ഇസ് ഗ്രേറ്റർ ദാൻ, ഓപ്ഷൻ ബി ആയിരിക്കും ഏറ്റവും കൂടുതൽ വരിക അല്ലെ. ഓപ്ഷൻ ബി ഇസ് ഗ്രേറ്റർ ദാൻ ഇ, ഗ്രേറ്റർ ദാൻ എ, ഗ്രേറ്റർ ദാൻ ഡി, ഗ്രേറ്റർ ദാൻ സി വരും. അതായത് ഓപ്ഷൻ ബിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ്? 0.22 seconds ആണ്. നേരെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് വരിക 0.22 സെക്കൻഡ്സിലുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ടായിരിക്കുക ഇ ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെ ടൈം കുറവ് എടുക്കുന്നത് ആർക്കാണ്? 0.21 seconds ആണ്. അതിനുശേഷം ടൈം എടുക്കുന്നത് യെസ് എ ആണ്, 0.20 ആയിരിക്കും. അപ്പോൾ ഇത് 1, ഇത് 2, പിന്നെ ഇത് 3. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡി ആയിരിക്കും. അത് കഴിഞ്ഞ് ഫിഫ്ത്ത് വൺ സി ആയിരിക്കും. Therefore option 4 B greater than E greater than A greater than D greater than C is the right answer. ഓക്കെ, ടൈം അനലൈസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഡിസ്റ്റൻസ് ഇരുന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നില്ല. ടൈം അനലൈസ് ചെയ്തിട്ട് വേഗം എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, ഓക്കെ, കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തുന്ന സമയത്ത് ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ വരിക. ദാറ്റ് ഇസ് ബി ഇസ് ഫസ്റ്റ് വൺ, ദിസ് വൺ ഇസ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, യെസ്.
Then next question നോക്കൂ. Consider two uncharged capacitors of equal capacitance. 200 picofarad ആണ്. One of them is charged by a 100-volt supply and disconnected. Now this capacitor is connected to uncharged capacitor. Amount of electrostatic energy lost in this process is. ഇവിടെ ഉണ്ടാവുന്ന amount of electrostatic energy, എത്രത്തോളം എനർജിയാണ് electrostatic എനർജിയാണ് ലോസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നോക്കാം, രണ്ട് അൺചാർജ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഈക്വൽ കപ്പാസിറ്റൻസ് 200 picofarad ആണ് തന്നിട്ടുണ്ട്. ഒരെണ്ണം ചാർജ് ചെയ്തു, 100 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേന് നമ്മൾ അൺചാർജ്ഡ് ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അത് എന്നിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് എന്തിലേക്ക് കണക്ട് ചെയ്തു? അൺചാർജ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു കേസിൽ എന്ത് ചെയ്യുക? C1 C2 സിയും എന്താണ് 200 picofarad ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ picofarad എന്നുണ്ടെങ്കിൽ 200 into 10 raised to minus 12 ആണ്. picofarad എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 picofarad അല്ലേ, which is equal to 200 into 10 raised to minus 12 farad ആയിരിക്കും. ഓക്കെ ഓക്കെ യെസ്. അത് കഴിഞ്ഞ് നമ്മൾ കപ്പാസിറ്റൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കുന്നത് എനർജിയാണ്. എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ½ CV² ചെയ്യുക. ½ into C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അൺചാർജ് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. യെസ്, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ്, ½ CV² ആണ് വേണ്ടത് എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വിച്ച് ഇസ് ഈക്വൽ ടു ½ into C1 C2 divided by C1 plus C2 ആണ്. അത് ഇൻറ്റു എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിന്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാ വരിക? ദാറ്റ് ഇസ് V1 minus V2. വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 minus V2 ആണ്. ആക്ച്വലി 100 തന്നെ വരും. 100ന്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ കാൽക്കുലേഷൻസ് ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, നമ്മുടെ ആൻസർ എത്ര വരിക? യെസ്, ഓപ്ഷൻ 2 അല്ലേ. ദാറ്റ് ഇസ് 0.5 into 10 raised to minus 6. 0.5 into 10 raised to minus 6. ദാറ്റ് ഇസ് ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി? യെസ്. Then next one, Savita, 11th standard student, while conducting an experiment to determine the effective length of a simple pendulum L, notes down the data of the time taken to complete 30 oscillations as 60 seconds. 30 oscillations complete ചെയ്യാൻ വേണ്ടിയിട്ട് 60 seconds ആണ് എടുത്തിട്ടുള്ളത്. And hence calculate the length of the simple pendulum. Simple pendulumത്തിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമുക്കറിയാം ടൈം പീരീഡ് is equal to 2π√L/G ആണ്. അപ്പൊ ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്തിന്റെ ഇക്വേഷനിലേക്ക് എത്തും. അപ്പൊ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ വരിക? T² is equal to 4π²L/G എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ലെങ്ത് L കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? GT² divided by 4π². GT² divided by 4π². അപ്പൊ ടൈം പീരീഡ് ആക്ച്വലി നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 oscillations as 60 seconds അല്ലേ. 30 oscillations കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് 60 seconds ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഓസിലേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് എടുക്കുന്ന ടൈം പീരീഡ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടൈം പീരീഡ് കിട്ടും. 30/60 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡ് കിട്ടും. അത് ഇൻറ്റു G ചെയ്യുക, ഡിവൈഡ് ബൈ 4π² ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ വാല്യൂ ഇസ് 1 meter ആയിരിക്കും വരിക കേട്ടോ. 1 meter is the right answer. Therefore option 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, റെഡി? യെസ്, വെരി ഗുഡ്. Okay, then next question നോക്കിക്കോളൂ. 33rd question. The peak value of alternating current is peak value, that is I0 ന്റെ വാല്യൂ വന്നിട്ടുണ്ട് എത്രയാണ്? 5 ampere ആണ്. ആൻഡ് ഫ്രീക്വൻസി ഓഫ് 60 Hz. ഫ്രീക്വൻസി F എന്ന് പറയുന്നത് 60 Hz ആണ്. How long the current starting from 0 take to reach the peak value? Peak value ലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി 60 Hz എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര ടൈം എടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. ഓൾസോ ഈ ടൈം പീരീഡ് ഇവിടെ നിന്ന് ഇത്രയും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 0 നിന്നും പീക്ക് വാല്യൂലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം പീരീഡിന്റെ ഇക്വേഷൻ 0 നിന്നും പീക്ക് വാല്യൂ, 0 നിന്നും മാക്സിമം അല്ലെ, 0 നിന്ന് മാക്സിമത്തിലേക്ക് പോകാനായിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു T/4 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓൾസോ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T is equal to 1/f ആണ്. 1/f ആണ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ 1/60 വരും ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 1/60 വരും. അതുവരെ കഴിഞ്ഞിട്ടില്ല. നേരെ എന്ത് ചെയ്യണം? ഇവിടത്തെ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T/4 ആണ് അല്ലെ. T/4 ആണ്. 1/60 വരും. ആൻഡ് T/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/60 into 4 ദാറ്റ് ഇസ് 1/240 വരും. 1/240 seconds എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, therefore option 1 1/240 seconds is the right answer. അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. And interference and diffraction, the light energy is redistributed
if it reduces in one region producing a dark fringe, it increases in another region producing a bright fringe. Okay, and there is no gain or loss of energy. These phenomena are consistent with the principle of conservation of energy, and diffraction and interference are characteristics exhibited only by light waves. Then choose the correct answer from the options given below. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കുക. As there is no gain or energy loss or energy gain ഒന്നും ഇല്ലാത്ത കാരണം തന്നെ ഈ phenomenon consistent with the principle of conservation of energy. Conservation of energy ബേസ് ചെയ്യുന്നത് ഓക്കെ. ആൻഡ് ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റഡ് ഓൺലി ബൈ ലൈറ്റ് വേവ്സ്. ലൈറ്റ് വേവ്സ് മാത്രം എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ് പാറ്റേൺസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? എ ഈസ് ട്രൂ ബട്ട് ബി ഈസ് ഫോൾസ്. എ ഈസ് ട്രൂ ബട്ട് ബി ഈസ് ഓൾസോ ട്രൂ. എ ഈസ് ഫോൾസ് ബട്ട് ബി ഈസ് ട്രൂ. ബോത്ത് എ ആൻഡ് ബി ആർ ഫോൾസ്. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരാം? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരാം? യെസ്, ഓപ്ഷൻ 1 ആണ്. എ ട്രൂ ആണ്, പക്ഷെ ബി ഫാൾസ് ആയിരിക്കും കേട്ടോ. യെസ്, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് ട്രൂ ആണ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് ഫാൾസ്. ഓക്കെ ഓക്കെ യെസ്. Then next question നോക്കിക്കോളൂ. A box of mass 15 kilogram is kept on the floor of a stationary trolley. The coefficient of static friction between the box and the trolley is 0.12. ഓക്കെ, ബോക്സും ട്രോളിയും തമ്മിൽ ഉണ്ടാവുന്ന കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മ്യൂസിന്റെ വാല്യൂ എത്രയാണ്? 0.12 ആണ്. ആൻഡ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 15 കിലോഗ്രാം ആണ്. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യണം? Keeping box in stationary state over the trolley, the maximum acceleration with which the trolley can be moved horizontally in meter per second square is maximum acceleration ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇവിടെ എമ്മിന്റെയും മ്യൂസിന്റെയും വാല്യൂ തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ ആണ് അല്ലേ. നമുക്കറിയാം ഫ്രിക്ഷൻ ഫോഴ്സ് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഫിഷ്യന്റ് ഓഫ് അവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസ് ഇൻറ്റു എൻ ആയിരിക്കും വരിക. വേറെ എൻ ഇസ് ഈക്വൽ ടു എം ജി ആണെന്നുള്ളത് പറയാം. അപ്പോൾ മ്യൂസ് ഇൻറ്റു എം ജി ആണ് എന്ത് വരിക? നമ്മുടെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം ആക്സിലറേഷൻ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഓൾസോ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പോൾ രണ്ട് ഫോഴ്സസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? എം എ ഇസ് ഈക്വൽ ടു ഓൾസോ എഫ് ഇസ് ഈക്വൽ ടു എം എ മാക്സിമം ആക്സിലറേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ബോക്സ് ഓഫ് മാസ് ഓൺ ദ ഫ്ലോർ സ്റ്റേഷനറി ട്രോളി കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. കീപ്പിംഗ് ബോക്സ് ഇൻ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓവർ ദ ട്രോളി, ദ മാക്സിമം ആക്സിലറേഷൻ വിത്ത് ദ ട്രോളി ക്യാൻ ബി മൂവ്ഡ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എ മാക്സിമം ഇസ് ഈക്വൽ ടു എന്ത് വരും അല്ലെ? രണ്ട് എഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എം ആക്സ് ഇസ് ഈക്വൽ ടു യെസ് മ്യൂസ് എം ജി ഡിവൈഡഡ് ബൈ എന്ത് പറയും? ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞിട്ട് കിട്ടും. മ്യൂസ് എം ജി ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ടാവുന്ന എം ക്യാൻസൽ ചെയ്ത് കളയുക. ദെൻ മ്യൂസ് ഇൻറ്റു ജി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് 0.12 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.2 അല്ലേ. ദാറ്റ് ഇസ് ഓപ്ഷൻ 4. 1.2 ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തും. ഓക്കെ, ഓപ്ഷൻ 4 1.2 ഇസ് ദ റൈറ്റ് ആൻസർ. ആണെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോയി മ്യൂസ് ഇൻറ്റു ജി ആണ്. ദാറ്റ് ഇസ് 0.12 ഇൻറ്റു 10 ആണ്. ദാറ്റ് ഇസ് 1.2. meter per second square. Okay, ready? Yes. The next question നോക്കാം. The sum of kinetic energy and potential energy of a simple pendulum is 0.02 joule. അപ്പോൾ sum of kinetic energy and potential energy 0.02 joule ആണ്. And the speed of simple pendulum bob at equilibrium position is നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം പൊസിഷനിൽ സിമ്പിൾ പെല്ലത്തിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. മാക്സിമം സ്പീഡാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. മാസ് ഓഫ് ദ ബോബ് 20 ഗ്രാം ആണെന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കാം? നിങ്ങൾക്കറിയാം എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കും. അതിൻ്റെ വാല്യൂ അറിയാം, ഹാഫ് mv² ആണ്. അപ്പോൾ b² കിട്ടണമെങ്കിൽ ആ തന്നിട്ടുള്ള എനർജി ഇൻറ്റു 2 ഡിവൈഡ് ബൈ എം എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബീൻ്റെ വാല്യൂ കിട്ടും. സോ സിംപ്ലി √2 സംതിങ് ആയിരിക്കും വരിക അല്ലേ. ഓക്കെ, അപ്പോൾ എനർജി വന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ദാറ്റ് ഇസ് 0.02 ജൂൾ ആണ്. ആൻഡ് സ്പീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം റിക്വയർഡ് the position approximately, that is half mv max square. അവിടെ v² is equal to 0.02 ആണ്. സോ mv² is equal to 0.02 into 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. v² is equal to 0.02 into 2 divided by 20 gram. 20 into 10 raised to minus 3. ഓക്കെ, ദാറ്റ് ഇസ് 2 into 10 raised to minus 2 വരും. 10 raised to minus 2 മുകളിലേക്ക് പോകുന്ന സമയത്ത് വി ഗോട്ട് 2 അല്ലേ.
2 എന്ന് കിട്ടും. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ v സ്ക്വയർ 2 ആണെന്നുണ്ടെങ്കിൽ v is equal to √2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.414 meter per second is the velocity. Simple question അല്ലേ? Simple question അല്ലേ? Therefore 1.414 meter per second, that is option 1. Option 1 is the right answer. Option 1 ആയിരിക്കും നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി? സെറ്റ് ആണ്, ഓക്കെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 4 statements are given. The volume of a nucleus is proportional to a raised to 1/3. വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു 1/3. വി എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു 1/3 തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ. വോളിയം എന്ന് പറയുന്നത് മാസ് നമ്പറിന് പ്രൊപ്പോർഷണൽ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ആൻ ആറ്റം ആൻഡ് ഇറ്റ്സ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് മാസ് ഡിഫക്ട്. മാസ് ഓഫ് ആൻ ആറ്റം ടു ഇറ്റ്സ് ന്യൂക്ലിയസ്, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാസ് ഡിഫക്ട് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഈസ് കോൾഡ് മാസ് ഡിഫക്ട്. അപ്പോൾ ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. നമുക്കറിയാം ഇതിൽ ഡി ട്രൂ ആണ്, ബി ട്രൂ ആണ്, ഡി ട്രൂ ആണ് അല്ലെ? എയും സിയും ഫോൾസ് ആയിരിക്കും. ഇത് രണ്ടും ഫോൾസ് ആണ്. ആണല്ലോ. ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അല്ലെ? മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ഇൻറ്റു മാസ് ഓഫ് ദി ന്യൂക്ലിയസ് എന്താണോ ആ ന്യൂക്ലിയസിന്റെ മാസ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ മാസ് മൈനസ് മാസ് ഓഫ് ദി എൻറ്റയർ ന്യൂക്ലിയസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ മാസ് ഡിഫക്ട് ഡെൽറ്റ എം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയും ഡിയും കറക്റ്റ് ആണ്, എയും സിയും റോങ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. Therefore option 1 is the right answer. Option 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Okay, yes. Then next question നോക്കൂ. The angular speed of a flywheel is increased from 600 rpm to 1200 rpm in 10 seconds. അങ്ങനെയാണെങ്കിൽ number of revolutions completed by the flywheel during this time. ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ അവിടെ കവർ ചെയ്യുന്ന number of റെവല്യൂഷൻസ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എങ്ങനെ കിട്ടുകയെന്നറിയോ? ഇവിടെ ആക്ച്വലി നമ്മുടെ സ്പീഡ് തന്നിട്ടുണ്ട്, ആംഗുലർ സ്പീഡ് തന്നിട്ടുണ്ട്. ω1 ω2 തന്നിട്ടുണ്ട് അല്ലെ? ω1 600 rpm ആണ് ആൻഡ് ω2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 1200 rpm ആണ്. 1200 rpm ആണ്. ഓക്കെ. ആൻഡ് നമ്പർ ഓഫ് റെവല്യൂഷൻ കംപ്ലീറ്റഡ് ബൈ ദ ഫ്ലൈവീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? യെസ്, നമ്പർ ഓഫ് റെവല്യൂഷൻസും ഈ ഒമേഗ തമ്മിലുള്ള റിലേഷൻ ആക്ച്വലി നമുക്ക് ആദ്യം അറിയണം. ആ റിലേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആവറേജ് ഒമേഗ ഉണ്ടെങ്കിൽ ω1 + ω2/2 ആണ്. അപ്പോൾ എന്ന് കിട്ടണം നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒമേഗ ആവറേജ് ഇൻറ്റു ടൈം ചെയ്താൽ മതി അല്ലെ? നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒമേഗ ആവറേജ് ഇൻറ്റു എന്ത് ചെയ്യുക? ടൈം ചെയ്യുക. ദാറ്റ് ഇസ് ഒമേഗ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ω1 + ω2 / 2 ചെയ്താൽ മതി. ഓക്കെ, /2 ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്യുക, ഇൻറ്റു ടൈം ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് 600 എല്ലാം RPM തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 600 + 1200 / 2 ചെയ്യുക. അപ്പോൾ 600 + 1200 / 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 900 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 900 RPM എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അത് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 10 seconds ആണ്. ദാറ്റ് ഈസ് 10 secondsന് അപ്പം വി ആവറേജ് ഇൻറ്റു എന്ത് ചെയ്യുക? ടൈം ചെയ്യുക. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/6 seconds ആയിരിക്കും വരിക അല്ലേ? 10 seconds ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ബൈ ദ ഫ്ലൈവീൽ ഡ്യൂറിംഗ് ദിസ് ടൈം, ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 1/6 seconds എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10 seconds എന്നുള്ളതിനെ ടൈമിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഇവിടെ റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ് RPM എന്നുള്ളത് തന്നിട്ടുള്ളത്. അപ്പോൾ 10 × 10/60 ചെയ്യുക. 10 seconds എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 10/60 ആണ്. ദാറ്റ് ഈസ് 1/6 മിനിറ്റ് ആണ്. 1/6 മിനിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 900 × n is equal to 900 × 1/6 ചെയ്യുക. 900 × 1/6 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് 3ന്റെ മൾട്ടിപ്പിൾസിൽ കട്ട് ചെയ്ത് കളയാം. സോ 300 / 2 ദാറ്റ് ഇസ് 150 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അല്ലേ? 150 റെവല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. 150 റെവല്യൂഷൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A submarine designed to withstand an absolute pressure of 100 atm. How deep can it go below the water surface? അപ്പോൾ വാട്ടർ സർഫസിലേക്ക് ആ ഡെപ്ത് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസിന്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് P - P0 = h ആണ് അല്ലെ? P - P0 = h ആണ്. ആ h ആണ് നമുക്ക് ആക്ച്വലി ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്.
ഓക്കെ, അബ്സല്യൂട്ട് ടെമ്പറേച്ചറും അതായത് അവിടെ ഉണ്ടാകുന്ന പ്രഷറും അബ്സല്യൂട്ട് ആയിട്ടുള്ള പ്രഷറും തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് വിച്ച് ഇസ് ഈക്വൽ ടു HROG അല്ലെ. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറും തമ്മിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഗേജ് പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, HROG നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം, ഗേജ് പ്രഷർ കണ്ടുപിടിക്കുക വിച്ച് ഇസ് ഈക്വൽ ടു P - P0 ആണ്. ദെൻ എച്ചിന്റെയും റോന്റെയും ജീന്റെയും വാല്യൂ നിങ്ങൾക്ക് അറിയാം. അത് വെച്ചിട്ട് നേരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, H കിട്ടും കേട്ടോ. അപ്പോൾ P - P0 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് HROG കിട്ടും. എത്രയാണ് P - P0? P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്മറൈൻ ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ആൻ അബ്സല്യൂട്ട് പ്രഷർ ഓഫ് 100 atm ഹൗ ഡീപ്പ് ഇറ്റ് ബിലോ ദ വാട്ടർ സർഫസ് അല്ലെ. ആൻഡ് കൺസിഡർ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആസ് 1000 kg/m³ ആണ്. ആൻഡ് 1 atm is equal to 1 × 10⁵ പാസ്കൽ ആൻഡ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഇസ് 10 m/s². അത്രയും വാല്യൂസ് ഒക്കെ അതിൽ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ P - P0 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, 100 - 1 അല്ലെ. സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 atm ആയിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിട്ട് എടുക്കുക. സോ 100 - 1 ഇൻറ്റു പാസ്കലിലേക്ക് വരുമ്പോൾ അതേ ഇൻറ്റു 10⁵ ചെയ്യാം. അത്രയും പാസ്കൽ ആണ് എന്നുള്ളത് അറിയും. ദാറ്റ് ഇസ് 99 × 10⁵ പാസ്കൽ ആയിരിക്കും വരിക. ഓക്കെ, ഇനി HROG ആണ്, H ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P - P0 ഡിവൈഡഡ് ബൈ ρg ചെയ്യുക. അതായത് 99 × 10⁵ ഡിവൈഡഡ് ബൈ റോ എന്ന് പറഞ്ഞത് എത്ര എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഇസ് 1000 kg/m³ ആണ്. ദാറ്റ് ഇസ് 10⁻³ വരും ഇൻറ്റു G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ 10 അല്ല. അപ്പോൾ 10⁻⁴ മുകളിലേക്ക് വരുമ്പോൾ 10⁻⁻⁴ ആവും. അപ്പോൾ 99 × 10⁵ × 10⁻⁻⁴ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 99 × 10⁻⁴ ദാറ്റ് ഇസ് 990 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. യെസ്. സോ 99 × 10⁵ ഇൻറ്റു 10⁻⁻⁴ വരും. ദാറ്റ് ഇസ് 99 × 10 ദാറ്റ് ഇസ് 990 മീറ്റർ എന്ന് പറഞ്ഞിട്ടതായിരിക്കും നമ്മുടെ എന്ത് വരിക, ഹൈറ്റ് വരിക കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് 990 മീറ്റർ. ദാറ്റ് ഇസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ്. അപ്പോൾ തേർഡ് മാച്ച് ദ ഫോളോയിങ് ആണ്. മൊത്തം 3 നമ്പർ ഓഫ് മാച്ച് ദ ഫോളോയിങ്സ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തേർഡ് മാച്ച് ദ ഫോളോയിങ് ആണ്. ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. മൈക്രോവേവ് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട്? മൈക്രോവേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്ലിസ്ട്രോൺ വാൽവ് ഓർ മാഗ്നട്രോൺ വാൽവ്. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഇന്ന് രാവിലെയും കൂടെ നിങ്ങളുടെ അടുത്ത് നോക്കി പോകാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ മിസ് പറഞ്ഞിട്ടുള്ളതായിരുന്നു. യെസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊഡക്ഷനും യൂസസും മസ്റ്റ് ആയിട്ട് നോക്കി പോകാൻ അതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ മൈക്രോവേവ് ക്ലിസ്ട്രോൺ വാൽവ് ഓർ മാഗ്നട്രോൺ വാൽവ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ A fourth one ആയിട്ടുള്ളത് ഏതാണ്? യെസ്, ഈ B 3ഉം 4ഉം ഉണ്ട്. അതിൽ ഏതാണെന്നുള്ളത് കറക്റ്റ് എന്നുള്ളത് നോക്കി നോക്കുക. അപ്പോൾ എന്തായാലും 1ഉം 2ഉം എന്തായാലും അല്ല. അപ്പൊ തന്നെ ആൻസർ നമ്മൾ 2 ഓപ്ഷൻസ് നമ്മൾ അവിടെ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, യെസ്. ഇനി നോക്കാം. ഇവിടെ യെസ്, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണ്. വിസിബിൾ ലൈറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് മെത്തേഡായിരിക്കും? ഇലക്ട്രോൺസ് ആൻഡ് ആറ്റംസ് എമിറ്റ് ലൈറ്റ് വെൻ ദേ മൂവ് ഫ്രം ഹയർ എനർജി ടു ലോവർ എനർജി ലെവൽ. യെസ്, വിസിബിൾ ലൈറ്റ് ഈസ് ഫസ്റ്റ് വൺ. അപ്പോൾ B1 ആയിട്ടുള്ളത് ഏതാണ്? യെസ്, ഓപ്ഷൻ 4. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടി. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. And next one, gamma rays ആണ്. Gamma rays is produced by using the radioactive decay of nucleus. Radioactive nucleus ന്റെ decay വഴിയാണ് gamma rays produce ചെയ്യുന്നുണ്ടായിരിക്കും. ആൽഫ ഡീക്കേ ബീറ്റ ഡീക്കേന്റെ ഒപ്പം റിലീസ് ചെയ്യുന്നതാണ് gamma rays. And infrared rays എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ vibration of atoms and molecules അല്ലെ. Vibrations of atoms and molecules അതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. യെസ്, എന്ത് വരാം? ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദെൻ നെക്സ്റ്റ് വൺ 41st ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അടുത്തൊരു കുറച്ച് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇസ് 0. ഇൻസൈഡ് എ കണ്ടക്ടറിന്റെ ഉള്ളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് 0 ആണ്. Electric field at the surface of the charge doesn't depend on the surface charge density. അവിടെ ഉണ്ടാകുന്ന surface charge density എന്ത് ചെയ്യണില്ല? ഡിപ്പെൻഡ് ചെയ്യണില്ല എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ A എന്തായാലും ട്രൂ ആണ്. ഇൻസൈഡ് കണ്ടക്ടർ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നുള്ളത് അറിയാം. B എന്തല്ല? റോങ് ആണ്. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. And the interior of the charged conductor can have no excess charge in the static situation. This one is correct. That's the correct statement. True statement. Okay. And at the surface of the charged conductor, electrostatic field must be normal to the surface at every point is wrong. And the electrostatic potential is 0 everywhere inside a charged conductor. Everywhere inside the conductor, electrostatic potential and which is constant. Okay.
ഓക്കെ യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ യെസ് അല്ല യെസ്. ഇൻസൈഡ് നമ്മുടെ പൊട്ടൻഷ്യലി 0 ആയിരിക്കില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും, ഇലക്ട്രിക്കലിന്റെ 0 വരും. അപ്പോൾ ഇതെന്തായാലും റോങ് ആണ്. Okay, and at the surface of the charged conductor, electrostatic field must be normal to the surface at every point. Yes, this one is true. This true ആണ്, ഇത് true ആണ്. Normal ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. Okay, normal ആയിരിക്കും ഉണ്ടായിരിക്കുക. Therefore, ACD is the A correct ആണ്, A true ആണ്, C true ആണ്, D true ആണ്. A, C and D only. That is option 3. Option 3 is the right. Option 3 ആയിരിക്കും നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ വരിക. Okay, ready? Yes. Then next 42nd question നോക്കൂ. For a metal of work function 6.6 electron volt, which of the following wavelength of incident radiation doesn't give rise to photoelectric effect? ഇതിൽ ഏതാണ് photoelectric effectന് കാരണമാവാത്തത്? Photoelectric effect നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, ആ എനർജി ഓഫ് ദി ഫോട്ടോൺ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇറ്റ്സ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷനെക്കാട്ടും ഗ്രേറ്ററോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിരിക്കണം. ദാറ്റ് ഇസ് hnu must be greater than or equal to hnu0. ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ? യെസ്. ഇനി നോക്കുക, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ വർക്ക് ഫംഗ്ഷൻ 6.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഫോളോയിങ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ്, ഇതിൽ ഏത് വേവ് ലെങ്ത്തിലുള്ള ഇൻസിഡന്റ് റേഡിയേഷൻ ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആക്ച്വലി നമ്മളിവിടെ എന്താ ചെയ്യുക? ആദ്യം അവിടെ ഉണ്ടാകുന്ന വേവ് ലെങ്ത്, വർക്ക് ഫംഗ്ഷൻ കിട്ടുന്ന വേവ് ലെങ്ത് λ0 എന്താന്നുള്ള സംഗതി നമുക്ക് ആദ്യം അറിയണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? λ0ന്റെ വാല്യൂ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഒരു റേഞ്ചിൽ പെടാത്തത് ഏതാന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി അല്ലെ? അപ്പൊ hnu0 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ hc/λ0 ആണ്. Therefore λ0 is equal to എന്താ വരിക? λ0 is equal to which is equal to work function 50 അല്ലെ? ഓക്കെ, അപ്പൊ 50 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? λ0 is equal to hc/50 ചെയ്താൽ മതി. hc divided by 50 ചെയ്യുക. hcന്റെ വാല്യൂ 6.626 into 10 raised to minus 34 വരും. c എന്ന് പറയുന്നത് into 3 into 10 raised to 8 വരും. ആൻഡ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 6.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിനെയും കൂടെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 6.6 ഇലക്ട്രോൺ വോൾട്ടിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ 6.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 6.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതോടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് 187 സംതിങ് കിട്ടും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുന്നത് അല്ലെങ്കിൽ വിത്തിൻ ദാസ് അതിനെക്കാട്ടും കൂടുതൽ, അതിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതലോ ആയിരിക്കണം എന്ത് വേണ്ടത്? അവിടുത്തെ അന്ന് ഇൻസിഡന്റ് ചെയ്യണ ഫോട്ടോണിന്റെ എനർജി വരുന്നുണ്ടായിരിക്കുക, മീൻസ് വേവ് ലെങ്ത് വേണ്ടി വരിക. എന്നാൽ ആ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടുന്ന് ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ 1 അല്ലെ? 200 നാനോമീറ്റർ. 187നെക്കാട്ടും കൂടുതലായിട്ടുള്ളത് ആക്ച്വലി ഏതാണ്? 200 ആണ്. ഓക്കെ, അപ്പോൾ 187, യെസ്, വെരി ഗുഡ്. 187.5 ആയിരിക്കും നമ്മുടെ എന്ത് വരിക? യെസ്, അവിടുത്തെ വേവ് ഫംഗ്ഷൻ മീൻസ് വേവ് ലെങ്ത് വരിക കേട്ടോ. യെസ്, അത്രയും നാനോമീറ്റർ ആണ്. അപ്പോൾ ആ നാനോമീറ്റർ റേഞ്ചിൽ വരുന്നത് ഏതാണ്? യെസ്, 200 ആണ്. Okay, yes, therefore option 1 is the right answer. Then in the first excited state of hydrogen atom, the energy of its electron is minus 3.4 electron volt ആണ്. And the radial distances of the electron from the hydrogen nucleus in this case is approximately. എന്താ കണ്ടുപിടിക്കുന്നത്? റേഡിയൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ റേഡിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആറ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എനർജിന്റെ ഇക്വേഷനിൽ നേരെ ഇട്ട് കൊടുത്താൽ മതി. എനർജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ -1/8πε0 e²/e ആണ് അല്ലെ? ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ -1/8πε0 e²/e എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക? യെസ്, നമ്മൾ അവിടെ ഉണ്ടാകുന്ന ആറിന്റെ ഇക്വേഷൻ -1/8πε0 e²/e ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആറിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും. അവിടെ എല്ലാത്തിലും ഓൾമോസ്റ്റ് സെയിം ആണ്, പവർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ പവർ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് എത്താം. ദാറ്റ് ഈസ് 2.11 into 10 raised to minus 10 meter. ഓക്കെ, ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഇതിലെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, പവർ മാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. Okay, yes. Okay, yes. Then next നോക്കി നോക്കുക. Then two statements are given below. Again നമുക്ക് രണ്ട് statements തന്നിട്ടുണ്ട്. ഏതാണ് assertion and reason type 2 statement questions ആണ് തന്നിട്ടുള്ളത്. When the forward bias voltage across a PN junction diode increases above a certain threshold voltage, the diode current increases significantly. 49 without repeating. Ma'am, ഞാൻ calculate എടാ നമ്മുടെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പൊ നല്ല സ്കോർ തന്നെയാണ്. നമ്മൾ കട്ട് ഓഫ് മാർക്സും കാര്യങ്ങളൊക്കെ വരട്ടെ കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? യെസ്, ഡിസൈഡ് ചെയ്താൽ മതി. അപ്പൊ കട്ട് ഓഫും ബാക്കിയുള്ള ഇനി അനാലിസിസും കാര്യങ്ങളും വരാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് വന്നിട്ട് പറയാട്ടോ. ഗീത സഞ്ജയ്
കട്ട് ഓഫ് മാർക്സ് ഒക്കെ വന്നതിന് ശേഷം അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാം നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം കേട്ടോ. വരട്ടെ, അതിന്റെ കട്ട് ഓഫ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. When the forward bias voltage across a PN junction diode increases above certain threshold voltage, diode current increases significantly. Current is called a reverse saturation current. And ഇപ്പൊ ഇതിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ, 2 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഏതാണ് ഫോൾസ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. സ്റ്റേറ്റ്മെന്റ് എ ഇവിടെ ട്രൂ ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫോൾസ്. ഇത് ട്രൂ ആണ്, പക്ഷെ ഇത് ഫോൾസ് ആയിരിക്കും. സോ അങ്ങനെ വരുന്ന ഏതാണ്? ഓപ്ഷൻ 2. Statement A is true, but statement B is false. That is option 2 is the right. Option 2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Okay, okay, yes. The next question, last question ആണ് 45th question നോക്കുക. A flask contains argon and chlorine in the ratio of 2:1. Argon ഉം chlorine ഉം തമ്മിലുണ്ടാകുന്ന ratio 2:1 ആണ്. Then the temperature of the mixture is 27 degrees Celsius. Ratio of root mean square speed of the nucleus of the two gases. VRMS argon divided by VRMS of chlorine S. അവിടെ ഉണ്ടാവുന്ന രണ്ടും തമ്മിലുണ്ടാവുന്ന റേഷ്യോ ആണ്, മീൻസ് RMS സ്പീഡുകൾ തമ്മിലുണ്ടാവുന്ന റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആൻഡ് അറ്റോമിക് മാസ് ഓഫ് ആർഗൺ ആൻഡ് മോളിക്കുലർ മാസ് ഓഫ് ക്ലോറിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കാനാണ്. അപ്പോൾ RMS സ്പീഡിന്റെ മീൻസ് ഈ ഒരു റേഷ്യോ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ കൂടെ നോക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VRMS is equal to root of 3RT/m ആയിരിക്കും വരിക. ദാറ്റ് ഇസ് VRMS is അവിടെ ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് പോവല്ലോ. അപ്പോൾ VRMS എന്ന് പറയുന്നത് സെന്റർലി ഡിപ്പെൻഡ് ഓൺ ദിസ് 1/√m ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ കൂടെ എന്ത് ചെയ്യണു? VRMS ഓഫ് ആർഗൺ ഡിവൈഡഡ് ബൈ VRMS ഓഫ് ക്ലോറിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്ത് വരും? റൂട്ട് ഓഫ് മാസ് ഓഫ് ദിസ് ക്ലോറിൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദിസ് ആർഗൺ. ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? റൂട്ട് കളയുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. ആൻസറിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 70/40 വരും കേട്ടോ. 70/40 ദാറ്റ് ഇസ് റൂട്ട് എടുക്കുന്ന സമയത്ത് വീണ്ടും എഗെയിൻ നമ്മൾ 70/√ ചെയ്യുക. ദാറ്റ് ഇസ് 7/4 വരും. റൂട്ട് 7/4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് 7/2. ഓക്കെ, റൂട്ട് 70 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണല്ലോ. റൂട്ട് 70/40 വരും. ദാറ്റ് ഇസ് റൂട്ട് 7/4 ആണ്. ദാറ്റ് ഇസ് റൂട്ട് 7/2. Root 7/2. Root 7/2 is the right answer. Root 7/2, that is option 1 is the right answer. Option 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Option 1, root 7/2 is the right answer. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത സമയത്ത് മക്കളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതിൽ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ? ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എല്ലാം ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് അങ്ങോട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ കീ ഡിസ്കഷൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കോർ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇനി ഇൻ കേസ് ആർക്കെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ വിചാരിച്ച പോലെ പോകാൻ സാരമില്ല, ഡെസ്പ് ആവണ്ട. പക്ഷെ എന്ത് ചെയ്യാം? ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ലൈവ് ഡേ നമ്മളിതേ എൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ലൈവ് ഡേ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഉദ്ദേശിച്ച ആ ഒരു കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെറ്റ് ആക്കാനായിട്ട് പറ്റട്ടെ. നിങ്ങളുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് പറ്റട്ടെ. സോ ടാറ്റ, ബൈ ബൈ, ലവ് യു ആൾ, സീ യു ഓൺ നെക്സ്റ്റ് ടൈം. ഇപ്പോഴെങ്കിലും നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.